പലയിടത്ത് റെയ്ഡ്, എന്നിട്ട് അവർ പറയുന്ന അനാശാസ്യ പ്രവർത്തനമെന്ന്. എന്നിട്ട് പാലാരോട്ട് സ്റ്റേഷനിൽ ഏതോ ASI ഒക്കെ ആയി എന്താ പറയുക ബ്രോത്തൽ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര വിഷയമാണ്. ഇവിടെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഒരു പ്രൊഫഷനാണ്. പക്ഷേ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഇടനിലക്കാരനുണ്ടാകാൻ പാടില്ലെന്നൊക്കെ പറയുന്ന പരിപാടികളിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ വലിയ ബ്രോത്തൽ പോലെ കുറേ പേരെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നു, അവർ ഇതിനെതിരെ കമ്മീഷൻ അടിക്കുന്നു, കുറേ പരിപാടികളുണ്ടല്ലോ. ഇതിനകത്തിപ്പോൾ എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഭയങ്കര വലിയ സംഭവം പോലെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇതിപ്പോൾ അവർ തന്നെ ചെയ്താലും ഇപ്പോൾ ഇടനിലക്കാർ നിന്നെന്ന് തന്നെ വിചാരിച്ചോ, ഈ വന്ന കാലത്ത് ഒരു പ്രശ്നമല്ല. അത് ചിലർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല, ചിലർക്ക് സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചിലപ്പോൾ കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളാവശ്യം വരും. അങ്ങനെയൊക്കെ തന്നെയാണ് പല ബിസിനസ്സുകളോടും നടക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ കൃഷി ചെയ്തിട്ട് അയാളുടെ കൃഷി ചെയ്ത് ലഭിച്ച ആ ഒരു വിളയുമായിട്ട് പുള്ളി അങ്ങ് റോട്ടിലോട്ട് കച്ചവടം ചെയ്യാൻ ഇറങ്ങാറില്ലല്ലോ. അതിനൊരു കോമൺ ചിലപ്പോൾ ഒരു സ്ഥലത്ത് എത്തിക്കും, ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. അവർക്ക് അതല്ല, ഒരിടത്ത് മാത്രമല്ല ഇവർ വർക്ക് ചെയ്യുന്നത്. ഇവർ ഓൾ കേരള വർക്ക് ചെയ്യും, ചിലപ്പോൾ പുറത്ത് വർക്ക് ചെയ്യും, പുറത്തുനിന്നുള്ള ഇവരോട് വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അതുമല്ലെന്ന് ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ട്, പല പല പരിപാടികളുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഇടയ്ക്കൊരാളെ വേണമെന്ന് ഉദ്ദേശിക്കുന്നവർ മാത്രമേ അത് എടുക്കത്തുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇറങ്ങിയ ഒരു സ്ത്രീ ഇടനിലക്കാർ വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെ ഡയറക്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്, പഴയ പോലെയല്ല. അപ്പോൾ പണ്ടുണ്ടാക്കി വെച്ചൊരു പരിപാടിയത്. സത്യത്തിൽ ഇടനിലക്കാരും ഭയങ്കര പ്രശ്നക്കാരാണ്. എന്ന് വെച്ചാൽ പലരും തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ബന്ദിയാക്കുന്ന പോലെ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു, ഇതൊക്കെയാ ഇതിൻ്റെ പ്രശ്നം. പക്ഷെ ഇന്ന് ആ പ്രശ്നം നടക്കത്തില്ല. സോഷ്യൽ മീഡിയയും പോരാത്തതിന് വേറെ പലതും വരും. ആരും അങ്ങനെ കാര്യമൊന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷെ ഇവരിപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സ്ത്രീകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിന് വന്നു, ഈ ആളെ കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്ക് ഒരു കമ്മീഷൻ കൊടുത്തു എന്ന് പറയുന്ന പോലത്തെ രീതിയിലാണ്. എന്താ കുഴപ്പം? അത് ഓക്കെയാണ്. അതിനകത്ത് ഈ നിയമപരമായിട്ട് എന്താ പ്രശ്നം വരുന്നത് എനിക്ക് ഇതുവരെ അതിൻ്റെ ഒരു അതെങ്ങനെയാണ് ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നത് ഓക്കെയാണ്. അതിൻ്റെ ഇടയിലൊരു ഇപ്പം എന്താ പറയുക, മാർക്കറ്റിംഗ് മാനേജർ എന്നൊക്കെ പറയുന്ന പോലത്തെ മാർക്കറ്റിങ്ങിന് ആളെ വെക്കുമല്ലോ. പിന്നെ ഇവര് അവർക്കൊരു പേയ്മെന്റും കൊടുക്കും. അങ്ങനെയാണ് എല്ലാ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗൽ അല്ല എന്ന ലീഗലാണ് എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇത് നടത്തിയ സ്ഥലം ഇത് ടൗണിൽ നിന്നൊക്കെ ഒത്തിരി മാറിപ്പോകണം, കാട്ടിലെങ്ങാണ്ട് പോയിരിക്കണം എന്നൊക്കെ ഉള്ള പോലത്തെ മണ്ടത്തരങ്ങൾ അതിന് സൈഡിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രോസ്റ്റിറ്റ്യൂഷൻ ഇസ് പ്രൊഫഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ സെക്സ് സെക്സോ എന്നൊരു വിഷയമല്ല. പക്ഷേ ഇവിടുത്തെ നിയമത്തിന്റെ കുഴപ്പം ഇതാ, അവിടെയും തൊടത്തില്ല ഇവിടെയും തൊടത്തില്ല. ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടെന്നും പറയും, ഇല്ലെന്ന് വെച്ചാൽ ഇല്ലെന്നും പറയും. തോന്നിയ പോലെ ഇത് ഇങ്ങനെ ആക്കിയാൽ അങ്ങനെ കംപ്ലീറ്റ്ലി മാറ്റണം. ബോധം സർവ് ചെയ്യണം. അതായത് ആരെങ്കിലും ആൾ നിന്നാൽ അയാൾക്ക് എന്തെങ്കിലും പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ വേണം ചെയ്യട്ടെ. അവരെല്ലാം കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ, ഇതല്ലാതെ പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല, ആരെയും ചൂഷണം ചെയ്യുന്നില്ല. ആ സ്ത്രീകൾ അവിടെ ആ കമ്മീഷന് വർക്ക് ചെയ്യാൻ തയ്യാറല്ലേ. ഗവൺമെൻറ് അതിന് കൃത്യമായ ഇത് കൊണ്ടുവരണം. ഇവർക്ക് സംരക്ഷണവും ഇവരുടെ വേതനവും എല്ലാം ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിൽ റേറ്റിംഗ് കൊടുക്കണം. ഇവർ പറ്റിക്കാൻ പാടില്ലല്ലോ. ഞാനൊരു കസ്റ്റമറാണ്, എനിക്ക് അതിനകത്ത് സ്റ്റാർ ഇട്ട് കൊടുക്കണം. ഇവർക്ക് ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇവിടെ സർവീസ് എങ്ങനെയുണ്ട്. എസ്കോർട്ട് സർവീസൊക്കെ ചെറിയ സർവീസൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ ചീറ്റ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അവർ കാര്യമായ സർവീസ് തരുന്നില്ലെങ്കിൽ അവരെ പറ്റി റേറ്റിംഗ് ചെയ്യണം. എല്ലാം നല്ല വൃത്തിക്ക് നടക്കും. അപ്പോൾ ഇതല്ല, ഇത് പകുതി ഇല്ലീഗലായിട്ട് നടത്തുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ. ഓവർ പ്രൈസിങ്, പലരെയും ചീറ്റ് ചെയ്യുന്നു. നമ്മുടെ പല പാർട്ടികൾക്കും 10-23,000 രൂപയൊക്കെ ഒരു നൈറ്റിന് പോയിട്ട് നഷ്ടപ്പെട്ടതായിട്ടൊക്കെ പറയുന്നതായിട്ട് കഴിഞ്ഞിടയ്ക്ക്. പാവപ്പെട്ടവൻ പറ്റിക്കപ്പെട്ടു. കേട്ടോ? അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലയിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പേടിപ്പിക്കുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും അതുപോലെ തന്നെ പിടിച്ചുപറി മോഷണം വരെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു മര്യാദയ്ക്ക് നടത്തേണ്ട സ്ഥാപനമാണ്. ഇനി മാതൃകയായിട്ട് വേണമെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസ്, ഡെവലപ്ഡ് കൺട്രീസ്, ചൈനയിലൊക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെ ടെലിഫോൺ ബൂത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുക, പടവും നമ്പറും എല്ലാം. ആർക്ക് എവിടെ വേണമെങ്കിലും അവൈലബിളുമാണ്. ഇവിടെ താഴ്ന്നു പറഞ്ഞ് നിരത്തി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് മുഴുവൻ ഭയങ്കര ടാബുമാണ്. ഈ സെക്സ് തന്നെ ടാബ് ഉണ്ടോ ഇവിടെ? ഈ മനുഷ്യന്മാർ തമ്മിൽ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും ഭയങ്കര വലിയ പരിപാടിയാണ്. അത് ഇവിടെ എന്തോ വലിയ കാര്യം സംഭവിക്കുന്ന പോലെ. ഇവിടെ കല്യാണം കഴിച്ചിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്ന ആൾക്കാരുള്ള നാടാടും. മനസ്സിലാവുണ്ടോ?
സെക്സ് ചെയ്യാൻ വേണ്ടി കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. അല്ല, ഇവർ പിടിക്കാൻ പോയവന്മാരും ഒന്നും വേറെ എടുക്കാത്ത ആൾക്കാരാണല്ലോ. അവർ വളരെ ഡീസൻ്റായിട്ട് അവർ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേൽക്കുന്നു, ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്നു, അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു, അത് കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു. ജോലി പിന്നെ ഭയങ്കര വൃത്തിക്ക് ചെയ്യും, കൈക്കൂലി മേടിക്കത്തില്ല, കള്ളത്തരം പറയത്തില്ല, കൃത്യനിഷ്ഠമായ ജോലി ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവർ കണ്ടുപിടിക്കുന്നതിന് പ്രശ്നങ്ങളാണെന്ന് ഓർത്തോണേ. ഇത് ഈ പറഞ്ഞവന്മാർ ഇതിലും വലിയ മോശക്കാരെ ഇവിടെ നിന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയിട്ട് അതിനേക്കാൾ അപ്പുറത്തെ പീഡനം നടത്തി കളയും വേണമെങ്കിൽ. എന്നിട്ട് പോട്ടെ, ഇവിടുത്തെ നമുക്കറിയാം കുറേ എണ്ണം വായും വിളിച്ച് പുറകെ നടക്കുന്നവർ. ഈ പോലീസുകാരുടെ ഇടയിൽ എന്തൊരു ശല്യം എന്നറിയാം. ചില പെണ്ണുങ്ങൾക്കൊക്കെ വിളി തുടങ്ങിയാൽ നിർത്തത്തില്ലെന്ന്. എത്രയോ കംപ്ലയിൻറ്റ്സ്. ഇത് വേണോ, ഇനി ഓഡിയോ വേണോ ഇതിൻ്റെയൊക്കെ? പോലീസുകാർ വിളിച്ചിട്ട് അലമ്പുണ്ടാക്കുന്ന എത്രയോ വാർത്തകൾ. എല്ലാം തന്നെ പോലീസിന്റെ മാത്രമൊന്നുമല്ല. അല്ല, ഞാൻ പറയാം, അല്ലല്ല പോലീസുകാരെന്ന് പറയാൻ കാര്യം അവർ ഈ പറഞ്ഞവർ പിടിക്കാൻ ഇറങ്ങിയേക്കുന്നുണ്ട്. അല്ല, ഇത് എല്ലായിടത്തും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഒരു സ്ഥലത്തോട്ട് ജോലിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഇവർ ചെക്ക് ചെയ്യും. എല്ലാവരും കിട്ടൂല ഒന്ന് നോക്കും. മനസ്സിലാവണ്ടോ? കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അവളെ കിട്ടാത്തവളാണ്, അവൾ ഇച്ചിരി തണ്ടേനും കൂടിയാണ് അവൾ രണ്ട് വർത്താനം പറയുന്നവളാണെങ്കിൽ അവളെ അപ്പം തന്നെ വെടിയാന്നും പറയും. അതും വെടിയാക്കണം. അവള് വെടിയാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ ജോലിക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ അങ്ങനെയാ. എൻ്റെ കൂടെ വർക്ക് ചെയ്തവരോട് ചോദിച്ചറിയാം. അവരോട് ഞാൻ എല്ലാ രാത്രിയിലൊക്കെ വിളിച്ചിട്ട് സംഭവം പറയും, പറ്റിയൊക്കെ ഒരു പിടിക്കും, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അതൊക്കെ എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ അങ്ങനെയാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ടവര് കിട്ടും, വയ്യാത്തവരിക്കുന്നത്. അവരുടെയൊക്കെ വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവരെ ഞാൻ പീഡിപ്പിക്കും. അവരുടെ പൈസ അടിച്ച് മാറ്റും. പറ്റിയ കുറച്ച് പൈസ അവർക്ക് കൊടുക്കും, ബാക്കി മൊത്തം ഞാൻ എടുക്കും. എന്നിട്ട് രാത്രി ആവുമ്പോൾ ഫോൺ ചെയ്യും. അല്ല, അതൊക്കെ ചെറിയ എന്നെ കണ്ട് പഠിക്കുന്ന ആൾക്കാർ. അവരെയൊക്കെ പിടിച്ച് എന്നെ പിടിച്ചിട്ടില്ല. എന്നെ പറ്റി ഇവർ കംപ്ലൈന്റ് പറയത്തില്ല, എന്നെ പേടിയാ. ഇവർക്കെല്ലാം പേടിയാ. ഇപ്പം നമ്മൾ ചാരിറ്റിയുടെ ഒരു ആവശ്യത്തിന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ സ്ത്രീയാണ് ഞാൻ പതുക്കെ വളയ്ക്കാൻ നോക്കും. വീഡിയോ കോളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യും. പിന്നെ വർക്ക് ചെയ്യുന്ന പിള്ളേരുണ്ടല്ലോ, അവരോടൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്യും അവരെ. അത് എനിക്ക് റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ ജോലിക്ക് ഇരുത്തത്തുള്ളൂ. മനസ്സിലായോ? പിന്നെ ജോലി ചെയ്യുന്നിടയ്ക്ക് പുറയുന്ന കഥകളൊക്കെ മുട്ടിക്കളി ചുമ്മാ അവിടെ അപ്പുറത്ത് അവിടെ കഥ ബാത്റൂമിൽ പോയാലും ഞാൻ മുട്ടും ചെന്ന് കഥകളൊക്കെ മുട്ടും. വെറുതെ ഇവിടെ എന്നിട്ട് ഇങ്ങനെ മുട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല കാര്യമല്ലേ? നല്ലൊരു അല്ല, ഈ നാട്ടിലൊരു രീതി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത്. ജോലിക്ക് ഒരു സ്ത്രീ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളെ റൂമിൽ കയറി അവൾ ചിലപ്പോൾ പണിയൊക്കെ എടുത്ത് ആവശ്യമായിട്ട് വാലടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ അതിൽ പോയി മുട്ടുക, അവളെ എണീപ്പിക്കുക. ഇനി കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ടച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. സക്ക് അല്ല, അതിന് വലിയ പ്രശ്നമില്ല. അയാളെ ഒന്ന് കണ്ടിട്ട് അവിടെ നമ്മളിപ്പോ ഇതിനകത്ത് അഗ്രഗണ്യന്മാർ ഇപ്പോഴും ഒളിച്ചിരിപ്പുണ്ട്. അയ്യോ, ഒത്തിരി പേരുണ്ട്. മെയിൻ സ്ട്രീം പണിക്കാര് സൈഡായിട്ടിരിക്കുകയാണ്. ഇതെന്താന്ന് അറിയാമോ? ഈ കള്ളുകുടിയന്മാര് ഇവന്മാര് പരിപാടി നടക്കുന്ന പരിപാടിയാണോ അത്? ഇവന്മാര് കുടിയന്മാരാണല്ലോ ബേസിക്കലി. കള്ളും കുടിച്ചമാരെ അലമ്പുന്നത് കാണുന്നത് മനസ്സിലാണല്ലോ. വെറുതെ കുടിച്ച് അവൻ്റെ ഒക്കെ സൂക്കേടുമായിട്ട് ഇറങ്ങും. അത്ര ഉള്ളു കാര്യം. അതാണ് സാധനം. പുതിയ തലമുറയിൽ ഈ സാധനം ഇല്ല. അത് പിള്ളേർക്ക് കുറച്ചുകൂടി സാധനം എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാടോ? ഈ പഴയ ആൾക്കാരെ പോലത്തെ ഫ്രസ്ട്രേറ്റഡ് സെക്സ് അല്ലേ ഇവര് നോക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പൊ ഉള്ളവർക്ക് സെക്സ് എന്ന് പറഞ്ഞാല് ഫുൾ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ പവർ വരുമല്ലോ, അടയ്ക്ക് ഞാൻ വെക്കും കേട്ടോ. എന്താണ് ആ പവർ പോരാതെ വെക്കും. അപ്പോ ഈ വന്ന കാലത്ത് സെക്സ് എന്ന് പറയുന്നത് പഴയതുപോലെ മറ്റേ ഏതെങ്കിലും ഒരു പെണ്ണെ പിടിച്ചിട്ടുള്ള പരിപാടി പട്ടിക്കളിയല്ല. മനസ്സിലായോ? ഇപ്പോൾ ഉള്ള ജനറേഷൻ കുറച്ചുകൂടിയൊക്കെ ഇന്റിമസി ഒക്കെ ആവശ്യമുണ്ട്. അവർക്ക് അറിയാം, കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി. മനസ്സിലായി? അത് വേറെ കാര്യമാണ് വെച്ചാൽ നമ്മളൊരു 2 തലമുറ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫെറ്റിഷ് എന്ന് പറയുന്ന ആക്ടുകളൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല, പലതും പറ്റത്തില്ല. അല്ലെങ്കിൽ ഫുഡ് ഫെറ്റിഷ് എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ നടക്കുന്നവരുടെ കാലേ കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ ജനറേഷൻ കിട്ടാൻ പോയ ചിലപ്പോൾ ചില കാര്യങ്ങളായിരിക്കാം. അതുപോലെ ഇപ്പം പക്ഷെ അങ്ങനെയല്ല. കുറേ കാലുകളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അവിടെയൊക്കെ പല ഇങ്ങനത്തെ ആക്ടുകൾ നടക്കും. അതുപോലെ പല ഭാഗങ്ങളും. കാല് മാത്രമല്ല, എവിടെ എന്തും നമ്മൾ സെക്സുമായിട്ട് എന്ത് വന്നാലും ഇപ്പം ഒരു മനുഷ്യന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണല്ലാതെ ബാക്കിയെല്ലാം ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മേഖലയിൽ കണ്ണൊക്കെ എടുത്ത് വെച്ച് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ കണ്ടോണ്ട് ഉപയോഗിക്കാന്നാണോ? അല്ലല്ല,
കണ്ണ് മുട്ടിക്കാം. ഓ കണ്ണും ഇങ്ങനെ അടുത്തടുത്ത് നിന്നിട്ട് ഇങ്ങനെ കൺപീലികൾ തമ്മിൽ ഇങ്ങനെ അതൊക്കെ ഉണ്ട്. ബട്ടർഫ്ലൈ കിസ് ഉണ്ട്. അല്ല ഇത് നമ്മുടെ സമയത്തും ഉണ്ട് ആക്ച്വലി. ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ മുട്ടിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. ചിലർക്ക് ആ സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സാധനം, നല്ല സാധനം അല്ലേ. അത് വളരെ വളരെ നന്നായിരിക്കുന്നു. പിന്നെ ചെവി ഉപയോഗിക്കാൻ പറ്റും. ചെവിയൊക്കെ ഉണ്ടെങ്കിലും ഉപയോഗിക്കണം. ചെവിയിൽ ഇങ്ങനെ പല പരിപാടിയുണ്ട്. എന്ത് സുഖം ഇങ്ങനെ ഇളക്കുമ്പോ. ഓ ബഡ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തോണ്ടി എടുക്കുമ്പോൾ പ്രത്യേക സുഖം കിട്ടും. അതൊക്കെയാണ് സെക്സ്. ബഡ്സ് ആണ് ഇടുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമല്ല. അല്ലെ വിരലിടാം, അല്ലെ ബഡ്സ് ഇടാം. വിരലിടുന്നത് അത്ര അതിനേക്കാൾ നല്ലത് ബഡ്സ് ആണെന്ന് തോന്നുന്നു. വിരലിടുന്നത് കുഴപ്പമൊന്നുമില്ല. വിരലിട്ട് ഇടാം, അധികം കേറത്തില്ലടോ ഇതിനകത്ത്. അകത്ത് കയറി ചെന്നിട്ട് വേറെ പണി മുടക്കും. പ്രശ്നങ്ങളാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ബഡ്സ് ഉപയോഗിക്കാം. മൂക്കിനകത്ത് വിരലിടാം, ഇവിടെ ചെവിക്കകത്ത് വിരലിടാം. അങ്ങനെ വിരലിടാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും ഇടാം. എവിടെയാലും ഇടാം അല്ലേ. കൈ ഇടാൻ പറ്റുന്ന എവിടെയുള്ള പോക്കറ്റിൽ പോക്കറ്റ് ഇടും. പോലീസുകാർ ഇപ്പൊ ചെയ്യുന്ന പരിപാടി പോക്കറ്റിൽ കൈ ഇടുക. അല്ല ഇവരെ പറയാതിരിക്കാൻ പറ്റത്തില്ലടോ. അതുപോലെ ഗതികേടായി പോയി. മിക്കതും അലമ്പായി. ഇമാരിങ്ങനെ പോക്കറ്റ് കൈയിടല്, പോക്കറ്റ് അടി, പിടിച്ചു പറി ഇപ്പൊ കാണിക്കുന്നത്. ഇതൊക്കെ എന്തിനു പിടിക്കാൻ ചെല്ലുന്നേ? ആരും കംപ്ലൈന്റ് ചെയ്തോ എനിക്കറിയത്തില്ല. ആർക്കാ കംപ്ലൈന്റ് എന്നോട് അറിയണം അല്ലേ. ഇവിടെ ഇവരൊക്കെ ഒരു വീട് അവരുടെ ഉപജീവനമാർഗം ഗതികെട്ട് ഒരവസ്ഥയായിട്ട്, ചിലപ്പോൾ ഭർത്താവൊക്കെ വല്ല മാറാ രോഗിയൊക്കെ ആയിരിക്കും. ചില പിള്ളേരെ പഠിപ്പിക്കാൻ പൈസ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണല്ലോ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അല്ല ഈ പരിപാടി എന്നല്ല, ഏത് പരിപാടിക്ക് ഏത് ജോലിക്ക് ഇറങ്ങുന്നവർക്ക് ഒരു കാരണം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ ഉള്ള പോലെ അവർക്ക് ഈ പോലീസുകാരെന്തിനാ ഈ തെണ്ടിത്തരവ് കാണിക്കുന്നത്? ചോദിച്ചു കഴിഞ്ഞാൽ കൈക്കൂലി ഉണ്ടാക്കി മേടിച്ചതും അല്ല ഇത്ര കള്ളക്കഥ ഉണ്ടാക്കുന്നതും എല്ലാം എന്തിനാന്ന് ചോദിച്ചാൽ പറയും അരി മേടിക്കാനാന്ന് പറയും. അരിയണ്ണനെ പോലെ. കഴിഞ്ഞ ദിവസം ഉണ്ണിമൂന്നൻ പറയുന്നത് കേട്ടോ, അവൻ്റെ വീട്ടിൽ അരി മേടിക്കുന്നുണ്ട്, അവൻ മേടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഉണ്ണിമൂന്നൻ്റെ കുഞ്ഞു ഡയലോഗൊക്കെ ഉണ്ട്. അതെ, ഉണ്ണിമൂന്നൻ ഇപ്പോഴും അത് വിട്ടിട്ടില്ല. അവിടെ അന്ന് തുടങ്ങിയതാ. രണ്ടുപേർക്കും അത്ര സുഖമുള്ളവരല്ല. രണ്ട് കുഞ്ഞുങ്ങളല്ലേ. മറ്റേ 80s കിഡ്സ് ആണോടാന്ന് ചോദിച്ചില്ലേ, ആ ടീമാണേ. 80s ഞാൻ 90s ആന്നൊക്കെ. ഞാൻ 90s ആണോ, നീ 80s ആണോ, അതൊക്കെ അങ്ങ് വിട്ടു. ഇപ്പൊ അപ്പനും അമ്മയ്ക്ക് അരി മേടിക്കാനാണെ മേടിക്കട്ടെ എന്നൊക്കെ പറയുന്നത് കുഞ്ഞു ഡയലോഗാ. രണ്ടും നല്ല അലമ്പാ. ഹിന്ദി പറയുന്നു, ഹിന്ദിയിൽ അതിനിടയിൽ ഇതൊക്കെ കാണിക്കുന്ന ടീമുകളാണ് ഇവിടെ. അടുത്ത വൻ ടീമാണ് കേട്ടോ. എൻ്റെ രസമുണ്ട് കാണാനായിട്ട്. അത് വേറെ ഒരു ഡയറക്ടർ വന്നിരുന്നത് പറയുന്നത് കേട്ട് വേണ്ടൊക്കെ ഇതൊക്കെ പറഞ്ഞ് നടക്കുക. ഇതൊക്കെയാ പരിപാടി. ഇപ്പോഴത്തെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഓൺലൈനിൽ കണ്ട ചില സാധനങ്ങളെ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഇരുന്ന് പോസ്റ്ററൊക്കെ അടിച്ച് വിടുന്നുണ്ട്. എന്തോ ആണോ എന്തോ. അപ്പൊ ഈ പറഞ്ഞ പോലീസുകാര് അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി അറിഞ്ഞപ്പോൾ ആ അമ്മയുടെ അതിനകത്തോട്ട് കയറി അപ്പോൾ ഓരോരുത്തരങ്ങ് പൊക്കാൻ പറ്റുകയെന്നോ എങ്കില്ലല്ലോ. അവരിതേപോലെ പാവപ്പെട്ടവരെ പിടിക്കാൻ നടക്കും അപ്പോഴും. മനസ്സിലായോ? ഇതുപോലെ വേറെ വഴിയില്ലാതെ അല്ല, വേറെ വഴിയില്ലെന്നാൽ അതൊക്കെ വിട്ടേക്കാം. ഒരു ജോലി, ഒരു പ്രൊഫഷൻ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് എത്തി അവർക്ക് ചിലപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ലാഭമായിരിക്കും, വളരെ പ്രോഫിറ്റബിളായൊരു ബിസിനസ് ആയിരിക്കാം. അത് കുറച്ചുപേരോട് കൂടി ചെയ്താൽ പഴയ ആ സംഭവം ഇല്ലിപ്പോൾ. നിയമപരമായിട്ടുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ ആ സ്ത്രീകളെല്ലാം കൂടെ തിരിച്ച് പറഞ്ഞാൽ മതി, ഞങ്ങൾ പൈസ കൊടുത്തിട്ട് അയാളെ നിർത്തിയേക്കുന്നതെന്ന് പറയണം. എന്നിട്ട് ഇവനിവിടെ നിർത്തിയേക്കുക ഞങ്ങൾക്ക് വേണ്ടി കോൾ ചെയ്യാൻ. അതൊരു ജോലി ആക്കിയേക്കുക. അത് ഇവരൊന്നിച്ച് ഒരു സ്ഥലത്ത് കുറേ പേര് ഒരു റൂമിലിരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും മണ്ടത്തരങ്ങൾ കാണിക്കുക. വീണ്ടും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാരണം ആൾക്കാർ തെണ്ടിത്തിരിഞ്ഞ് നടന്നിട്ട് ഇതേപോലെ അച്ചാർ തൊട്ട് നോക്കണം, പിടിക്കുക. അപ്പോൾ ബാത്റൂമിൽ ഇറങ്ങുന്നവരെ പുറയുന്ന പിടിച്ചെന്ന് പറയുക. ഇങ്ങനത്തെ അലമ്പൊക്കെ കുറച്ചേ കുറയത്തുള്ള, മൊത്തത്തിൽ മാറത്തൊന്നുമില്ല. ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം നടപ്പുണ്ട്. അവർ പറയുന്നത് സെക്സ് എഡ്യൂക്കേഷനാണ് ഇല്ലാത്തത്, കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാണ്. സെക്സിന് അവൈലബിലിറ്റി ഇല്ല. അവിടെ സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ? ഞാനിപ്പോൾ അതിൽ സൊമാലിയെ കൊണ്ടുപോയി കുക്കിംഗ് ക്ലാസ് കൊടുക്കുന്ന പോലെ. ഇവിടുത്തെ പരിപാടി എങ്ങനെയാ? ഇവിടെ ഈ PhD ഒക്കെ എടുക്കുന്നവർ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള PhD ഒക്കെ എടുത്തിട്ട് ഇവർ ടീച്ചറായിട്ട് ജോലി ചെയ്യും. ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു വിഷയത്തിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഇവർക്ക് അന്വേഷിച്ച് പോകാനോ ഒരു റിസർച്ച് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. സയൻസിന് പുതിയ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഇവർക്കില്ല. ഇവിടെ ഇല്ല അങ്ങനെ സെറ്റപ്പ്. എങ്ങനെ ചെയ്യും? അല്ല ഇവർ നേരെ പോയിട്ട് ടീച്ചറാവത്. ഡോക്ടർന്ന് എഴുതാമല്ലോ അതിന് മുമ്പ്.
ഡോക്ടറാവും. അപ്പൊ ഡോക്ടർ രജിത് കുമാർ, ഡോക്ടർ രജിത് കുമാർ, ഡോക്ടർ KJ എസ്, ഡോക്ടർ മോഹൻലാൽ. അയ്യോ കൊറേ ഉണ്ടല്ലേ, കൊറേ പേരുണ്ട് ഇങ്ങനത്തെ. ഡോക്ടർ ബോച്ചെ, ഡോക്ടർ ഡോക്ടർ ബാല, ഡോക്ടർ മോഹൻസൺ. അയ്യോ ഇനി മോഹൻലാൽ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പുള്ളിക്കും പറ്റുമോ അപ്പൊ ഇതൊക്കെ എടുക്കാൻ ഡോക്ടറേറ്റ്. ഇനി അടുത്ത വരുന്നുണ്ട് ഒരാള്, ആറാട്ടണ്ണൻ ഉടനെ വരും. അവനെ കാണിച്ചു ആ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചോളൂ. ഏത് മറ്റേതുപോലെ ഇപ്പൊ ദിവ്യയുടെ പരിപാടി നടന്നില്ല, അതേപോലെ ആ പരിപാടി മറ്റേ ഗിന്നസ് വേൾഡ് റെക്കോർഡ് റെക്കോർഡൊന്നും പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞ പോലെ അണ്ണന് ഡോക്ടറേറ്റ് കിട്ടുന്നതോടുകൂടി ആ സാധനം എഴുത്തങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. അണ്ണന് മാത്രമേ ഉള്ളൂ ഇനി. മെഡിക്കൽ ഡോക്ടേഴ്സ് മാത്രം വേണ്ട അത് ഞങ്ങൾ അതിനി എടുക്കത്തില്ല. ചോദിച്ചാൽ എന്തോ ഡോക്ടറാന്ന് ചോദിക്കുക, അപ്പൊ പറയാം ഞാൻ ഡോക്ടറേറ്റ് അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യമൊക്കെ ഉള്ളൂ. ഡോക്ടർ ഇത്രയും ഡോക്ടർമാരെ കണ്ടപ്പോ ഈ ഡോക്ടറേറ്റ് എടുത്തിട്ട് ഇവന്മാര് പിന്നെ റിസർച്ച് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും. എന്തിന്റെ ഡോക്ടറേറ്റ് ഇപ്പൊ യേശുദാസ് എന്ത് ഡോക്ടറേറ്റ് എടുത്തിട്ട് എന്തിനാ ഇതൊക്കെ ഇത് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാലോ എന്ത് എനിക്കറിയത്തില്ല. പോട്ടെ, ഈ ഡോക്ടറേറ്റ് കിട്ടിയിട്ട് ഈ പൊട്ടനൊന്നും ഈ ഇട്ടാവട്ടം മലയാളം പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് അനങ്ങിയിട്ടില്ല. ഒരു പട്ടിക്ക് പോലും വേണ്ട ഇന്ത്യൻ ഡോക്ടറേറ്റ് ഒരിടത്തും എടുക്കത്തില്ല. ഡോക്ടർ രജിത് കുമാറിന് ഏതെങ്കിലും പട്ടിക്ക് വേണോ? ആർക്കും വേണ്ടാത്തൊരു സാധനം. ബിഗ് ബോസ് കാണുന്ന പോലത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതെ, മനസ്സിലുണ്ടോ? അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്. പെൺകുട്ടികൾ ഓടിച്ചാടി വീണാൽ അവരുടെ മറ്റേ ഗർഭപാത്രം ഊരി മറ്റേ ഇതിന്റെ ജീൻസ് ഇട്ടാ പ്രശ്നം. ഡോക്ടറേറ്റ് ഇതേ മറ്റേ ഡോക്ടർ യേശുദാസും പറഞ്ഞു തന്നെ കോമൺ ആയിട്ട് കുറെ സാധനങ്ങളുണ്ടെന്നേ. മോഹൻലാലിനോട് ഒന്ന് കാര്യമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞ മോഹൻലാലും പറയും സാധനം പറയും. പെണ്ണുങ്ങൾ കുറച്ചുകൂടി മാന്യമായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് പറയും. ഇല്ല അങ്ങനെ അത് പറയത്തില്ല. അല്ല പുള്ളി അത് പറയും. ഉള്ളിൽ ആ സാധനം ഉണ്ട്, മനസ്സിലുണ്ടോ? ചുമ്മാ അങ്ങ് പറയായിരിക്കും അല്ലേ, ഉള്ളിന്റെ ഉള്ളിൽ മോളോടും ഭാര്യയോടൊക്കെ അങ്ങനെ പറയായിരിക്കും. അതെ, കുടുംബക്കാര് ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ അത് പറയും. ബാക്കി നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ എങ്ങനെ വെടികളായിരിക്കും, എല്ലാം വെടികൾ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഇത് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് കണ്ടല്ലോ. ആ പ്രശ്നത്തിനിടയിൽ ഇതൊരു പ്രശ്നമേ അല്ല ശരിക്കും. ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഒരുത്തിനെ പോലും പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ സഹകരിക്കുന്നില്ലെന്നൊക്കെ പറയുന്ന നാടാ. അപ്പോഴാ പാവപ്പെട്ട കുറച്ച് പേര് വേറെ വഴിയില്ലാണ്ട് ലൈംഗികമായിട്ടുള്ള ഒരു ഫ്രീഡം ഒക്കെ മനുഷ്യർക്ക് വേണം. സെക്സ് ഒക്കെ അവൈലബിലിറ്റി ഉണ്ടാവണം. അല്ലാതെ ഈ മനുഷ്യരെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തി ചെറുപ്പം മുതലേ ഇങ്ങനെ അനങ്ങല്ലേ മിണ്ടല്ലേ തൊടല്ലേ അങ്ങോട്ട് നോക്കല്ലേ പെരക്കകത്ത് കയറിക്കോ രാത്രിയായ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പരിപാടി ഇപ്പം കുറച്ചുകൂടിയൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുതിയ ജനറേഷനിലൊക്കെ ആകെ അലമ്പില്ലെന്ന് തോന്നുന്നു. പിള്ളേർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല സൈറ്റും ആപ്പും ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൈലബിലിറ്റീസ് ഉണ്ട്. അവർ കുറച്ചുകൂടി ഫ്രീ ആണ്. അവർക്ക് സംഭവം കണ്ടെത്താൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഇപ്പൊ ഇവിടെ തമ്മിൽ ഇടപെട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും പ്രശ്നത്തിലായിട്ടുള്ളത് ഈ 80-കളും 90-കളും തന്നെയാണ്. അവർക്കാണ് 90, 95 വരെയൊക്കെ ഉള്ളവന്മാർ കണക്കാ. അപ്പൊ ഇവന്മാര് മുഴുവനും ഇവിടെ കിടപ്പുണ്ട്. അത് പോലീസുകാരും ആ പ്രായത്തിലുള്ളവർ ഇതിനെ ഇറങ്ങി തിരിച്ചേക്കുന്നതാണ്. രണ്ടും ഒരേ ടീമുകളാണ്. ഇവർക്ക് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മുട്ടം ഫ്രസ്ട്രേഷനുള്ള ടീമുകൾ. ഇവിടെ കല്യാണം കഴിച്ചിട്ട് കളിക്കാനിരുന്ന ആൾക്കാരുണ്ട്. അവരുടെ പലരും കല്യാണം കഴിഞ്ഞിട്ടില്ല. എനിക്ക് മനസ്സിലായി. പല ടീമുകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത് നടപ്പുണ്ട്. ഒന്നും നടക്കാതെ കല്യാണം ആയിട്ടില്ല മച്ചാനെന്നും പറഞ്ഞ് നടപ്പുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇനിയിപ്പോ കല്യാണം കഴിച്ചാൽ ഇവന്മാരല്ലേ കല്യാണം കഴിച്ചവരെന്ത് കാണിക്കും എന്നുള്ളത്. പിന്നെന്താണ്, ഉടനെ തന്നെ അതിനെ പിടിച്ച് ഗർഭിണിയാക്കി അപ്പൊ തന്നെ അതിനെ കൊച്ചിനെ പ്രസവിപ്പിച്ച് പിന്നെ അതിനെ കൊണ്ട് മറ്റേ സ്കൂളിലോട്ട് പോകുന്ന പരിപാടിയായിട്ട് അങ്ങ് തുടങ്ങണം. പിന്നെ അടുത്ത ഒന്നുകൂടെ കഴിഞ്ഞ് വീണ്ടും അതിനെ കൂടെ അങ്ങ് വളർത്തുക. രണ്ടെണ്ണത്തിനെ കൂടി അങ്ങ് വളർത്തി വലുതാക്കി പിന്നെ അവരെ വല്ല യൂറോപ്പിലോട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ട് യൂറോപ്പിലൊന്നും പറഞ്ഞു വിടുന്ന കേസ് കെട്ടുകൾ പലർക്കും അറിയത്തൊന്നുമില്ല. അവരിവിടെ തന്നെ എങ്ങനെയും അവരെ നോക്കാൻ വേണ്ടിയിട്ട് 2 ജന്മങ്ങൾ എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കും. മക്കളെ ആദ്യം നോക്കുക. ഇവിടുത്തെ ഒരു സിസ്റ്റമാണ് അത്. ആദ്യം മക്കളെ വളർത്തുക, അതിനുശേഷം മക്കള് മാതാപിതാക്കളെ നോക്കിയിരിക്കുക. അതെന്തോ ഭയങ്കര ഇമോഷണൽ എന്തോ സാധനമാണെന്നും പറയുന്ന ലവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാണ്. സിസ്റ്റം മോശമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. എന്നിട്ട് പിന്നെ കിടന്ന് ലവ് ആണ് മറ്റേതാണ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കോടതി ഓരോ നിയമം പാസ്സാക്കും. മാതാപിതാക്കളെ നോക്കാത്ത കുട്ടികളെ ശിക്ഷിച്ച് ജയിലിലടച്ച് തൂക്കിക്കൊല്ലും. അങ്ങനെയൊക്കെ ഉണ്ട്. അറിഞ്ഞിട്ടോ. അതേസമയം ഈ മാതാപിതാക്കൾ ഈ പിള്ളേരെ എങ്ങനെ നോക്കിയെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അങ്ങോട്ട് നോക്കാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. തനിക്ക് മനസ്സിലായി. പിള്ളേരെ ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്. പക്ഷേ പറയുന്നത് സ്ത്രീകളെയാന്നാ. സത്യത്തിൽ സ്ത്രീകൾ 3ാം സ്ഥാനത്താണ്. പട്ടിയും പൂച്ചയും കഴിഞ്ഞിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നുള്ളൂ. മാതാപിതാക്കളെ നോക്കാത്ത കുട്ടികളെ
മക്കളെ നേരിടും അല്ലെ, ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അവരെ അങ്ങനെ വഴി കളയുക അങ്ങനത്തെ സാധനത്തിനാ. പക്ഷെ അല്ല, ഈ മാതാപിതാക്കൾ പരാതി കൊടുത്താലും പ്രശ്നമാവും. പരാതി കൊടുക്കാന്ന് പറയുന്നത് ആരെങ്കിലും ഉത്തരവാദിത്തമാണോ അത്? അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ടോ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എനിക്ക് എൻ്റെ അപ്പനും അമ്മയുണ്ട്, ഞാൻ ഇവരെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആർക്കാണ് പരാതിപ്പെടാൻ പറ്റുക? അമ്മക്ക് ഇപ്പോൾ പോലീസിൽ പരാതിപ്പെടാൻ പറ്റുമോ? എൻ്റെ മകൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ശരിയാണോ? ഞാനൊരു ഇൻഡിപെൻഡന്റ് പൗരനല്ലേ? മനസ്സിലായത് എനിക്കതാ മനസ്സിലായത്. ആ മാതാപിതാക്കൾ ഇവിടെ ജീവിച്ചിരുന്ന ഞാനൊരു വ്യക്തിയല്ലേ, അവര് വേറൊരു വ്യക്തിയല്ലേ? മനസ്സിലാവട്ടോ? പിള്ളേരെ നോക്കായിരുന്നു ശരിയാ പ്രശ്നം. കൊച്ചു പിള്ളേരെ നമ്മൾ നോക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയാണ്. അങ്ങനെ നോക്കുന്നില്ലെന്ന് പരാതി പറയുന്നത് ആരോടാണ്? സ്റ്റേറ്റിനോടാ. സ്റ്റേറ്റ് നോക്കണം, മനസ്സിലാവണ്ട? അത് നോക്കുന്നില്ല. അതൊക്കെ പറയണേ, എന്റെ മോൻ നോക്കുന്നില്ല. അപ്പൊ സ്റ്റേറ്റ് വരും, എന്താണോ നീ നോക്കാത്തത്? നീ നോക്കട്ടെ. അപ്പൊ അങ്ങോട്ട് തിരിച്ചു വെക്കണം, നിങ്ങളെന്താ നോക്കാത്തത്? നിങ്ങളല്ലേ നോക്കേണ്ടത്. അതാണ് ശരി. അതായത് ഇത്രയും കൊല്ലം ഇവിടെ ജോലി ചെയ്ത് ജീവിച്ച് ടാക്സ് അടച്ച് ഇതിനൊരു പരിപാടിയില്ല. ഒരു ഓൾഡ് ഏജ് ഹോം നല്ല രീതിയിൽ ചെയ്യാൻ അറിയത്തില്ല. ഇതിനു വേണ്ടിയിട്ട് സ്കീമുകളൊന്നുമില്ല. ഏതാണ്ട് കുറച്ച് വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ കൊടുത്ത് ഒതുക്കും. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. മറ്റേതിന് കുറച്ച് എക്സ്പെൻസും ഉണ്ട്, അതും കൊടുക്കത്തില്ല. അതും കൃത്യമായിട്ട് കൊടുക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെയാണ് ഇവരുടെ കലാപരിപാടി. പറ്റിച്ചും കളിപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ച് ജീവിക്കുക എല്ലാവരും കൂടെ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറ്റിക്കലൊന്നും നിർത്താറുണ്ട്. ഇതുപോലത്തെ പറ്റിക്കൽ ആരെങ്കിലും എവിടെയും പോയാൽ അതിൻ്റെ പുറകെ നടക്കുക, പെണ്ണും ചെറുക്കനോട് നടന്നാൽ ഉടനെ ഒളിഞ്ഞു നോക്കുക, കഥ പറയുക. എന്താ ആവശ്യത്തിനാ? എന്നിട്ടോ ഇവരെല്ലാം എന്തോ ജീവിച്ചിരുന്നിട്ട് കാണിക്കുന്നത്. ഇവിടെ ഉള്ളൊരു ജീവിച്ചെന്തോ കാണിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മാക്സിമം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇപ്പോൾ ഉള്ള പിള്ളേർ കാണിക്കുന്ന അതിലും വലിയ മണ്ടത്തിനുണ്ട്. കുറേ വണ്ടി എടുത്തുകൊണ്ട് ട്രിപ്പാന്ന് പറഞ്ഞാൽ ഓരോ ലൊക്കേഷനിലും ഒരുങ്ങി നടക്കും. മനസ്സിലായത് എനിക്ക്? താടിയൊക്കെ ഷേപ്പ് ചെയ്ത് മുടിയും വെട്ടി ജാക്കറ്റും പുതിയത് മേടിച്ച് ഏതാണ്ട് പോലത്തെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തിട്ട് ഓരോ മലയുടെ മണ്ടയ്ക്ക് പോയി ഫോട്ടോ എടുക്കും ഇവർ. എന്നിട്ട് ട്രിപ്പ്. പിന്നെ ചിലരുണ്ട്, വല്ലാത്തവരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ കൂടുതൽ വരെ ശ്രദ്ധിച്ച് ചെയ്താ പരിപാടി. എവിടെ പോയാലും ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുക. എനിക്ക് സീൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് ഈ ഹോട്ടലുകൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ലൊക്കേഷൻസ്, ഭക്ഷണം കഴിക്കുന്ന സ്പോട്ടുകൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആളുകൾ പറഞ്ഞു തുടങ്ങിയൊരു സമയമുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ. ഇത് കൊള്ളാം, ഇവിടുത്തെ ഭക്ഷണം കൊള്ളാം, ഇങ്ങനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മറ്റേ പരിപാടിയൊക്കെ നടത്തിയപ്പോൾ ടീമുകൾ ഇങ്ങനെ പോവുമായിരുന്നു. അത് കേട്ടിട്ട് നേരെ അങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വരുന്ന പരിപാടിയാണ്, അല്ല അതിന് മുമ്പാന്ന് തോന്നുന്നല്ലേ സ്പോട്ടുകൾ തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ലൊക്കേഷൻസ് പറയുന്നു, ദേ പോണ്. ഇവന്മാർക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, ഇവർക്ക് വേറെന്താ ചെയ്യേണ്ടതെന്ന് ഐഡിയ ഒന്നും. അതല്ലല്ലോ പ്രശ്നം എടുത്ത്. ഇവിടുത്തെ രസം എന്നാണെന്നറിയോ? ഇവര് യാത്ര ചെയ്യാനാണോ പോകുന്നത്, അത് ഫോട്ടോ എടുക്കാനാണോ? അതായത് പോകുന്ന പോക്കിന് ഭയങ്കര മേക്കപ്പാ. ഇവരൊക്കെ ഈ കുറെ സാധനം ഉള്ളതൊക്കെ ഇതാ. മനസ്സിലായോ? പക്ഷെ അല്ലാതെ റൈഡ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു പെണ്ണില്ലേ, അല്ലാത്തവര് പോകുന്ന ആരും അറിയത്തില്ല കളിക്കുന്ന ഒരു പെണ്ണോടോ, ഒരു മറ്റേ ഈ സിനിമയിൽ അഭിനയിച്ചവന്റെ കൂടെ ഡാൻസ് മറ്റേ ഇവള് പ്രസന്ന അല്ല, അവളുടെ പേരിനകത്തൊരു പ്രസന്നുണ്ട്. നമ്മുടെ അവൻ ദിൽഷയുടെ ഒരു പരിപാടിയുണ്ട്. ദിൽഷ ഇങ്ങനെ അതിലൊക്കെ പോകണം, ഇങ്ങനെ അങ്ങനെ ദിൽഷയുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, ദിൽഷ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് എന്തോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് യൂറോപ്പിലൊക്കെ പോയിട്ട് ഡാൻസ് കളിക്കും. എന്നിട്ട് അവിടെ പോയി ഡാൻസ് കളിക്കണം. എന്നിട്ട് ഈ UK കണ്ടി ചെന്നിട്ട് ആ ബ്രിഡ്ജിന്റെ സൈഡിൽ നിന്ന് ഒരു ആംഗിളും പിന്നെ വേറെ ഒരു റിവറിന്റെ സൈഡിൽ ഒരു ആംഗിളും. അത് ആ ബ്രിഡ്ജിന്റെ സൈഡിൽ നിന്ന് കുറച്ചാണ് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവർ തന്നെയാണുള്ളത്, അവിടെ തന്നെ ഒന്ന് എടുത്തായിരിക്കും എന്ന് തോന്നണം. രണ്ട് സാധനം വെച്ചിട്ട് ഒരു പാട്ടങ്ങോട്ട് കളിച്ചു തീർത്തു ഒരു രണ്ടുപേരും കൂടി. മനസ്സിലായോ? അല്ലല്ല, അവിടെയൊക്കെ പോയി ഡാൻസ് കളിക്കുമ്പോൾ അവർക്ക് അത് വെച്ച് നോക്കുമ്പോൾ കാർത്തിക് സൂര്യയുടെ കുറച്ചുകൂടി ബെറ്ററാ തോന്നുന്നു. കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? എന്ത് പോയെന്നാണോ ഇവിടെ എന്ത് പാടിരിക്കുന്നത് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ? ഇത് പോയ പോക്കിന് എടുത്തായിരിക്കും. അതിലൊക്കെ പോയപ്പോ എന്നാ പിന്നെ ഇവിടെ നിന്ന് എടുത്തേക്കാം, ഇവിടെ അല്ലല്ല, അതൊക്കെ ഒത്തിരി പേര് ചെയ്ത് കണ്ടിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ. എടാ ഇതൊക്കെ ഒത്തിരി പഴയതാണ്. തുടക്കം, അതായത് ഈ യൂട്യൂബ് ഒക്കെ തുടങ്ങിയ സമയത്ത് അവര് ചെയ്യുമ്പോ എന്താ ചെയ്തോണ്ടിരുന്നറിയാവോ? ആദ്യം ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പത്തല്ല, അവന്മാര് നിൽക്കുന്ന പക്ഷെ വല്ലാത്ത സ്ഥലങ്ങളില്ല. അവർ തന്നെ ഇങ്ങനെ ക്യാമറ പൊത്തും, എന്നിട്ട് തുറക്കുമ്പോൾ കാണുന്ന വേറെ ലൊക്കേഷൻ. അതിനാണ് അന്ന് ഇങ്ങനെ ചെയ്തത്. ഈ മണ്ടന്മാരെന്തോ ചെയ്യുന്നത് ഇവിടെ ഉള്ളവന്മാർ, ഇവന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊത്തും, എന്തിനും ഇത് എന്തിനാന്ന് അറിയത്തില്ല. താൻ നോക്കിയ ഈ കാർത്തിക് സൂര്യ സഞ്ജുട്ടൊക്കെ എല്ലാത്തിനും പരിപാടി ക്യാമറയുടെ ഇങ്ങനെ കാണിക്കും. എന്തോനാണോ എന്തോ. മറ്റവര് ചെയ്യുമ്പോ അവര് ചിലപ്പോ ആൽസിന്റെ മുകളിൽ നിൽക്കും, പിന്നെ വേറൊരു സ്കൈ ഡൈവ് ചെയ്യും, അത് കഴിഞ്ഞ് വേണ്ടെങ്കിൽ ഓട്ടോക്ക് കയറി കറങ്ങി നടക്കും, വേറെ അത് കഴിയുമ്പോൾ കടലിന് അടിയാ കാണിക്കുന്നത്.
അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിക്ക് ഇവിടെ ഉള്ള മണ്ടം ഒത്തിരി ഒരിടയ്ക്ക് സ്ഥിരമാണ് ഈ ക്യാമറയ്ക്ക് പൊത്തല്. ഈ അർജുൻ എന്ന് പറഞ്ഞാൽ വന്നപ്പോഴും മുറിക്കാത്തിരുന്ന് പൊത്തുവാന്നവൻ. അറിയത്തില്ലടോ ഇമാർക്ക് ഇത് എന്തോ ചെയ്യേണ്ടതെന്ന്. ഇത് മറ്റേ ലിജോസ് വലിച്ചേരി വോയിസ് ഓവർ യൂസ് ചെയ്ത പോലെയാണോ? എന്തിനാണോ വോയിസ് ഓവർ ഒന്നും അറിയില്ലെന്ന് തോന്നുന്നു. വെച്ചീച്ചി കൊടുത്തു. ഞാൻ ഇതിനെ കളിയാക്കിയൊക്കെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാത്റൂമിൽ പോയിട്ട് വരും, കിച്ചണിൽ ചെന്നിരിക്കും. അത് കണ്ടിട്ട് ആർക്കും മനസ്സിലായില്ല. ലാസ്റ്റ് റൗണ്ട് വരെ ഇവന്മാര് പിള്ളേർ വരുന്നുണ്ട് ഇങ്ങനെ പൊത്താൻ. അതിപ്പോ കഴിഞ്ഞു കേട്ടോ, ഇപ്പൊ മതിയായി. ഇപ്പൊ മതിയായി. പിന്നെ ഇവർക്ക് ഇൻട്രോ ഉണ്ടായിരുന്നു, ഔട്ട്രോ ഉണ്ട്, ആനിമേഷൻ കാണിക്കും. ഈ സിനിമയൊക്കെ തുടങ്ങുമ്പോൾ ഓരോന്ന് കാണിക്കത്തില്ല. അതൊക്കെ കണ്ടിട്ടാണ് ഇവര് വരുന്നത്. യൂട്യൂബില് വീഡിയോ ഇടുന്നതിന് മുമ്പ് ലോഗോ ഡിസൈൻ ചെയ്യാതെ എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? അങ്ങനത്തെ ആളുകളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പറഞ്ഞു തന്ന കാര്യം പക്ഷേ ഇതല്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വഴി മാറി ഒരുപാട് നമ്മളിങ്ങനെ വഴി മാറി പോകുന്നുണ്ട്. അതായത് ഇപ്പൊ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് മാറ്റാൻ ഏറ്റവും നല്ലത് സെക്സ് ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ സെക്സ് ചെയ്യാന്നുള്ളത്. ഇത് വലിയ ആന കാര്യമല്ല. ഇത് അല്ലാതെ പോയാലുള്ള പ്രശ്നം എന്നറിയോ? ഇതിനകത്ത് കൂടുതൽ പിടിച്ചു വെക്കുകയും അടിച്ചമർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ എനർജി വേറൊരിടത്ത് യൂസ് ചെയ്യേണ്ട സാധനമായി. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഈ വക കാര്യങ്ങളിലുള്ള ക്യൂരിയോസിറ്റിയെ കളഞ്ഞു കഴിഞ്ഞാൽ പഠനത്തിലും അല്ല പഠിക്കാനും ജോലി ചെയ്യാനും കാര്യങ്ങൾ കോൺസെൻട്രേഷൻ കിട്ടും. ഇത് എപ്പോഴും പിന്നെ അതുമല്ല, ഒരു പ്രായത്തിൽ കഴിഞ്ഞു നടക്കുന്നില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എല്ലാം ഫ്രസ്ട്രേഷനാണ്. ചിലപ്പോൾ ഒരു മാനസിക പ്രശ്നമായിട്ടൊക്കെ മാറിയെന്നിരിക്കും. ചെറുപ്പത്തിൽ കിട്ടാത്തവന്മാരെല്ലാം കിടന്ന് കാണിച്ചു കൂട്ടുന്ന മണ്ടത്തിലാണ് നമ്മൾ ഈ കാണുന്നത്. അത് ആ സമയത്ത് അതൊക്കെ ക്യൂരിയോസിറ്റി ആ സമയത്ത് തന്നെ വേണം. ഇത് നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, എല്ലാ ഗെയിംസിനും പോകും. വേറെ കാര്യമുണ്ട്, താനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അതായത് നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഒരു പക്ഷേ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് പോരാൻ പറ്റിയോണ്ടാന്ന് തോന്നുന്നു. ചിലപ്പോൾ കുറച്ചുകൂടി ഫ്രീ ആയതൊന്നും എനിക്ക് കുറച്ചൊക്കെ നമ്മളൊന്നും ചെയ്യുന്ന പോലെ അല്ലടോ ഇത് വരണ്ടേ. സ്കൂൾ ടൈമിൽ തന്നെ അതായത് നമുക്കിത് സംഭവിച്ച പോലെയും അല്ല ഇതൊന്നും സംഭവിക്കേണ്ടത്. ഇപ്പൊ ഡെവലപ്ഡ് കൺട്രീസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ പേരൻസ് ഇപ്പൊ വീട്ടിൽ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ട് 16 കഴിയുമ്പോ തന്നെ അല്ല അവര് 8ാം ക്ലാസ് തൊട്ട് അമേരിക്കയിലൊക്കെ കോണ്ടം കുട്ടികളുടെ ബാഗിൽ അമ്മ കൊടുത്തു വിടും, അല്ലെങ്കിൽ പേരൻസ് ഉണ്ടെങ്കിൽ കൊടുത്തു വിടും. സ്കൂളുകളിൽ കോണ്ടം ലഭ്യമാണ്. അവിടെ ആ സമയത്തെ പിള്ളേർ ഈ പരിപാടി തുടങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. അതിന് വലിയ ഭയങ്കരമായ റെസ്ട്രിക്ഷനും വലിയ കേസും പോക്സോയും ഒന്നും കാണത്തില്ല. പിള്ളേരെ പിടിച്ചാൽ അവരെ വല്ല കൗൺസിലിങ്ങിനോ വല്ല ആയിരിക്കും. ഇവിടുത്തെ പോലെ അല്ല. ഇവിടെ ഇപ്പോൾ കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരുത്തിൻ്റെ പടം പത്രത്തെ വന്നു. അതും രാഷ്ട്രീയ വൈരാഗ്യം ഉള്ളതുപോലെ തോന്നിയത്. ഈ പറഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥനാരോ അയാൾക്ക് ഈ പറഞ്ഞ MLA പാർട്ടിയോടുള്ള വിരോധം കൊണ്ടാവാനേ സാധ്യതയുള്ളൂ. കാരണം ആരും ആയിക്കോട്ടെ, അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്, എന്തോ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇയാൾക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ അല്ല അയാളുടെ കുടുംബത്തിലോ അല്ല അയാൾക്ക് പരിചയമുള്ള വീട്ടിലോ ഒരു ചെറുക്കൻ ഇങ്ങനെ ചെയ്താൽ അവരിടത്തില്ല. ഇത് മനസ്സിലായോ? അത് വൈരാഗ്യമില്ല, ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഇതിന്റെ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ പിടിച്ചാൽ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ ഒന്ന് വിടാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ട് ഒരാവശ്യമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഒരു ക്രൈം നടക്കുന്നു, എന്ത് ക്രൈം ആയിക്കോട്ടെ, ഒരു ക്രൈം നടക്കുന്നു. ഈ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതിൽ FIR ഇടുന്നു. ഈ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ചിലപ്പോൾ ഒരു 10 പ്രതികളുണ്ട്. ഈ 10 പ്രതികളിൽ ഈ 9ാമത്തെ 10ാമത്തെ പ്രതിനെ മാത്രം എടുത്തു വെച്ചിട്ട് ഇങ്ങനൊരു സാധനം അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു രീതി എന്ത് രീതിയാണ്? അതാണ് പ്രശ്നം. അപ്പൊ ഈ 10ാമത്തെ പ്രതി ഫേമസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ബാക്കിയുള്ളവരെ അങ്ങോട്ട് വിട്ടു. അവരാരാന്ന് പോലും ഇപ്പോഴും അറിയത്തില്ല. ഇത് കയ്യിൽ വെച്ചിരുന്നു എന്ന് പറയുന്ന പയ്യൻ ആരാന്ന് അറിയണമെന്നൊന്നും ഇല്ല. പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനമാക്കി മാറ്റുന്നത് എന്താണ്? ഈ കൊച്ചറക്കൻ ഇവൻ ഇതിനകത്ത് പെട്ടതുകൊണ്ട് അതൊരു സാധനം അങ്ങോട്ട് ആക്കി മാറ്റി ആ പെണ്ണുമ്പിള്ളക്ക് ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി CPM ഒരു 4 പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞു വേറെ സീന പറഞ്ഞു അറിയാം. ഇവരുടെ പേരൻസ് ഇത് ചെയ്യുന്നതല്ലേ ഇപ്പോൾ കോണ്ട. അതുപോലെ തന്നെയാ ഇവരുടെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ വന്നാൽ അവരുടെ ബെഡ്റൂമിൽ പോയി കിടക്കും. ഇവിടെ ഏതെങ്കിലും വീട്ടിൽ നടക്കുമോ? ബെഡ്റൂമിൽ കയറാൻ പറ്റും. ബെഡ്റൂമിൽ പോയിട്ട് വീട്ടിൽ കയറ്റും. കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ല. ഇവര് കല്യാണം എന്ന് പറഞ്ഞാൽ അപ്പോഴും മതവും ജാതിയൊക്കെ നോക്കുന്ന ഇടപാടാണ് നമ്മളിവിടെ ഉള്ളത്. ഇവിടെ ജാതി, മതം, പിന്നെ ജോലി, വീട്, പാരമ്പര്യം, ഇത് വെച്ചിട്ടാണ് ഇവരെല്ലാം ഇങ്ങനെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവന്മാരെല്ലാം ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോസസ്സ് മാത്രം, അല്ലാതെ കൂടുതൽ സംഭവിക്കാനില്ല. അതിനിടെ ജാതി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ പ്രേമിച്ചിടക്കുന്ന സമയത്ത് കല്യാണം ഒന്നും കഴിക്കണ്ടെന്നേ.
എന്തിനീ കല്യാണം കഴിക്കും? ജാതിയും മതമൊക്കെ നോക്കി അവരവിടെ ഇരുന്നോട്ടെ. കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടിയിലോട്ടൊക്കെ കടക്കണതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ കുറച്ച് പക്വത. ഇപ്പോൾ ഒരു 32 വയസ്സ് 34 ആയിട്ട് കെട്ടിയാൽ മതി. ഇവർ നേരത്തെ കെട്ടിക്കൊണ്ടിരുന്നത് പണ്ട് ആയുസ് കുറവായത് കൊണ്ടാണ്. ഇപ്പോൾ 10-75 വയസ്സ് 80 വയസ്സൊക്കെ വരെ ഒരുത്തൻ ജീവിച്ചിരിക്കും. അതും അത്യാവശ്യം ഹെൽത്തി ആയിട്ട് 50-55 വരെ പോകുന്നുണ്ട്. നേരത്തെ 50 വയസ്സ് വരെയൊക്കെ ഉള്ളൂ ഒരുത്തൻ്റെ പ്രായം. അവിടെ വരുമ്പോൾ പലരും അടിച്ചു പോകും. അതുകൊണ്ട് എന്താ 20-25 മുന്നേ കെട്ടണം. കെട്ടിയില്ലെങ്കിൽ ഇവൻ നേരത്തെ അടിച്ചു പോകും. ചിലപ്പോൾ 40-45 തട്ടിപ്പോവും. അത് മാറിയിട്ട് വെറും 50 അല്ലെ 100 വർഷമായി കാണത്തുള്ളൂ. 100 വർഷം ആയിട്ടില്ല പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായിട്ടില്ല ഇവർക്ക്. അതുകൊണ്ട് ഇവർ നേരത്തെ കെട്ടുന്നത്. എന്നിട്ട് ഒരു സ്റ്റേബിൾ വല്ല ഒന്നുമല്ല, എന്തോ പൊട്ടത്തിലൊക്കെ കാണിച്ച് അങ്ങനെയൊന്നും ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഈ വന്ന കാലത്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ഭയങ്കര പ്രശ്നത്തിലായി. കല്യാണമൊക്കെ കഴിച്ചിട്ട് കൊച്ചുണ്ടാവും. കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന ഒരു സ്ത്രീക്ക് വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവും. ചിലപ്പോൾ അവർ ഓക്കെ ആയിരിക്കും. ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ ഇപ്പുറത്ത് സാമ്പത്തിക പ്രതിസന്ധി വരും. നേരത്തെ കാലത്തെ ഈ പെണ്ണിനും പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ആണിനും വലിയ പണിയൊന്നുമില്ല. പണിയെന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് പണികളും കുറച്ച് അറിവുകളും കുറച്ച് പഠനവും മതി. പക്ഷെ ഇപ്പം നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ 25-ാമത്തെ വയസ്സിൽ കെട്ടി കൊച്ചുണ്ടായാൽ ഒരാളുടെ ഒരു 4-5-6 വയസ്സങ്ങ് പോകും. അതായത് പെണ്ണിൻ്റെ 25-ാം തീയതി പ്രസവിച്ച ഒരു 31-32 വയസ്സ് വരെയൊക്കെ അനങ്ങാൻ പറ്റത്തില്ല. അവിടെ കരിയർ പോയി. അതേസമയം 32 അല്ലെ 35 ആയെന്ന് വിചാരിക്കും. അപ്പോഴത്തേനും ഇവിടെ കരിയറിലൊരു സ്റ്റേജിലെത്തി. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു അടുത്തൊരു 6 വർഷം വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം കൊച്ചുണ്ടായി കഴിഞ്ഞാൽ ഒരാളെ ജോലിക്ക് നിർത്താനോ അല്ല അങ്ങനത്തെ ആളുകളുണ്ടല്ലോ. എല്ലാവർക്കും പഠിച്ചു മിടുക്കരാവണം, പല പരിപാടികളുണ്ട്. അതൊരു വേറെ പ്രൊഫഷൻ തന്നെ നടക്കുന്നുണ്ട്. അത് കുറച്ചൊരു പ്രൊഫഷണലായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യണം. അപ്പം എന്താ, ഇവരുടെ പണി നടക്കും, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. എല്ലാവരും കുട്ടികളെ വളർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേരൻസിൻ്റെ തലയിൽ നിന്നുള്ള തീട്ടമൊന്നും എടുത്ത് കൊച്ചിൻ്റെ തലയിൽ വെക്കാതെ സ്റ്റേറ്റ് വേണം ഈ സാധനം കൈകാര്യം ചെയ്ത്. നിങ്ങളെ ഹോസ്റ്റൽ നിർത്തിയാൽ പോലും കുഴപ്പമില്ല. വല്ലപ്പോഴും ചെന്ന് കണ്ടാൽ പോരെ. ഇവർ കൂടെ കളിക്കാനൊക്കെ ഇരുന്നാൽ പോരെ. പഠിപ്പിക്കുന്ന മുഴുവനും ഗവൺമെൻറ് ആയിരിക്കണം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് വരും. ഇവിടെ അതൊന്നും നടക്കത്തില്ലല്ലോ. ഇവിടെ ആദ്യം പഠിപ്പിക്കുന്ന മതമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ പേരൻസാണ് പ്രശ്നം. ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ഇതിന് റെസ്ട്രിക്ട് ചെയ്യുന്ന പേരൻസാണ് പലരുടെയും. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഫ്രീഡം കൊടുക്കത്തില്ല. പകരം അവർ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. കല്യാണം കഴിപ്പിക്കണം, ഇതാക്കണം, മറ്റാക്കണം, മറിച്ചാക്കണം. എന്നിട്ട് എന്താ, ഒരു ബോയ് ഫ്രണ്ട് ഒരു ഗേൾ ഫ്രണ്ട് കൂടെ പുറത്ത് കണ്ടാൽ പ്രശ്നം. അവിടെയൊക്കെ ആണെങ്കിൽ എന്നാ ഇത് നടന്നുകൊണ്ടിരുന്നത് അറിയോ? ഇപ്പോൾ ഒന്നുമല്ല, ഒരു 50 വർഷം മുമ്പ് തൊട്ടേ അവിടെ ഒരു ചെറുക്കൻ പെണ്ണും അവരുടെ വീട്ടിൽ കയറി ചെന്നാൽ പിന്നെ വേറെ കാര്യമുണ്ട്. അവരുടെ അപ്പനും അമ്മയും ഈ പറഞ്ഞ പോലത്തെ അപ്പനും അമ്മയും ആയിരിക്കത്തില്ല. അവരും പാർട്ട്നേഴ്സ് ആയിരിക്കും. ചെറുക്കൻ്റെ അമ്മയെന്ന് പറയുന്നതിൻ്റെ 3ാമത്തെ പാർട്ട്ണറോട് ആയിരിക്കും ചെറുക്കനും ഈ എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നു പറയുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ അതും പറ്റത്തില്ലല്ലോ. ഇവിടെ അമ്മയെ പറ്റി എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ വിഷയം. അപ്പൻ എത്ര വേണേലും ആവാം. അപ്പം കോഴിയാന്ന് പറയുന്നത് പിള്ളേർക്ക് അഭിമാനമാണ്. പക്ഷെ അമ്മ അങ്ങനെ ഒരു കോഴിയായാൽ അത് വലിയ പ്രശ്നമാവും. ഇവിടെ അത് പിള്ളേർക്ക് മക്കൾക്ക് പ്രശ്നമാവും, കുടുംബത്തിന് എല്ലാം പ്രശ്നമാവും. പക്ഷെ അവിടെ അതില്ല, കോഴിയില്ല. അവിടെ കോഴി പരിപാടിയൊക്കെ ഏതോ കാലത്ത് അവർ നിർത്തി. അത് ആ വാക്കൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഫ്രീഡം ഉണ്ട്. അവിടുത്തെ പിള്ളേർ ഇതുപോലെ കുഴപ്പമില്ലാതെ പോകുന്നതുകൊണ്ട് അവർക്ക് എന്താ, ഈ ഫ്രസ്ട്രേഷൻ ഇല്ല, പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അവർ കുറച്ചുകൂടി എന്താ പറയുക, മുന്നോട്ട് പോകും തോറും നമ്മളെയൊക്കെ മെച്ചപ്പെട്ട കുറേ ഇൻഡിവിജ്വൽസ് ആവും. അവരുടെ സൊസൈറ്റി ബെറ്റർ ആവും. അലമ്പ് കുറഞ്ഞിരിക്കും, അടിയും പിടിയും ബഹളമൊക്കെ കുറഞ്ഞിരിക്കും. പിന്നെ അവർ കല്യാണം കഴിക്കുന്ന പ്രായം ഇതെല്ലാം കഴിഞ്ഞിട്ടായതുകൊണ്ട് ഫാമിലിയും അവർ നല്ലപോലെ നോക്കും. പക്ഷേ വേറെ കാര്യം, പ്രസവിക്കുന്ന പ്രായം എന്ന് പറയുന്നത് പെണ്ണിനൊരു 30 മുമ്പ് പ്രസവിക്കുന്ന നല്ലതാണെന്നും പറയുന്നുണ്ട്. ഹെൽത്തി കിഡ്സ്. അതുകൊണ്ട് വേണമെങ്കിൽ ഓക്കെ, കൊച്ചുങ്ങളെയൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലല്ല അത്രയും ഫിനാൻഷ്യലി സ്റ്റേബിളൊക്കെയാണ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ലെങ്കിൽ ഒരു 30 ആകുമ്പോൾ തന്നെ 30 വരെ ആയിക്കോട്ടെ. 30 വരെ ആണല്ലോ. ഒരു 25 പഠനം കഴിഞ്ഞാൽ ഒരു 3 വർഷം കൊണ്ട് ജോലിയൊക്കെ ചെയ്യുന്നത് സെറ്റായി അവരെ ജോലി എൻവയൺമെൻറ്റൊക്കെ പഠിച്ച് ഇതിനിടയിൽ ഈ പറഞ്ഞ കൊച്ചിനും അവനും സാലറി ആയി കഴിഞ്ഞാൽ നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ലീവ് എടുത്തിട്ട് കൊച്ചിനെ കൊണ്ടൊന്ന് ഇങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. കാരണം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ. അവിടെ ഈ ചെറുക്കനും പെണ്ണും മാത്രമേ ഉള്ളൂ, അല്ല ഇത്രയും ഫാമിലി ഒന്നും ഇല്ല കൊച്ചുങ്ങളൊക്കെ. എന്നിട്ട് ഈ പരിപാടി എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. മാസം ഇവിടെ ഒരു എന്താ പറയണത്, ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ മനുഷ്യരുടെ നല്ല രീതിയിൽ സാലറി കിട്ടുന്നവരെ പ്രസവിക്കാവും. അത് ശരിയാ. ഒരു മിനിമം ഒരു 1 lakh എങ്കിലും ഒരു മാസം 1 lakh 2 പേർക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 പേരൂടെ ഉണ്ടാക്കിയാൽ മതി. ഒരു 1 lakh ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറച്ച് കൂളായി, വലിയ കുഴപ്പമുണ്ടാവും. ഒരു കാറും പറ്റിയാൽ മേടിക്കും. എല്ലാം ഇവിടെ നിൽക്കരുത് ഇതിന്.
അല്ല അത് ഭയങ്കര ദുരന്തമാണ്, കഷ്ടപ്പാടാ. എന്തിനീ ഒരു സ്കൂട്ടറെ കയറി 4 പേരും നേരെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തിട്ടില്ല, മുന്നിലൊക്കെ നേരെ ബൈക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുക. പാകിസ്ഥാനിലും മറ്റേ ബംഗ്ലാദേശിലൊക്കെ കാണുന്ന കാഴ്ച അത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ലായിരിക്കും. എല്ലാം കെട്ടണ്ട, എല്ലാം കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒന്നും നേടാനൊന്നുമില്ല ഇന്ത്യയിൽ. കാരണം 140 കോടി ജനം, ഇന്ത്യ പോപ്പുലേഷൻ നമ്പർ 1. അവിടെ ഇനി പിള്ളേരുണ്ടാക്കുന്ന വലിയ മെച്ചമൊന്നും ഇല്ല. ഏത് പട്ടി ഇവിടെ പ്രസവിക്കുന്നുണ്ട്, പൂച്ചയും പ്രസവിക്കുന്ന പോലെ ഓരോ മനുഷ്യനും പ്രസവിച്ചെന്നേ ഉള്ളൂ. കൊച്ചുങ്ങളെ നോക്കാൻ അറിയത്തില്ല, വളർത്താൻ അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ഈ നശിച്ച സമൂഹത്തിൽ ഇതുങ്ങളെല്ലാം കൂടെ പിടിച്ചു കയറി ബലാത്സംഗം, മോഷണം, MDMA, കൊലപാതകം, ഇതേ നടക്കാനുള്ളൂ. പിന്നെ പോലീസുകാരും ആവും. തൃശ്ശൂര് അവന്മാരെ കോമഡിയാണോ? തൃശ്ശൂര് 2 കൊച്ചു പിള്ളേര് ആരുടെ കുത്തിക്കൊന്നു മനസ്സിലായോ? എവിടെയായാലും കൊച്ചുപിള്ളേരെ കൊന്നു തുടങ്ങി. അമേരിക്കയിലാണ് ഇത്ര നാളും പേര് ദോഷം. ഒരു തോക്കെടുത്തുകൊണ്ട് വന്ന് പിള്ളേർ വെടി വെക്കുന്ന രാജ്യമല്ലേ എന്നൊക്കെ പറയുക. ഇനിയിപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതും ഡ്രഗ്സാന്നൊക്കെ പറയുന്നു. ആ ഡ്രഗ്സ് അവർ കണ്ടുപിടിച്ചിട്ടില്ല. ആ ഡ്രഗ്സ് ഇവർക്ക് കിട്ടിയിട്ടില്ല. അതെന്ത് ഡ്രഗാന്നുള്ളൂ അവരടിച്ചപ്പോഴും കണ്ടെത്താൻ പറ്റിയില്ല. ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ന്യൂസ് പോലെ വന്നായിരുന്നു? അത് എന്തോ അടിച്ചേക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ലല്ലോ. എന്തേലും അടിച്ചാലും കൊലപാതകം. ഇനി അടിച്ചതിന്റെ കാരണം കൊണ്ടാണോ കൊലപാതകം? അടിക്കണം, വല്ല കള്ള് കുടിച്ചാലും മതി. കള്ളും കുടിക്കണ്ടല്ലോ, കൊല ചെയ്യുന്നവരല്ലേ. ഇപ്പൊ ജോളി എന്തോ അടിച്ചിട്ട്, ശരിയാണ്. അല്ല മറ്റേ ആ ഗ്രീഷ്മ എന്തോ അടിച്ചിട്ടാ ഇത്ര സ്ലോ പോയിസൺ ചെയ്തൊരു ചെറുക്കനെ കൊന്നത്? കഞ്ചാവാണോ, MDMA ആണോ? ഒന്നുമല്ല. കേതലോ? കേതലെന്തോന്നറിയത്തില്ല. എനിക്ക് ഡൗട്ടാണ് അതെന്ത് സാധനം. അടിച്ചിട്ടാണ് സാധ്യത കുറവാ. അവൻ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും മെന്റൽ ഡിസോർഡർ ഉള്ള സീരിയൽ കില്ലർമാരുടെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെ പഴയ സീരിയൽ കില്ലേഴ്സിനൊക്കെ എടുത്തു നോക്കുക, അവരൊക്കെ കഞ്ചാവാണോ? മയിലൊക്കെ കുറച്ച് പ്രശ്നമാണ്. അവൻ ഭയങ്കര ഒരു ഗോവിന്ദചാമി എന്തുവാന്ന്. എത്ര ആൾക്കാരുണ്ട് നമ്മുടെ ലിസ്റ്റിൽ ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകം ചെയ്യുന്നവരോ? എത്രയോ കൊലപാതകം നടന്നിരിക്കുന്നു. ഈ 52 വെട്ടെന്നൊക്കെ പറഞ്ഞ സംഭവം നടന്നിട്ടുണ്ട്. ഇവന്മാർ ഈ പറഞ്ഞ പല പരിപാടിയും നടന്നേക്കുന്നിടത്തൊന്നും ഡ്രഗ്സ് ഇൻവോൾവ് അല്ല. പൊളിറ്റിക്സ് ഇതിൽ കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, മതം ഇതിൽ കൂടുതൽ ആൾക്കാരെ കൊണ്ടിട്ടുണ്ട്. ചാക്കോമാഷിനെ കൈവെട്ടിയവൻ എന്തോ അടിച്ചിട്ടാ വന്നേ? അവന്മാരടിക്കുമല്ലോ? ഇല്ലല്ലോ. അവന്മാർ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഒരിഞ്ഞ് ബോംബ് പൊട്ടിക്കോ കുറെ സ്ഥലത്ത്, ബോംബ് വെട്ടിക്കൊണ്ട് വന്നിട്ടൊക്കെ. ജോസഫ് മാഷ, ചാക്കോമാഷിന്റെ കൈ വെട്ടിയത് ആട് തോമയാണല്ലോ. അത് ചുപ്പയുടെ കൈയെ വെട്ടിയുള്ളൂ. എന്നാലേ ഇതൊക്കെയാണ് അടിച്ചിട്ട് ചെയ്തതാണ്. അപ്പം ഇതുപോലെ ഒരാൾ കൊലപാതകം നടത്തുമ്പോൾ ആ പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ കള്ളു പിടിച്ചിട്ടുണ്ടെങ്കിൽ കള്ളിൻ്റെ വണ്ടയ്ക്ക് വെക്കണ്ട. അതുപോലെ തന്നെ അവിടെ കൊല നടക്കുന്നതിന് മുമ്പ് ഇവൻ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്, അത് കഞ്ചാവിൻ്റെ വണ്ടയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. കാരണം അപ്പോഴും കൊല നടന്നതിൻ്റെ കാരണം അവിടെ ഇല്ലാണ്ടാവുക. ഇത് വേറൊരു മരുന്നിൻ്റെ വണ്ടയ്ക്ക് ഡ്രഗ്സും കള്ളും ഒക്കെ സാധ്യത ഉണ്ടാകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ആക്സിഡൻസിലുണ്ട്. പിന്നെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അഗ്രസീവായിട്ടുള്ള ആൾക്കാർ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അഗ്രഷൻ കുറച്ച് കൂടുമെന്നുണ്ട്. പക്ഷെ ഇവനാ കുടിക്കുന്നത് ഇത് കൂട്ടാനാ. മനസ്സിലായത് എനിക്ക്. ഇപ്പൊ നമുക്കറിയാവുന്ന ചില ആൾക്കാർ ചില രീതിയിൽ അങ്ങ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കുടിക്കുക. അവനത് ചെയ്യണമെന്നാ ഉള്ളത്. മനസ്സിലായി. ഇവർക്ക് ഒരു പെണ്ണിനെ മുട്ടാൻ പോകുന്നില്ല, അടിക്കണം പിടിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ 2 അടിച്ചിട്ട് ചെന്നാൽ പറ്റും. അല്ലെങ്കിൽ നോർമലി അത്രയും പറ്റത്തില്ല. എന്നാലും പുള്ളി അതിനേക്ക് എത്തണം എങ്ങനെയും. അതിന് അവൻ എന്തെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇത് സപ്പോർട്ട് കണ്ടെത്തലാണത് അല്ലേ? എന്തായി? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെയൊക്കെയുള്ള മനുഷ്യന്മാരിങ്ങനെ പല രീതിയിൽ ഇടപെടുന്നത്, മരുന്നടിച്ചിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡ്രഗ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും രീതിയിൽ പെരുമാറും. ഞാൻ ഈ കഞ്ചാവെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ അങ്ങനെ ഭയങ്കര റൂഡായിട്ടൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. താൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് കൊലപാതകം ചെയ്യാൻ സാധ്യതയുണ്ട്. ആണോ? സാധ്യത അങ്ങനത്തെ ഒരുത്തനാണേ. നമ്മളിപ്പോ ഒരു 10 പേരടിക്കുക, അതായത് ഒരുത്തന പെട്ടെന്ന് ട്വിസ്റ്റ് ആവുക. അവന്റെ വിചാരം ഇവിടെ ഇരിക്കുന്നവരല്ലേ ഇവനെ കൊല്ലാൻ പോവാന്നൊക്കെയാ. അവൻ അങ്ങനത്തെ ഒരു ഇതിലോട്ടാണ് വരുന്നത്. അല്ലാതെ വേറെ ആ സാധനം ഉണ്ട്. ഫ്ലിപ്പായിട്ട് അവൻ നേരത്തെ തന്നെ എന്തോ പേടിയുള്ള ഒരാളായിരിക്കും. അല്ലാതെ അവിടെ ഇരുന്ന് ബാക്കി 5 പേർക്ക് ഈ പ്രശ്നമില്ല. അതും ഓവർഡോസിലാണ് വരുന്നത് കഞ്ചാവിന്റെ. പിന്നെ ഈ ഓവർഡോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം. തനിക്കിപ്പോൾ 2 പുക അടിച്ചാൽ വേണേൽ ചുമ്മാ നടക്കാം. പക്ഷേ അത് 10 പുകയായാൽ നടക്കാൻ പറ്റാതെ ഇരുന്ന് പോകുന്നൊരു സിറ്റുവേഷനല്ലേ. അതായത് 100 മൈൽ സ്പീഡിൽ പോകുന്നതിനടുത്ത് നമ്മൾ 220, 140 വരെ ഓടിച്ച്, പക്ഷേ 200, 250 വരെ ഇത് പോവാം. ഇത് 500 കയറത്തുള്ള കാര്യം അടിക്കുന്നവർക്കറിയാം. അടിച്ച് ശീലമുള്ളവർക്ക് ഒരിക്കലും ഓവർഡോസ് ഇല്ല. പക്ഷേ തുടക്കക്കാർക്ക് ഇത് മനസ്സിലാകത്തൊന്നുമില്ല. ഇത് എത്ര km/h ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ കഞ്ചാവിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. കഞ്ചാവ് കള്ളു കുടിക്കുന്ന പോലെ ആദ്യത്തെ അടിക്ക് എല്ലാവർക്കും കിക്ക് മനസ്സിലാവത്തില്ല.
അത് കണക്ട് ആവില്ല. എന്താ പരിപാടി? പലരും ആദ്യം അടിച്ചവർ കിക്കായില്ലെന്ന് പറയും. ഞാൻ കോയമ്പത്തൂര് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ അടിയുണ്ട്. അപ്പോൾ അടിച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ അടിച്ചിട്ട് ബൈക്ക് ഓടിച്ചിങ്ങനെ പോവാ. ബൈക്ക് ഓടിച്ചൊരു കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ബൈക്കിന് ഓടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ ബൈക്ക് നിർത്തി. അതെനിക്ക് കൈ എടുക്കാനാ തോന്നുന്നത്. ഈ ഹാൻഡിലിൽ നിന്ന് എനിക്ക് കൈ എടുക്കാനാ തോന്നുന്നത്. അങ്ങനത്തെ ഒരു തോന്നൽ തോന്നും. അതോടുകൂടി എന്ത് സാധനം അടിച്ചാലും വണ്ടി എടുത്ത് ഓടിക്കരുത്. വണ്ടി ഓടിക്കാൻ പാടില്ല. പുറത്തിറങ്ങി മാക്സിമം നടക്കാതിരിക്കാൻ നോക്കുക. എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരുന്ന് അടിക്കുന്നവർ അടിക്കുക. വല്ല മ്യൂസിക്കോ സിനിമയോ സിനിമ കാണാൻ പോവാണെങ്കിൽ യൂബർ വിളിച്ച് പോക്കണം. സിനിമ കാണാൻ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, മ്യൂസിക് കുഴപ്പമില്ല. അഗ്രഷൻ ഉണ്ടെന്ന് തോന്നി അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഡിപ്രഷൻ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടായിട്ട് സാഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ അടിച്ചിട്ട് ഒരു മെച്ചം ഉണ്ടാകാൻ പോകുന്നില്ല. കൂടുതൽ ഇത് സാഡ്നെസ് കൂട്ടും. അത് കള്ളു പിടിച്ചാലും ഉണ്ട്, കഞ്ചാവ് അടിച്ചാലും ഉണ്ട്. കാരണം നിങ്ങളുടെ മൂഡ് എന്താണോ അതിനെപ്പറ്റി ആയിരിക്കും തോട്ട്സ് കൂടുതൽ വരുന്നത്. അത് പേടിയുള്ള അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. പേടിയുള്ളവർക്ക് പേടി അങ്ങ് എൻഹാൻസ് ചെയ്തു. എൻഹാൻസ് ചെയ്യുന്ന പോലെയാണ് കഞ്ചാവും കള്ളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ദേഷ്യം വന്നിരിക്കുവാണ്, ഒരു അടി ഉണ്ടാക്കാൻ നേരത്ത് പലരും പോയി രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അത് ശരിയാ, അങ്ങനെയാണ് അതുണ്ടാകുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം പറഞ്ഞു വരുന്നത് ഞാൻ മദ്യലഹരിയിലായിരുന്നു എന്നൊരു എക്സ്ക്യൂസ്. അതിവിടെ എക്സ്ക്യൂസ് ആയിട്ട് തന്നെ നിയമപരമായിട്ട് അവര് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്. ഡ്രഗ്സിന്റെ കുഴപ്പമാണെന്നാ പറയുന്നത്. ഇവിടെ ഏത് മരുന്ന് അടിച്ചാലും കൊള്ളാം, ഇത് ചെയ്യേണ്ടവർക്ക് അല്ലാത്തവർക്ക് പറ്റത്തില്ല. എല്ലാം ചെയ്യാൻ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുമായിരിക്കും. അത് എനിക്കിപ്പോൾ എന്തിനും ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പച്ചയ്ക്ക് ചെയ്യാനേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ല എന്തിനടിച്ചു പോയാൽ നമ്മൾക്ക് കണക്കൂട്ട് തെറ്റും. അതുകൊണ്ട് അതിന് നിൽക്കരുത്. അടിച്ചിട്ടുള്ളപ്പോൾ ഒന്നും എനിക്കിങ്ങനൊന്നും വന്നിട്ടേ ഇല്ല. എനിക്ക് കുറച്ച് സഹാനുഭൂതി കൂടി, കോമഡി കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു. അടുത്തിരുന്നവർ മൊത്തം ചിരിച്ച് മരിച്ചു. അടിച്ചുകൊണ്ടിരിക്കുന്നവർ ചിരിച്ച് ചാകും, ചിലർ വീഴും. അതൊക്കെയാണ് എനിക്കുണ്ടായ അനുഭവം. പുറത്തിറങ്ങിയാലും ആൾക്കാരുടെ ഇടപെടുമ്പോഴത്തെ എല്ലാവരും ചിരിക്കുക. പക്ഷെ കള്ളുകൂടി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വള്ളി പിടിച്ചിട്ടുണ്ട്, മനസ്സിലായ, സ്പീഡിൽ ബൈക്ക് ഓടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അല്ലാത്ത ഒരടിക്കകത്തും ഒരു തരത്തിലും പിന്നെ അഗ്രഷൻ ഉണ്ടായിട്ടില്ല, ആങ്കർ ഉണ്ടായിട്ടില്ല. ഫൺ ആൻഡ് ലവ്, കോങ്കർ ദ വേൾഡ് വിത്ത് കഞ്ചാവ് ആൻഡ് MDMA. സ്നൂപ് ഡോഗിന്റെ ഒരു വീഡിയോ, സ്നൂപ് ഡോഗ് സ്റ്റേജിലൊക്കെ ഇരുന്ന് തന്നെ റോൾ ചെയ്ത് വലിക്കുക. ഇതൊക്കെ കണ്ടിട്ട് ഈ പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോഴാണ് അവരത്തും കഞ്ചാവ് പിടിച്ചെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചേക്കുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥൻ, 10ാം തീയതിയുടെ എന്തോ എക്സൈസ് ഉദ്യോഗസ്ഥനാണ്. ഞാനൊക്കെ എക്സൈസ് ഉദ്യോഗസ്ഥരാണ്, ഒരു പോലീസുകാരനാണോ അത് പറ. കഞ്ചാവ് ഭയങ്കര ഡീസന്റ് പരിപാടിയാണ്. ഇവിടെ ബോംബറിലേക്ക് പണ്ട് സ്റ്റേജ് ആയിരുന്നു വലിക്കുന്ന സാധനം. ഇതൊക്കെ ജിം മോറിസൺ എന്തോ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഈ തവണത്തെ ന്യൂ ഇയറിന്റെ മദ്യം ഏറ്റവും വലിയ റെക്കോർഡാണ്. അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലാവുന്നത് ഇനി ചിലപ്പോൾ ഗവൺമെന്റ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ട സിന്തറ്റിക് ഒക്കെ അടിച്ചിട്ട് പിള്ളേർ കള്ളും കുടിക്കുന്നുണ്ട്. അല്ല, കള്ളുകൂടി കുറഞ്ഞിട്ടുണ്ട്. അല്ല, കള്ളുകൂടി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത്ര കച്ചവടം നടക്കില്ലല്ലോ. അത് ന്യൂ ഇയറിനല്ലേ. എന്നാലും വാങ്ങിച്ചിട്ടുണ്ട് ഇവന്മാര് അടിയുണ്ട്, കള്ളുകൂടി ഉണ്ട്. കള്ളുകൂടി കുറഞ്ഞിട്ടുണ്ട് ആൾക്കാർക്ക് ഇത് വന്നേ പിന്നെ. ആണോ? ആ, അറിയില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനത്തിന് മനസ്സിലായിട്ടില്ല. സോഫ്റ്റ് ഡ്രഗ്സ് ഏതാണ്, ഹാർഡ് ഡ്രഗ്സ് ഏതാണ്. ഈ കഞ്ചാവൊക്കെ വെറും റിക്രിയേഷണൽ ഡ്രഗാണ്, വലിയ ആന സംഭവമൊന്നും അല്ല ഇത്. ലോകത്ത് എവിടെ അത്ര വലിയ ആന സംഭവമായിട്ട് ആരും കണ്ടിട്ടില്ല. ഇവിടെ ഇല്ല, ഇന്ത്യയിലില്ല. ഗുജറാത്തിലൊക്കെ പോയവര് വെറുതെ കടയിൽ നിന്ന് മേടിച്ച് കുടിക്കുക ബാങ്കൊക്കെ രാവിലെ ചെയ്തിട്ട്. അവിടെ നമ്മുടെ കുറച്ച് ടീം പോയി, എല്ലാം കള്ളുടിയന്മാരാ. ചെന്നൈ ഇത് കുടിച്ചിട്ടൊന്നും ഇവർക്കൊന്നും ആകുന്നില്ല. പിറ്റേ ദിവസമായപ്പോൾ ചെന്നപ്പോൾ അയാൾ ഞെട്ടുക. നിങ്ങൾ 4 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂന്നാ പുള്ളി വിചാരിച്ചു. ഇമാര് പിറ്റേ ദിവസം രാവിലെ അതും അടിച്ചോണ്ടാ ചെല്ലുന്നത്, അടിച്ച് സെറ്റായിട്ടാ ചെല്ലുന്നത്. കുറച്ചുകൂടി എടുത്ത്, കാരണം ഇവർക്ക് ഇത് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഒരു ഇതുണ്ടല്ലോ. ഇവിടെ ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ ഇത് തന്നെയാണ്. ഇതേപോലെ ഒന്നും നോക്കുമ്പോൾ എന്തോ കടയിലെല്ലാം സാധനം കിട്ടും. അപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു മലയാളികളെ കാണുന്നുണ്ട്. അപ്പോൾ അവന്മാർ പറയുന്നത് കേൾക്കണ, ഇവിടെയൊക്കെ വന്നാൽ ഈ സാധനം നല്ലത് കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെയാണ് അത്രയും പന്ന സാധനമാണ് കിട്ടുന്നത്. എനിക്ക് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് അടിക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. നേരത്തെയാണ് എനിക്ക് അടിക്കാതെ ഇതൊക്കെ പോയാൽ അന്നേ പോകേണ്ടതാണ്. അപ്പോൾ ലേറ്റ് ആകരുത്. നിങ്ങൾ വേണമെങ്കിൽ പെട്ടായി പോക്കൂ. സെക്സ് ആൻഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ കഞ്ചാവ് കിട്ടത്തുള്ളൂ.
അല്ലാതെ വേറെ ഈ പറഞ്ഞ പോലെ ഒക്കേനും ബ്രൗൺ ഷുഗറിന് അടിക്കാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. MDMA കിട്ടുമായിരിക്കും വല്ല ഈ ബ്ലാക്ക് മാർക്കറ്റ് വല്ലതും അവിടുത്തെ ഈ പുഷേഴ്സിനെ വല്ലതും കാണുമായിരിക്കും. അവിടെ ചെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പബ്ബിൽ നിന്ന് വല്ലതും കിട്ടുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് അത് ഞാൻ അന്വേഷിച്ചില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രത്യേകിച്ച് അവിടെ ചെന്നാൽ അതുകൊണ്ടുമല്ല. അത് വേറൊരു ആവശ്യമുള്ളതുകൊണ്ട് പോയത്, കുറച്ച് കാര്യങ്ങളുണ്ടാകുന്നതുകൊണ്ട് പോയത്, അല്ലാതെ ഈ തിരുമാനും അല്ല പോയത്, അടിക്കാനും അല്ല പോയത്. തിരുമിയിട്ട് താനീ മറ്റേ ഇത് മേടിക്കുന്ന പരിപാടി ഉണ്ടോ? തിരുമാൻ വന്നവളുടെ കഴുത്തി കിടക്കുന്ന സാധനം. തിരുമാനൊന്നും പോയില്ലടേ. അല്ല അങ്ങനെ എനിക്കത് പ്രത്യേകതകളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഈ കഴിഞ്ഞ ദിവസം കുറെ ഈ പറഞ്ഞ ആളുകൾ പോയിട്ടുണ്ട്, വട്ടായി പോയിട്ട് അവിടെ നിന്ന് വീഡിയോ ഇടുക. അവിടെ തിരുമാൻ വന്ന പെണ്ണിന് നാണക്കേടാ. ആ സ്ഥലത്ത് ക്യാമറ ഓണാക്കി നടക്കുന്നതിന് ഒരു നാണക്കേട് പോലെ എനിക്ക് തോന്നി. ഞാൻ പക്ഷെ വീഡിയോ എടുത്ത എല്ലാം വേറെ. എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ആൾക്കാരുള്ളിടത്തും ആൾക്കാരുടെ എടുക്കുമ്പോഴിടും ആൾക്കാർക്ക് ദേഷ്യമിടും. അവിടെ ഉള്ളവര് മാറും, മുഖം മറയ്ക്കുകയൊക്കെ ചെയ്യും. കാരണം ചിലരൊക്കെ ചിലപ്പോൾ മുങ്ങി വന്നവർ ഇന്ത്യക്കാരായിരിക്കാം, ചിലപ്പോൾ വേറെ ആയിരിക്കാം, എന്തോ താല്പര്യമില്ല അവർക്ക്. ഇതൊന്നാമത് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ ഒക്കെ നടക്കുമ്പോൾ ക്യാമറ ഓണാക്കി ബംഗാളികളെ പോലെ കുറച്ച് ഇത്ര ഇറക്കമുള്ള നിക്കറൊക്കെ ഇട്ട് ടീമുകളില്ലേ, കയ്യിലൊക്കെ ചടൊക്കെ എടുത്ത് നോർത്ത് ഇന്ത്യൻസ് തമ്മായി വെറും വിവരം കെട്ടവന്മാർ വന്നിട്ട് ഇങ്ങനെ നടക്കുക, ഇതൊക്കെ ഇങ്ങനെ കാണിക്കുക. ഒരു പ്രാവശ്യം എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ സെൽഫി എടുക്കാൻ നേരത്തെ തൊട്ടപ്പുറത്ത് സാഹിബ് പറഞ്ഞു മാറ്റാൻ പറഞ്ഞു. അവരതുപോലും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഈ മണ്ടന്മാര് പോയാൽ അവരവിടെ നടന്ന എല്ലാം എടുക്കും. ഒരു നാട ഉളപ്പം വേണ്ട. ഇവര് ഈ പോക്കാണ് പട്ടായയിലോട്ടൊക്കെ പോണെങ്കിലേ കുറച്ചുകൂടെ കഴിയുമ്പോ അവിടെ ഗണേശോത്സവം അത് നടക്കത്തില്ല. അവിടെ അതിൽ കൂടുതൽ ആഘോഷമുണ്ട്. ഉണ്ടോ? അവിടെ കിടിലിന് ആഘോഷം. അവിടെ അവന്മാര് വേറെ രാജാവൊക്കെ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് അത് നടക്കത്തില്ല. അവിടെ എല്ലാ പരിപാടിയും അവിടെ ഉണ്ട്. ഈ ബ്രിട്ടീഷുകാരൊക്കെ UK-ക്കാരും അവിടെ ഉണ്ട്. അമേരിക്കൻസും ഒക്കെ ആദ്യം ഇവരിങ്ങനെ കാണിക്കണപ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിടോ. നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് എന്തൊട്ട് പരിപാടിയൊക്കെ കാണിക്കണം, അവരുടെ എന്തോ പാവങ്ങള് എന്ന് വിചാരിച്ചു ഇവര് ഭയങ്കര ക്യൂട്ടായിട്ട് ഇവര്. അല്ല, ഇവര് വേറെ കാര്യമുണ്ട്, ഭയങ്കര മര്യാദയാണല്ലോ യൂറോപ്യൻസിന്. അവർക്ക് ഈ മറ്റേ ഇപ്പത്തെ യൂറോപ്യൻ തനി തറകളും കൂതറകളും വന്നേക്കുന്നതെന്ന് അവര് വലിയ ഹ്യൂമൻ റൈറ്റ്സും മറ്റേതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. അപ്പോഴാണ് ഇവിടെ നിന്ന് കുറെ ആൾക്കാർ ചെന്നപ്പോൾ അവര് വെൽക്കം ചെയ്തു, ഓക്കെ എന്റർടൈൻ ചെയ്തു, നടക്കട്ടെ. ഇപ്പൊ റോഡിലൊക്കെ ഇറങ്ങി അവിടെ എല്ലാം വേസ്റ്റ് വാരി ഇടുന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു കമന്റ്സാ വരുന്നത്. വേസ്റ്റ് വാരി ഇടുന്നു, പെരുമ്പാവൂരാക്കി മാറ്റി. പെരുമ്പാവൂര് വരെയാണോ ന്യൂയോർക്ക് സിറ്റി വീട്ടിലൊക്കെ ആൾക്കാർ ഇരുന്നിട്ട് അതുകൊണ്ട് അത് പോരാത്തതിന് ഈ കഴിഞ്ഞ ദിവസം ഡാൻസ് വിളക്ക് കത്തിക്കലൊക്കെ നടത്തി. അതുകൊണ്ട് എല്ലാം ഉണ്ട്, എല്ലാ അലമ്പും കാണിക്കും, എല്ലാ പരിപാടിയും ഉണ്ട്. ഭയങ്കര നാണക്കേടാ പൂജ. ഇതുകൊണ്ടാ ഇവിടെ ഈ പൂജയൊക്കെ ചെയ്തുകൊണ്ടാണല്ലോ ആ രാജ്യത്ത് പോകേണ്ടി വരുന്നത്. അല്ല ഇവിടെ ഇത്ര മനോഹരമായിരുന്നു ഇവിടെ ഇരിക്കത്തില്ല. എന്ത് കാര്യത്തിനാണ് അവിടെയൊക്കെ പോയി പണി കാണിക്കുന്നത്? ഈ മലയാളികൾ ഒട്ടും മോശമൊന്നുമല്ല, ഇവിടുന്ന് പോയിട്ട് ഓണാഘോഷം നടത്തുന്നവരാണ് ഇവരുടെ. പിന്നെ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷനൊക്കെ വേണമല്ലോ, മനുഷ്യരായിട്ട് വേറെ ഇടപെടാനൊന്നും പറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ഈ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ പോരാ, അതുപോലെ തന്നെ ഡ്രഗ്സ് എഡ്യൂക്കേഷൻ പോരാ, ഇവിടുത്തെ എഡ്യൂക്കേഷനെ പോരാ. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യ ഏതോ 47 സ്ഥാനത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ പഠിച്ചു വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും കേട്ടോ. പോലീസുകാരെല്ലാവരും ഇവിടുത്തെ വക്കീലടക്കം എല്ലാം. അതിനകത്ത് പിന്നെ ഒരു കാറ്റഗറി വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷനിൽ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് ഇപ്പോൾ 5 പേരുണ്ടെങ്കിൽ ഒരാളെ ചിലപ്പോൾ എക്സൽ ആവത്തുള്ളൂ, ബാക്കിയുള്ളവർ ആ ലിമിറ്റേഷൻ നിൽക്കുക. താനൊന്ന് ആലോചിച്ച് നോക്കണം, ഇത് മെഡിക്കൽ ഫീൽഡാണ്. അവിടെ 40% മാർക്ക് മേടിച്ച ഒരാളെ തള്ളി കയറ്റി 80 വെച്ചിട്ട് ആ 80-കാരനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തേ ഇല്ല. അത് ഏതൊക്കെ വിഭാഗമുണ്ടോ, ആരൊക്കെ ഈ ചാനലിൽ കൂടെ പോകുന്നുണ്ടോ, അതിൽ 95% ആൾക്കാരും മറ്റെല്ലാവരെക്കാളും കുറഞ്ഞവരായിരിക്കും. അവരെ സെലക്ട് ചെയ്യത്തില്ല പല ആൾക്കാരും. എനിക്ക് നല്ലപോലെ അറിയാവുന്ന നല്ല കൊള്ളാവുന്ന ആൾക്കാരുണ്ട്. അവർ ചെക്ക് ചെയ്യും ഇവരേത് രീതി പഠിച്ച് വന്നതാണ്, ഇവരെന്തെങ്കിലും ടൈപ്പ് ഓഫ് റിസർവ്ഡ് ആണോ. അങ്ങനെ ഉണ്ടെങ്കിൽ പലതും ഒഴിവാക്കിയായിട്ട് ഞാൻ വളരെ ലേറ്റായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് നല്ലൊരു അത് ഈ കഴിഞ്ഞിടയ്ക്കാണ് എനിക്കിത് അറിയത്തില്ല, ഞാനിത് പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ ഇത് പറയും. എന്നുവെച്ചാൽ അവരെ കൺസൾട്ട് ചെയ്യാതിരിക്കാൻ നോക്കും. ഇവർ നോക്കും ഇവർ പഠിച്ച് തന്നെ വന്നവരാണോ. അതേസമയം ഗവൺമെൻറ് കോളേജസിൽ പഠിച്ചവർ അതിനകത്തും ഉണ്ട്, പ്രശ്നമുണ്ട്. മനസ്സിലായത് എനിക്ക്. തനിക്കൊരിക്കലും ആ കാര്യത്തിൽ വെക്കാൻ പറ്റില്ല. ഈ ഏരിയ വെക്കാൻ നടക്കാത്തൊരു ഏരിയ ഉണ്ട്. അപ്പൊ എല്ലാവരും നമ്മളിപ്പോ റിസർവേഷനെ പറ്റി പറഞ്ഞ് മറ്റേനെ പറ്റി പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഈ ഓരോ കാറ്റഗറി ഇതിനകത്ത് എല്ലാ കാറ്റഗറിയും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ SC ST മാത്രമല്ല, അതർ
അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട്. OBC. പിന്നെ മതപരമായിട്ടുള്ള ചില ഈ മുസ്ലിം വിഭാഗത്തിനുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ കണ്ടിട്ട് ഈ ആള്, ഈ ഡോക്ടർ ഇത് ഏത് വഴിക്കാ വന്നതെന്ന് അറിയത്തില്ല. ഒരാൾ ചെക്ക് ചെയ്തപ്പോ അയാൾ മെറിട്ടി വന്ന ആളാണോ അത് ഇങ്ങനെ കയറി വന്നതാണോ എന്ന് അറിയാഞ്ഞിട്ട് ഈ ഒരു മതമായതുകൊണ്ടൊക്കെ വേറൊരാളെ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവര് അത് ചെക്ക് ചെയ്യുമ്പോ ഇയാള് പഠിച്ച് ചെക്ക് ചെയ്തിട്ട് വെച്ചിട്ട് മാറ്റിയ അവസ്ഥ ഉണ്ടായി. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതും ഇതേപോലെ ഒരിടത്തു നിന്നാ. അതും വേറെ ആ പറഞ്ഞ ആളത്ര മോശക്കാരിയല്ല, മനസ്സിലായില്ല. അവർക്ക് ഇതെല്ലാം അറിയാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താനാ ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പോ നമ്മള് റിസർവ് ചെയ്ത ആളുകളെ ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവർ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള എല്ലാ മനുഷ്യരും ഉണ്ട് ഇവിടെ. പക്ഷെ ഒരു പ്രശ്നം എവിടാന്നറിയോ, പഠിക്കാനുള്ള മിടുക്ക് വെച്ചിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് അത്രയും ഗുഡാണോ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഇഷ്ടംപോലെ എല്ലാം സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഏത് കാറ്റഗറി, ഇത് ഇന്ന കാറ്റഗറിയിലാണെ പോലും അതിനകത്ത് അതിമിടുക്കന്മാരാന്ന് വിചാരിച്ചു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റിസർവേഷന്റെ മാർക്കിന്റെ മറ്റേ 80% കയറ്റി 90 ആവശ്യമൊന്നും ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവര് ഇതിനകത്ത് അതും എനിക്കറിയാം. ഇതേ രീതിക്ക് പഠിച്ചു വന്നിട്ട് എല്ലാത്തിനും ഹൈ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. അവരെ അങ്ങ് മാറ്റി നിർത്തിയേക്ക്. അവർ വേറെയാ, അവർക്ക് ഇതിന്റെ ആവശ്യം ഇല്ല. ശരിക്കും അവർക്ക് വേണ്ടത് പൈസയുടെ ആവശ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അഡ്മിഷൻ കിട്ടണം, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ മതി. പക്ഷെ മറ്റേത് അങ്ങനല്ല. മറ്റേ സൈഡില് ഇതേപോലെ കയറിയാൽ ചിലപ്പോൾ ഒരു MBBS കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് തള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇനി അവിടെയും ചെന്ന് തള്ളി കയറി എന്തെങ്കിലും കാണിച്ചു പോയാലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചികിത്സ എന്ന് പറയുന്നത് 60% അറിവായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ എനിക്ക്? അവിടെ ഒരു പ്രശ്നമുണ്ട്. അതിനെ എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോൾ ഏത് രീതി എന്നെ എതിർത്തിട്ടും കാര്യമില്ല. ഞാനത് പലരോടും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് നോക്കുന്നതായിരിക്കും. ഇത് വല്ല പോലീസുകാരനോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ ടീച്ചറാണെങ്കിലും കുഴപ്പം വലുതായിട്ട് വരത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓക്കെ. പക്ഷെ അതെനിക്ക് ചികിത്സയുടെ കാര്യത്തിൽ ഇത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്പോർട്സ് കോട്ടയെന്ന് ഈ പട്ടാളത്തിലും പോലീസും കയറിയ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. ഈ ഓട്ട മത്സരത്തിലൊക്കെ ജയിച്ചിട്ടെ ചിലപ്പോ സ്പോർട്സ് കോട്ട എന്നൊരു കോട്ടയില്ലേ, അതിനകത്ത് ഈ മെഡിക്കൽ സാധനത്തിൽ പ്രശ്നമുണ്ട്. എനിക്കറിയാം ഒരാളെ, അയാൾ MBBS എടുത്ത് പക്ഷെ മുന്നോട്ട് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ സ്പോർട്സ് കോട്ടയിൽ കയറ്റി കഴിഞ്ഞിട്ട് എന്തായി? ഒന്നും ആയില്ല. ഈ ആർമിയിലോട്ടൊക്കെ ജോലിയൊക്കെ കിട്ടും ചിലർക്ക്. ഓട്ടം ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തിട്ട് നേരെ അല്ല, അത് പിന്നെ ഒരു ഓണററി ഇതിൽ കൊടുത്താലും കുഴപ്പമില്ല. എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓടണോ മറ്റേ ഇവിടുന്ന് പട്ടാളക്കാർ ഓടണം? അല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ സമ്മതിച്ചു. പക്ഷെ അതിന് ഓണററി ആയിട്ട് കൊടുക്കുന്നതും അല്ലാതെ ജോലി കൊടുക്കുന്നത് പോലീസിലാണ്. എന്തോ ഹൈ ഒഫീഷ്യലായിട്ടൊക്കെ ചെയ്തു. എന്തിനാ? അപ്പൊ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? അയാളെ ജോലി അയാളെ കൊണ്ട് ആലോചിക്കുക. IM വന്നിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന സീനൊന്നും ആലോചിക്കുക. അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്ന ഒരു സീനിലോട്ട് IM വന്ന് ഇറക്കിയാൽ ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ ചെയ്യും? നടക്കൂലത്. അല്ലെ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ അറിയോ? അയാൾക്ക് ലെറ്റർ എഴുതാൻ അറിയായിരിക്കും. പ്രശ്നം ഈ സൈസ് ഇടപാട് മൊത്തം പ്രശ്നമാണ്. അങ്ങനെയല്ല ജോലി കണ്ടെത്തേണ്ടത്. മനസ്സിലായത്? എനിക്ക് ഇവിടുത്തെ സിസ്റ്റത്തിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബേസിക് ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം. പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പഠിക്കാനുള്ള ഫെസിലിറ്റി മൊത്തം കൊടുക്കണം. അത് പരീക്ഷ വരെ ഉള്ളൂ. ആ പരീക്ഷ പിന്നെ എല്ലാവരും ഈക്വലാണ്. ആ ഒരു ബാരിയറിലെത്തി അപ്പുറത്ത് ഇപ്പം ഇൻ്റർവ്യൂവിന് എന്ന് പറഞ്ഞാൽ ഈ 5 പേര് ഒരുപോലെ ഇരിക്കുക. തനിക്ക് ഇത് വേറെ രീതിയിൽ എടുക്കാം. തനിക്ക് ഒളിമ്പിക്സിലോട്ട് വിടാൻ പറ്റത്തില്ല, വേൾഡ് കപ്പ് ഫുട്ബോളിൽ വിടാൻ പറ്റത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടൊന്നും മനസ്സിലായി. ഒളിമ്പിക്സിലൊന്നും ഇവിടെ നിന്ന് ഇന്ത്യ ഇങ്ങനെയാണോ ആൾക്കാരെ സെലക്ട് ചെയ്ത് വിട്ടാൽ ആരെങ്കിലും ജയിക്കുമോ? അല്ല, സ്പേസിലോട്ട് പോവാം, വേണമെങ്കിൽ പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താണ് ആലോചിച്ച് നോക്ക്. ഇത് കോമ്പറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഇറക്കി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇങ്ങനെയല്ല കണ്ടെത്തുന്ന ആൾക്കാരെ. മനസ്സിലായി? അവിടെ കൃത്യമായിട്ട് ഈ 100 കിലോ പൊക്കുന്നവരെ തന്നെ കൊണ്ടുവരണം. അല്ല, 100 കിലോ പൊക്കുമ്പോൾ 2 പേര് സൈഡിൽ നിന്ന് താങ്ങി കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ രാജ്യത്തെ ആൾക്കാരെ നമ്മൾ താങ്ങി അപ്പുറത്ത് കൊണ്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ അയാൾ ഒളിമ്പിക്സ് ജയിക്കത്തില്ലല്ലോ. അതാണ് മിനിമം അറിയേണ്ട കാര്യം. പക്ഷേ ഇതേപോലെ ഈ താങ്ങിയല്ല അത് കൊടുക്കണ്ടേ. അയാൾ ആ പരുവത്തിൽ എത്താനുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ശരിയായ റിസർവേഷൻ. അല്ലാതെ പരീക്ഷയ്ക്കോ ഇൻ്റർവ്യൂവിനോ അത് ബാധിക്കാൻ പാടില്ല. കാരണം ഇയാൾ പെർഫോം ചെയ്താൽ അയാൾ പെർഫോം ചെയ്യണം. കാരണം എന്താ, ബാക്കിയുള്ളവർക്ക് എല്ലാം ഉള്ള സാധനം ഇവിടെ ഉണ്ട്. എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങളും എല്ലാ വീട്ടിലുള്ള സൗകര്യങ്ങളും എല്ലാ വീട്ടിലും
അത്രേ ഉള്ളൂ. അല്ലാതെ നോക്കിയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഒത്തിരി ഉണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ സിമ്പിളാണ് ഇത് മനസ്സിലാക്കുക. ഈ വെയിറ്റ് എടുക്കുന്ന സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല, അയാൾക്ക് ആഹാരം ഇല്ലാതെ അയാൾക്ക് വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, അയാൾക്ക് ട്രെയിനിങ് ഇല്ലാതെ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല, അയാൾക്ക് കിടന്നുറങ്ങാൻ സ്ഥലമില്ല അയാൾക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ല. ഇതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ തൊട്ടപ്പുറത്ത് നിന്ന് ചെറുതായിട്ടൊന്ന് പൊക്കിത്തരാം, കാരണം എന്നാന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് ജാതിയാ മതമാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ട്രെയിൻ ചെയ്യാൻ പാടുണ്ടോ? ഈ ഡോക്ടർമാരുടെ കേസിൽ, നേഴ്സുമാരുടെ കേസിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. പക്ഷേ ഡോക്ടേഴ്സിനെ ഇപ്പം ഇങ്ങനെ ആൾക്കാർ സെലക്ട് ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവർ പതുക്കെ നോക്കിയപ്പോൾ ഇയാളെ കണ്ടിട്ട് ഇയാളെ എന്തോ ഇതുവഴി കയറി പഠിച്ച് വന്നതാണ്. അങ്ങനെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പരീക്ഷ പാസ്സാവും കുറേ പേര്, ചിലപ്പോൾ 60% മാർക്കിലോ 40% ഇതൊക്കെ ജസ്റ്റ് പാസ്സൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതിനകത്ത് ഒരു കാര്യം ശരിയാ. ഇങ്ങനെ ഒരു ഡോക്ടർ ഇപ്പൊ റിസർവേഷനിലൂടെ പഠിച്ചു വന്ന ഒരു ഡോക്ടറിന്റെ അടുത്ത് ഇപ്പൊ അങ്ങനെയുള്ള എല്ലാവരും എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അവിടെ മാർക്ക് സ്കോർ അവിടെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് ചിലപ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഇയാളുടെ ഫുൾ ഇതെടുത്ത് നോക്കണം. അത് കഴിഞ്ഞ് പഠിച്ച എത്ര ഇവര് നോക്കിയപ്പോൾ ഒരു MD ഉണ്ട്, പക്ഷെ മുന്നോട്ട് വേറെ മറ്റു പരിപാടികളില്ല. റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് എടുത്തു പറയേണ്ടതുണ്ട്. അത് ഈ മറ്റേ SC/ST മാത്രമല്ല, അതിനകത്ത് OBC ഉണ്ട്, അതിനകത്ത് മുസ്ലിംസ് വരുന്നുണ്ട്, അതിനകത്ത് ഈഴവര് വരുന്നുണ്ട്, അതിനകത്ത് ലാറ്റിൻ കാത്തലിക്സ് വരുന്നുണ്ട്. ഒരുപാട് മുസ്ലിംസിന്റെ കാര്യം കേട്ടോ. പക്ഷെ ഞാൻ എടുത്തു പറയാം, ഈ കേസ് പറഞ്ഞത് ഒരു മുസ്ലിം ഡോക്ടറെ പറ്റിയാണ്. കാരണം ഈ മുസ്ലിം ഡോക്ടറെ, അയാൾ ഒരു മുസ്ലിമാണ്, അയാൾക്ക് ഇത് അറിയാം, ഇങ്ങനെ ഒരു ചാനലിൽ കൂടെ ആൾക്കാർ പഠിക്കുന്നുണ്ടെന്ന്. അപ്പൊ അവരുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള ആൾക്കാരാണിത്. അപ്പൊ പറഞ്ഞിട്ട് ഇവൻ മറ്റവനാ, ഇവൻ ഈ വഴിക്ക് വന്നത് കൊണ്ട് എനിക്ക് ഇയാളെ വേണ്ട, മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ തന്നെ പറഞ്ഞു. അന്നാണ് ഞാനിത് അറിഞ്ഞത്, അല്ലേ എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. നമ്മൾ വീണ്ടും പറഞ്ഞു വന്ന കാര്യം, ഇതിനകത്തൊക്കെ സെക്സ് ഇൻവോൾവ് ആണ്. സെക്സിയും ഇതൊന്നും നോക്കത്തില്ല, മനസ്സിലായോ? പിടിച്ചൊരു ബലാത്സംഗം, മോഷണം, കൊലപാതകത്തിന് ഇത് ബാധകമല്ല. അങ്ങനൊന്നുമില്ല. തനിക്കിപ്പോൾ ആരെയും വേണം സെക്സ് ചെയ്യാം. അതിപ്പോൾ ഏത് കാസ്റ്റ് എന്നുള്ളതാണെന്ന് നോക്കത്തില്ല, അതിനകത്ത് മാത്രമാവുന്നില്ല. പക്ഷെ വീട്ടിൽ വല്ല പരിപാടി അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം ജാതി നോക്കുക, മതം നോക്കുക, നിറം നോക്കുക, താഴ്ത്തുക, കൂട്ടുക, അതൊന്നും ഇല്ല. എനിക്ക് സത്യത്തിൽ ഈ പറഞ്ഞ മുകളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ലാത്തതുകൊണ്ട് എനിക്കിതെല്ലാം ഒരുപോലെ ഉള്ളൂ, മനസ്സിലായി? അതിനകത്ത് ഇവൻ ഏത് ജാതിയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല, സത്യത്തിൽ എനിക്കറിയത്തില്ല. മനുഷ്യരെ കാണുമ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പലപ്പോഴും ഇടപെട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്, ഇയാളെ ഇങ്ങനെയാണെന്നോ. അയാൾ പറയുക നമ്മളോട് എന്നെ പോലെ മുസ്ലിമാണെന്ന്. അങ്ങനെയാന്നല്ലേ? പേരൊക്കെ പറയുന്നുണ്ടെങ്കിലുള്ളൂ, നമ്മൾ അത് ശ്രദ്ധിക്കത്തില്ല. ചില സ്ഥലത്തൊക്കെ നമ്മൾ ഈ അപരാധം പറയത്തില്ലേ, അപ്പൊ കൊള്ളുന്നിടത്താണ് ഇയാൾ പറയുക ഞാനങ്ങനെ വിശ്വാസിയൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അയ്യോ കഷ്ടമായി പോയി. അല്ല വേറെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ ജാതി ഉണ്ടെന്ന് പറയുക. ഏതെങ്കിലും ദേവിയെ പറ്റി പറയുമ്പോൾ ഉടനെ, അല്ലെ കാളിയെ പറ്റി പറഞ്ഞാൽ കാളിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുന്ന പോലെ അവിടെയൊക്കെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളിത് അറിയുന്നില്ല, ചിന്തിക്കത്തില്ല, ആലോചിക്കത്തില്ല. നമുക്കിതൊരു പ്രശ്നമല്ലേ, പിന്നെ അപ്പുറത്തിരിക്കുന്നൊരു പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടുത്തെ പ്രശ്നം ഇതാ കേട്ടോ. ഇത് ഭയങ്കര പ്രശ്നമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഈ രവീന്ദ്രസിയെ പറ്റിയൊക്കെ പലതും പറയുമ്പോൾ അയാൾ വേറെന്തോ കാര്യങ്ങളാണ് പറഞ്ഞത്, എന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവിടെയൊക്കെ ഈ റിസർവേഷൻ സംബന്ധമായിട്ട് സംസാരിച്ചപ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇത് എനിക്ക് എതിരഭിപ്രായമൊക്കെ ഉണ്ട്. ഈ വിഷയത്തിന്റെ കാര്യം രാഷ്ട്രീയ എതിരഭിപ്രായമുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത് പുള്ളി റിസർവേഷനെ പറ്റി പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഈ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഒരാൾ ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. അല്ല അയാൾക്ക് ഫിനാൻഷ്യലി ഇപ്പോൾ ഏതെങ്കിലും കാശിൽപ്പെട്ട ഒരാൾക്കാണെങ്കിൽ പോലും ഉന്നതമായ ജോലിയുണ്ട്, അയാളുടെ മക്കൾക്ക് വീണ്ടും ഈ ആനുകൂല്യങ്ങൾ കൊടുക്കണ്ടെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് സംസാരിക്കുന്ന വിഷയം, അത് ഈ കാര്യത്തിൽ സംസാരിക്കുന്ന സംഭവമാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് ക്രീമി ലെയറിന് ഇത് കിട്ടേണ്ട കാര്യമില്ലെന്ന്, അതായത് ഈ പറയുന്ന റിസർവേഷൻ കിട്ടുന്നതിൽ ക്രീമി ലെയറിൽ നിൽക്കുന്നവർക്ക് വീണ്ടും റിസർവേഷൻ കൊടുക്കുന്നില്ലെന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ഓക്കെ. അല്ല, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. അതാ പറഞ്ഞ ജാതി അടിസ്ഥാനത്തിലും മത അടിസ്ഥാനത്തിലും ഇത് പാടില്ല. ഓൺലി ഫിനാൻഷ്യൽ. ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാളെ സഹായിക്കണമെന്നുള്ളതേ ഉള്ളൂ. അയാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ അയാൾക്ക് ഫുഡ് കൊടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ
അത് ഇന്ന ജാതിക്കാരൻ പട്ടിണി കിടക്കുമ്പോഴേ ഫുഡ് കൊടുക്കാമെന്ന് പറയുന്ന പരിപാടി ശരിയല്ല. എവിടെ നോക്കി അതെങ്ങനെ സംസാരിച്ചാലും ഇനി നടക്കത്തില്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നിന്. അതിനകത്ത് തട്ടിപ്പടക്കും വെട്ടിപ്പടക്കും, അത് അങ്ങനെ ആക്കി ഇങ്ങനെ ആവും, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ ഫണ്ടൊക്കെ വരും ഈ ഇവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റേ നമ്മുടെ ഈ ഇവിടെ താമസിക്കുന്ന കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, മറ്റേ ആദിവാസികൾ, അവർക്ക് വേണ്ടി ഫണ്ടൊക്കെ വരും. ഈ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഫണ്ട് വരും. അവർ യൂസ് ചെയ്യത്തില്ല. ഫണ്ട് ഇവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ ലാപ്സ് ആയി പോകും. കോടിക്കണക്കിന് രൂപ ഇവിടെ വന്നിട്ട് വെറുതെ കറങ്ങി തിരിച്ചു. അതെന്താണെന്നറിയാടോ, ഇതിനകത്തെ പകുതിയും തട്ടിപ്പായതുകൊണ്ടേ അവരെ പറ്റിച്ച് കുറെ പേര് ജീവിക്കുക. അതായത് ഈ പറയുന്ന CPM ഒക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ എത്ര കൊല്ലമായിടോ ഇത് തുടങ്ങിയിട്ട്. ആ CPM-ന്റെ കേസ് വിട്. ഈ മനുഷ്യർ ഒരു കുറെ ആളുകൾ പിന്നോക്കം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നും പിന്നോക്കത്തിൽ കുറെ പേരുണ്ടാകുമ്പോഴും പിന്നോക്കം അവിടെ ഉണ്ട്. പിന്നോക്കം അവിടെ തന്നെ ഉണ്ട്. അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നോക്കം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ ജീവിത സാഹചര്യം മോശമുള്ളവരെന്നെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ നിറമോ ജാതിയോ മതമോ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയോ അത് കാടോ ടൗണോ സിറ്റിയോ അതൊന്നും ഒരു വിഷയമല്ല. തനിക്ക് ജീവിത സാഹചര്യം മോശമാണോ, തനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലേ, മരുന്ന് കിട്ടുന്നില്ലേ, എനിക്ക് അസുഖങ്ങൾ വന്നിട്ട് വേദനിച്ചിരിക്കുന്നുണ്ടോ, ആ ഭാഗം മാത്രം നോക്കിയാൽ മതി. അല്ലാതെ അതിനകത്ത് ജാതി മതം നോക്കാൻ പാടില്ല. അത് കഴിഞ്ഞു, ആ കാലമേ കഴിഞ്ഞു. ഇപ്പോഴുള്ള പിള്ളേർക്ക് നെഹ്റു വരാൻ പോലും അറിയത്തില്ല. അവരുടെ ഇടയിൽ ചെന്നിട്ട് പിന്നെയും ജാതി കുത്തിക്കയറ്റി. നെഹ്റു ആരാന്ന് അറിയാത്ത വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ടാ. അല്ലാതെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ലടോ. ഇനി എന്തിനാ ഇതൊക്കെ അറിയുന്നത്? സ്വാതന്ത്ര്യമൊക്കെ ഇട്ട് കഴിഞ്ഞ ആ കഥ കഴിഞ്ഞു, മതി. ഒരു റിപ്പബ്ലിക് ആണല്ലോ ഇന്ത്യ. അതിനെ അറിയണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ അല്ലേ ഇന്ത്യയുടെ അത്ര മതി. അതിന് മുന്നേ ഉണ്ടല്ലോ, ഇനി പലതും ഉണ്ടല്ലോ. അതെല്ലാം കൂടെ പ്രൈം മിനിസ്റ്റർ ഇല്ലല്ലോ. സമ്മതിച്ചു. ഇപ്പൊ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യം എന്തോ? അത് കഴിഞ്ഞ് പിന്നെ എന്തെല്ലാം നടന്നു? അതൊക്കെ കഴിഞ്ഞു. അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ കയ്യിരിക്കുന്ന ഫോൺ ആരാ ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല. പിന്നെ നെഹ്റുവിനെ അറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ ശരി, ഞാനിപ്പോ ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ദൈവങ്ങളാണെങ്കിലും സമൂഹമാണെങ്കിലും എല്ലാം ഈ ആളുകളുടെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് പരസ്പരം ബന്ധപ്പെടാനുള്ള ഒരു സാമൂഹികമോ അല്ലെങ്കിൽ പ്രശ്നം ബന്ധപ്പെടാൻ സമ്മതിക്കാത്ത ദൈവം അടക്കം ഉണ്ട് ഇവിടെ. ബിറ്റ്വീൻ ലെഗ്സിലാണ് നോട്ടം. ആളുകളുടെ കാലിൻ്റെ ഇടയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നോക്കിയിരിക്കുന്ന ദൈവങ്ങളും അത് തന്നെ നോക്കിയിരിക്കുന്ന മനുഷ്യരും. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമുണ്ടല്ലോ, ഇതില് ഒരു ബ്രാഹ്മണൻ, അവൻ്റെ അപ്പൻ അമ്പലത്തിൽ പൂജാരിയാ. ആകെ ഒരു ദിവസം കിട്ടുന്ന 2 വടയൊക്കെയാ പയ്യന് കഴിക്കാൻ. അവൻ റാങ്ക് ഹോൾഡറാ. ഇവിടെ നാട്ടിൽ തന്നെ. അവൻ പറഞ്ഞത് നമുക്കൊരു ആനുകൂല്യമില്ല, ഒന്നുമില്ല, ഗവൺമെന്റ് തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ അതേസമയം ഒരു എഞ്ചിനീയറുടെ മോനുണ്ടാവും. എഞ്ചിനീയർ SC/ST ആണ്. അയാൾ അങ്ങനെ നല്ല നിലയിലെത്തി. പക്ഷെ ആ മകന് ഇഷ്ടംപോലെ പൈസ ഉണ്ട് കയ്യിൽ. പക്ഷെ കൂടാതെ ഗവൺമെന്റ് കുറച്ച് പൈസ എക്സ്ട്രാ കൊടുക്കുന്നു. ഗ്രാൻഡ് അത്. വേറെ കാര്യം പറയട്ടെ, ഈ രാവിലെ പണിക്ക് പോയിട്ട് ആ കാശ് വീട്ടിൽ വന്നാലേ വൈകുന്നേരം കഞ്ഞി വെക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലത്തെ സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ഈ പറയുന്ന SC/ST-കാരുണ്ട്. അതാണ് ഭൂരിപക്ഷം. അവർക്ക് കൊടുക്കരുതെന്നല്ലല്ലോ ആരും പറയുന്നില്ല. അതാണ് SC/ST-യിൽ ഭൂരിപക്ഷം. അതാ മനസ്സിലാവണം. താനീ പറയുന്ന ഈ റിസർവ്ഡ് ആയിട്ട് ഈ ക്രീമി ലെയറിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അത് വളരെ SC/ST-യിൽ വളരെ എണ്ണത്തിൽ വളരെ കുറവുള്ളൊരു ഒരു നമ്പർ ഓഫ് പീപ്പിൾ ആളുകളുടെ കാര്യം താനീ പറയുന്നത്. അത്രയും തന്നെ കുറച്ച് ആൾക്കാരെ ചിലപ്പോൾ ബ്രാഹ്മണരുടെയിലും ഈ പറഞ്ഞ ലോ ക്ലാസ് മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന് പറയുന്ന സംവരണം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നിലവിലുണ്ടല്ലോ. ഇപ്പോഴല്ലേ വരുന്നതേ ഉള്ളൂ. ഓക്കെ, സമ്മതിച്ചു. ഞാൻ കണ്ട കാര്യം പറഞ്ഞത്, അതായത് അവര് കുറച്ചല്ലേ ഉള്ളു അപ്പോഴും. ഈ മുന്നോക്കത്തിൽ രണ്ടും കുറച്ചല്ലേ. അപ്പൊ ഈ മുന്നോക്കം പോയ ആൾക്കാരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് പുതിയതായിട്ട് വന്ന് പിന്നോക്കക്കാരെ എടുക്കണമെന്ന് ഞാനും പറയുന്നുള്ളൂ. അവരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒഴിവാക്കണം. അയാൾക്ക് ഇതിനാ പൈസ, ആ പൈസ എടുത്ത് ഇപ്പുറത്ത് കൊടുത്തൂടെ? അല്ലേ വേസ്റ്റ് അല്ലേ? ശരിക്കും മണി വേസ്റ്റ് ആവുക. അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അതേ ഉള്ളു പോയിന്റ്. വന്ന ആളുകൾ ഇപ്പൊ ക്രീമി ലെയറിൽ ഇരിക്കുന്ന ക്രീമി ലെയർ വരെ പോകണ്ട. അവിടെ എത്തിയ ആളുകൾക്ക് പിന്നെ സംഭരണത്തിന്റെ ആവശ്യം വരുന്നില്ല. ക്രീമി ലെയർ ഒന്നും പോകണ്ട. തനിക്ക് ഒരു ദിവസം 2 വടയെ കിട്ടുന്നുള്ള ഒരാൾക്ക് കഴിക്കാനെങ്കിൽ അയാളെ മറ്റവർക്കും ഇവർക്കും എന്ന് പറഞ്ഞൊരു വ്യത്യാസമില്ല. ഞാൻ പറയുന്നത് അത് വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും പട്ടിണിയാണ്. അവരെ സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ
3 നേരം ബിരിയാണി കഴിക്കുന്നവരെ കൊണ്ടുപോയി വീണ്ടും 2 വടയും കൂടെ തള്ളി കയറ്റരുത് വായിലോട്ട്. മനസ്സിലായോ? അത് സിമ്പിളാ മനസ്സിലാക്കാൻ. അതിനകത്ത് കയറി രാഷ്ട്രീയവും കുത്തിത്തിരിപ്പും എല്ലാം കൂടെ പറഞ്ഞിട്ട് പറ്റിക്കുക ആൾക്കാർ. ഇവര് പേടിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാത്ത കാര്യം എന്താ? റിസർവേഷൻ എടുത്ത് കളയാന്ന് പറഞ്ഞ ഉടനെ പേടിക്കുന്നത് പിന്നോക്കം നിൽക്കുന്നവരെല്ലാം അങ്ങ് ചവിട്ടി താക്കുമെന്നാണോ? അങ്ങനെ പറ്റത്തില്ല. അങ്ങനല്ല. അതായത് അതിന് ഹ്യൂമൻ റൈറ്റ്സ് വേറെ ഉണ്ട്. അതായത് ഈ പറയുന്ന സംവരണം എടുത്തു മാറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതാണോ താൻ ഉദ്ദേശിക്കുന്നത്? സംവരണം സംവരണം എടുത്ത് കളയാന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ പഠിക്കാനുള്ള സൗകര്യം വേണം, പരീക്ഷയിലും പങ്കെടുക്കണം, ഈക്വാളിറ്റി അവിടെ വരെ വേണം. പക്ഷേ പരീക്ഷ പാസ്സാകുന്നിടത്തും ഇൻ്റർവ്യൂ പാസ്സാകുന്നിടത്തും ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്നിടത്തും ഈ സാധനം വെക്കരുതെന്നേ പറയത്തുള്ളൂ. അതായത് മാർക്ക് അടിസ്ഥാനം, പിന്നെ ഫിനാൻഷ്യലി ആണെങ്കിൽ ഈ പൈസ ഉള്ള ഒരാൾക്ക് വീണ്ടും പൈസ കൊടുക്കരുത്. കാരണം അത് ദൂരത്തടിക്കാനേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 3 നേരം ബിരിയാണി കഴിക്കുന്നതിനിടെ 2 വടയും കൂടെ തള്ളിക്കയറ്റിട്ട് ഇപ്പുറത്ത് 2 വട കഴിക്കുന്നവന് 2 വട മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴും ഈ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ മനുഷ്യന്റെ മാത്രമല്ല ഇപ്പൊ ജാതി ഇല്ലല്ലോ. ജാതിയൊക്കെ ഉണ്ട്, ജാതി ഇല്ലായ്ക്കൊന്നുമില്ല. നമ്മൾ പറയുമ്പോൾ ജാതിയില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാത്തിലും ജാതിയുണ്ട്. എഴുതി കൊടുത്തിട്ട് തന്നെ എല്ലാ പരിപാടികളും നടക്കുന്നത്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അത് എഴുതി കൊടുക്കുന്നത്. അത് അവിടെ നിന്ന് മായ്ച്ചു കളഞ്ഞാൽ എന്റെ പിന്നെ ഇവിടെ ഇലക്ഷൻ അടക്കം എല്ലാം ജാതീയമായിട്ട് നടത്തുന്ന നാടത്. എറണാകുളം സിറ്റി ലിമിറ്റ്സിനകത്ത് ഇപ്പൊ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആരാ? ഇവിടെ ഒരു എറണാകുളത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെങ്കിൽ എറണാകുളം മണ്ഡലം ആരാണ് സ്ഥാനാർത്ഥി? പക്ഷെ ഈ ഞാൻ പറയാം അല്ലേ, അതെന്തുകൊണ്ടാ ഈ സാധനം മൊത്തത്തിൽ അവിടെ നിന്ന് എടുത്തും കളഞ്ഞാൽ തീർന്നു. ഇതാ പറഞ്ഞത്, അങ്ങനെ എടുത്ത് കളയാൻ പറ്റാത്ത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് കളയാൻ പറ്റുന്നില്ല. അത് അവരുടെ അതാ പറഞ്ഞത്, പൊളിറ്റിക്കലി ഈ സാധനം ഒഴിവാക്കാൻ പറ്റുന്നില്ല. ഇവര് സംവരണം ഈ പറയുന്ന രാഷ്ട്രീയത്തിന് എന്ത് ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. സംവരണ സീറ്റ് അല്ലാതെ ഇവിടെ ഒരു SC/ST കാരന് ഒരു നോർമലി ഒരു ജനറൽ സീറ്റിൽ മത്സരിക്കാൻ സമ്മതിക്കില്ലടോ. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഒരു സീറ്റ് കിട്ടില്ല. ഇനിയിപ്പോ താനൊരു ദളിതനാണ്, തനിക്ക് അടുത്ത് അപ്പം വേറെ സീറ്റ് വരുമല്ലോ, അത് വരുമ്പോൾ അപ്പം നോക്കാം, സംവരണ സീറ്റ് കിട്ടുമല്ലോ അപ്പം നോക്കാം എന്ന് പറയുന്ന ആൾക്കാരെ വരും. അങ്ങനെ ഇവിടെ പരിപാടി നടക്കുള്ളൂ. ആ റിയാലിറ്റി ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഗവൺമെന്റ് പേപ്പേഴ്സിൽ ഇത് മൊത്തം കളയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം കളഞ്ഞിട്ട് ഇവിടെ ആർക്കും ഒരു പരിഗണനയില്ല, ആരും ഒന്നും പ്രത്യേകിച്ച് കൂടുതലും വേണ്ട കുറവും വേണ്ട എന്ന് പറയുന്നത് പരിപാടി പിടിക്കുമ്പോൾ പ്രശ്നം എവിടെയെന്ന് പറയുന്നത്. നിലവിൽ ഈ പറഞ്ഞ പിന്നോക്കം ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഈ നമ്മളിപ്പോൾ കോളനി എന്നൊന്നും പറയാൻ പാടില്ല, എന്താണ് വേറെന്തോ ഒരു ടൈം, നഗർ, അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യര് ജീവിക്കുന്നത് പിന്നോക്കം തന്നെയാണ്. അവരുടെ സാംസ്കാരികമായിട്ടുള്ള വളർച്ചയും പിന്നോക്കം തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ അവരെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഇക്കോണമിയിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ എന്തോരുണ്ടോ? ഞാൻ കാര്യം പറയട്ടെ, ഇത് ചെയ്തോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയല്ലോ. ഇനിയും കുറെ വർഷം ഇത് തന്നെ ചെയ്തോണ്ടിരുന്ന ഇത് നന്നാവുമെന്നാണോ താൻ വിശ്വസിക്കുന്നത്? വേറെന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇത് റോങ് ആണെന്ന് 50 വർഷമായിട്ട് മനസ്സിലായില്ലേ? അത് കാലക്രമേണ നടക്കുള്ളൂ. ഈ ആളുകൾ മാറി വരാനെടുക്കുന്ന 3 തലമുറ 4 തലമുറ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഓവർ ഔട്ട്ഡേറ്റഡ്, അത് കഴിഞ്ഞു, അത് എക്സ്പയർ ആയി. ആ പ്രോസസ്സിന് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം മുന്നോട്ട് പോകുന്നവരും അതിന്റെ വാലിഡിറ്റി വല്ലാണ്ട് കുറയുക. തീരെ വാല്യൂ ഇല്ലാത്തൊരു പ്രോസസ്സാണ് അത്. ഫെയിലിയറാ. തനിക്കൊരു കാര്യം, താനൊരു കാര്യം ചെയ്യരുത്. ഈ പറഞ്ഞ പോലെ ഒരു സംഭവം എന്തും ആയിക്കോട്ടെ, അത് നടത്തിയെടുക്കാൻ നമ്മളൊരു പ്രത്യേക രീതി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അത് മരുന്ന് കണ്ടുപിടിക്കുന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും പുരോഗമനങ്ങളും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴും ഇതിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ അതിനെ മാറ്റി പിടിച്ചിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് വേറെ സാധനം കൊണ്ടുവരേണ്ട സമയമൊക്കെ അതിക്രമിച്ചത് കൊണ്ടാണ്. പകരം ഈക്വാലിറ്റി അങ്ങനെയല്ല മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഈക്വൽ ആക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴും ആ ഭിന്നിപ്പുണ്ട്. ആ ഭിന്നിപ്പ് കളഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നമാണ് പ്രശ്നം ശരിക്കും അല്ലെന്ന്. അതിനകത്ത് അവിടെ വെച്ചോണ്ടിരിക്കുന്ന ഇത് ഇവിടെ ഈ സാധനം പൊളിറ്റിക്കലോ അല്ല റിലീജിയസോ അല്ല ഒന്നുമല്ല. ഇനിയുള്ള ഇപ്പോഴത്തെ ജനറേഷൻ ഒരു 2K കിഡ്സ് എന്ന് പറയുന്നവരുടെ ഇടയിലോട്ട് ഇത് കയറ്റുന്നത് ഒറ്റ വഴി കൂടെയാണ്. അത് ഈ ഒരു രീതി മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. വേറെ അവർക്ക് ആൾക്കാരെ കണ്ടാലോ മറ്റു കാര്യങ്ങളോ ആ പിള്ളേരുടെ തലയിൽ ഓടത്തില്ല. പക്ഷേ ക്ലാസ്സും ജോലിയും വരുമ്പോൾ അവർക്ക് ഭിന്നിപ്പുണ്ടാവും. ഡോക്ടർ മാത്രമല്ല, ആൾക്കാർ തമ്മിൽ ഒരു ക്ലാസ്സിൽ ഇവർ പഠിക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്ക് അടിസ്ഥാനം അല്ലെങ്കിൽ വേറെ അഡ്മിഷൻ്റെ കേസ് വരുന്നിടത്ത് മാത്രം ചിലപ്പോൾ ഒരു ജാതി മനസ്സിലാക്കാൻ പറ്റും. അല്ലാത്ത ഒരിടത്തും ജാതി നിനക്ക് മനസ്സിലാകത്തില്ല. വേറൊരിടത്തും വിസിബിൾ അല്ലത്, പഴയതുപോലൊന്നും അല്ല.
പണ്ട് ഓക്കെയാ, ഇതൊരു ഒരു തലമുറ മുന്നേ. എന്റെ തലച്ചോറ് കുറച്ചുകൂടി പഴയതായത് ഇപ്പോഴത്തെ പിള്ളേരോട് താൻ ചുമ്മാ എന്നിട്ട് ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്താൽ മതി. ഈ നടക്കുന്ന മുഴുവൻ കൊച്ചു പിള്ളേരുടെ അടുത്ത് ജാതിയെ പറ്റി അറിയാമെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല എന്തോ ജാതി. അവളേതാ ജാതി എന്നൊക്കെ അവൾ പറയുമായിരിക്കും ഞങ്ങൾ ഇന്ന കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയും കുഞ്ഞു കമ്മ്യൂണിറ്റിയായിട്ട് ആർക്കും തോന്നുന്നില്ല. ഇവിടെ അങ്ങനെയുള്ളവരില്ല ഇപ്പോൾ. ഏത് കമ്മ്യൂണിറ്റിക്കും അതിൻ്റെ ഡിഗ്നിറ്റിയൊക്കെ ഉണ്ടെന്ന പോലെ തന്നെ എല്ലാവരും നിൽക്കുന്നത്. ഏത് കമ്മ്യൂണിറ്റി നാന്നെന്ന് ചോദിക്കും പിള്ളേരോട്. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതിനിടയിൽ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് കളയേണ്ട സമയം കഴിഞ്ഞു. ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഇതല്ല ശരിക്കുള്ള പ്രശ്നം. ഇവിടുത്തെ ശരിയായ പ്രശ്നം എന്ന് പറയുന്നത് വേറെ സംഭവം പറയാനില്ല. അത് ഇത് നമുക്ക് വേറൊരു ഡിസ്കഷൻ, ഇത് കുറച്ച് സീരിയസ് ടോപ്പിക്കാണ്, നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. തനിക്ക് മുന്നോട്ട് ഇനിയും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ പുരോഗമനം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അത് എക്സ്പയർ ആയെന്ന് ഞാൻ പറയും. കാരണം അതിന്റെ പരീക്ഷണം കഴിഞ്ഞു. എന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിനെക്കുറിച്ച് വേറെ ഇരിക്കാം. ഈ കൊല്ലം കുറേ ആയി. ആയിക്കോട്ടെ, നമുക്കിത് വേറെ സംസാരിക്കാം. തിരിച്ച് മറ്റേ ബിറ്റ്വീൻ ദ ലെഗ്സിലോട്ട് വരണം. അവിടുന്ന് പോന്നിട്ട് പിന്നെ നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് വർത്താനം പറയലല്ലേ. ഈ വിഷയം കുറേ സംസാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനകത്ത് വേറെ പ്രശ്നം വരും. എവിടെയൊക്കെയാണെന്നറിയോ, ഇത് നമുക്കൊരു ജോലി ഉണ്ടാക്കുന്നൊരു ഏരിയ മാത്രമാണ് ഈ സംഭവം നടക്കുന്നത്. താൻ ഇനി ഒരു സ്പോർട്സ്, ഞാൻ നേരത്തെ സ്പോർട്സിൻ്റെ കാര്യം പറഞ്ഞത് കട്ടായല്ലോ, അവിടെ നടക്കത്തില്ല, ആർട്ടിൽ നടക്കത്തില്ല, സയൻസിലും നടക്കത്തില്ല, ജോലി മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ മതിയോ വിദ്യാഭ്യാസം, ജോലി, അത് മതിയോ? അതുകൊണ്ട് സംഭവിക്കുന്ന ഒരു മാറ്റമുണ്ട്. എന്താ പറയുക, ഈ വിദ്യാഭ്യാസം നേടാൻ പറ്റുന്നു, ജോലി സമ്പാദിക്കാൻ പറ്റുന്നു. അടുത്ത ജനറേഷൻ ചിലപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട, നേരത്തെ അതുകൊണ്ടാ മെച്ചപ്പെടാത്ത ഈ രാജ്യം തന്നെ മെച്ചപ്പെടാത്തതിന്റെ കാര്യം അത്. ഇവിടെ താനൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഇത് മാത്രമാണോ മനുഷ്യൻ ജീവിക്കുന്ന ഏറ്റവും വലിയ? എങ്ങനെ ഗ്രാജുവലി നടക്കുക, എത്ര ഗ്രാജുവലി എന്ന് ഇത് മൊത്തത്തിൽ ഒരു 2 തലമുറ മുന്നേ ഇത് കട്ട് ചെയ്തിരുന്നെങ്കിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, താനിത് പറയുമ്പോഴേ ഇത് പിന്നെ ചർച്ചയ്ക്ക് വെക്കാന്ന് പറഞ്ഞതുകൊണ്ടാ. എന്തായാലും ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് പറയാം. താൻ ഈ നാട്ടിലെ, ഇപ്പൊ ഈ കേരളത്തിലെ മൊത്തം മനുഷ്യരെ മൊത്തത്തിൽ എടുത്തു വെച്ചിട്ട് താൻ ഈ മനുഷ്യരെ മൊത്തത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ കേരളം മാത്രം ഇന്ത്യയിൽ മുഴുവൻ അല്ല, ഞാൻ ചോദിക്കട്ടെ, SC/ST ലോകം മുഴുവനുണ്ടല്ലോ? അതെ, ഇല്ലേ? ഐ മീൻ ഇന്ത്യ മുഴുവനുണ്ടോ? ഇന്ത്യ മുഴുവൻ ഉണ്ടായി പോയതിന്റെ കാരണം അതായത് ഈ പറഞ്ഞ രാജ്യം ഇപ്പൊ കേരളത്തിൽ എന്താണെന്നറിയോ, കേരളത്തിൽ കുറച്ചുകൂടെ പോസിബിളാ ഇതൊരു മാതൃകയാക്കാൻ പറ്റും. ഇന്ത്യ മൊത്തത്തിലൂടെ അങ്ങോട്ട് ഇപ്പൊ രാജസ്ഥാൻ, ഗുജറാത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വലിയ രാജാവും അത് കഴിഞ്ഞ് തൊട്ട് താഴെ മിഡിൽ ക്ലാസ് പോലും ഇല്ല. അത്രയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കത്തില്ല ആളുകൾക്ക്. ഇതുപോലത്തെ ഒരു സമൂഹം ഇപ്പൊ കേരളം എടുക്കാം. കേരള സമൂഹത്തെ കുറിച്ച് തന്റെ അഭിപ്രായം, താൻ എങ്ങനെ ഈ മനുഷ്യരെ നോക്കി കാണുന്നു? ഇവിടെ ബിഗ് ബോസിന്റെ ഒക്കെ പ്രേക്ഷകരും റോബിന്റെ ഫാൻസും മോഹൻലാൽ ഫാൻസും ഒക്കെ ഉള്ള നാടത്. താൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ അവരൊന്നും ജാതി വെച്ചിട്ടല്ല അവിടെ ഒന്നും. ഏടോ, ഇവര് ജാതി എന്ന് പറയുന്നത് വേറൊരു തരത്തിലൂടെ വർക്കാവുന്നുണ്ടെന്ന് അതിന്റെ പേപ്പറാ പ്രശ്നം. എന്ത് ഈ ഗവൺമെന്റ് പേപ്പേഴ്സിൽ ഇതുള്ള പ്രശ്നം, ഗവൺമെന്റ് പേപ്പേഴ്സിൽ ഇത് ഉണ്ടെന്നുള്ളത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റും കൂടി ഈ സമൂഹത്തിന്റെ ഭാഗമുള്ളൂ. അത് ഗവൺമെന്റ് വേറെ ഒന്നും അല്ലല്ലോ. എനിക്ക് മനസ്സിലായില്ലേ? വേറെ എവിടുന്ന് വന്നൊന്നുമല്ലോ. അപ്പോഴാണ് ഞാൻ പറഞ്ഞ ആ പേപ്പർ മാറ്റിയിട്ട് അവിടുത്തെ ഫോർമാറ്റിൽ ചെയ്യേണ്ടത് ഒരു പ്രത്യേക സംഖ്യ എടുക്കുക. ആ സംഖ്യക്ക് താഴെ വരുമാനമുള്ള എല്ലാവരെയും ഇതിന് മുകളിലോട്ടുള്ളവർ സഹായിച്ചേ പറ്റൂ. അങ്ങനെ ഈ സമൂഹം എങ്ങനെയാണേലും. അല്ലാതെ തനിക്ക് ഞാൻ പറഞ്ഞത് അറിയാം, തനിക്ക് സ്കൂളിൽ എത്തണം, എല്ലാ സൗകര്യങ്ങളും വേണം, പിള്ളേർക്കെല്ലാം വേണം. അത് ഇന്നാൾക്ക് ഒരു ജാതിപ്പെട്ടുകൊണ്ട് ഒരാൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതെങ്ങനെ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ബ്രാഹ്മണനായിട്ടുള്ള ഒരു പയ്യൻ അവിടെ പട്ടിണി കിടക്കുക, അയാൾക്ക് കൊടുക്കണം. ബ്രാഹ്മണന്റെ പ്രശ്നം എന്ന് പറയുന്നത് വളരെ അതിന്റെ ഒരാള് മതിയടോ, ഒരു പട്ടി മതി. അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ട്. എന്താ ഇന്ത്യയിൽ ഈ കാണാവുന്ന, കേരളത്തിൽ ഈ കാണാവുന്ന വേറെ ഏതൊക്കെ മനുഷ്യരോട് ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട്, പട്ടിണിയുള്ളവരുണ്ട്. ഞാൻ അവരെല്ലാം കൂട്ടിയാ പറഞ്ഞു. അപ്പൊ ഈ ബ്രാഹ്മണനെ എവിടുന്നവൻ ഞാൻ ചോദിക്കണത്, ഞാൻ ഈ ബ്രാഹ്മണനെ എവിടുന്നവൻ അതെങ്ങനെയാന്ന് വെച്ചാല് 100 പേരിൽ 2 ബ്രാഹ്മണരാണ് പട്ടിണി കിടക്കുന്നത് വിചാരിക്കുക. അതാണ് തന്റെ വിഷമം. പറയുന്നത് 98 പേർക്കും സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോഴും ഈ 2 പേര് സ്പെഷ്യലി കിട്ടാതെ പോകും. അതൊരു പ്രശ്നമാണ്. എങ്ങനെ 98 പേർക്ക് റിസർവേഷൻ ഉണ്ട്, സകല ഗ്രാൻഡും ഉണ്ട്. 98 പേർക്ക് റിസർവേഷൻ ഒന്നുമില്ല. SC/ST കാർക്കും അല്ലാത്ത കമ്മ്യൂണിറ്റീസിന് എല്ലാം ഉണ്ട്.
ഇനി താൻ വേറൊരു കാര്യം മനസ്സിലാക്കണം ആദ്യം. അതായത് ഈ റിസർവേഷൻ എന്നും പറഞ്ഞത് എന്നിട്ട് അവസാനം എന്തോ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. ഈ പരിപാടിയിൽ നടക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ഞാൻ ഒരു മിനിറ്റ് പറയട്ടെ. റിസർവ് ചെയ്ത് വെക്കുന്ന സാധനത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമില്ല, തനിക്ക് കിട്ടിയോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ രണ്ട് ബ്രാഹ്മണർ പട്ടിണി കിടന്നതാണോന്നൊന്നും പറയണേ. രണ്ട് ബ്രാഹ്മണർ ഇവിടെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമ സംവിധാനം ഇവിടെ ഉണ്ടാക്കി ഇവിടെ മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന് പറയുന്ന മനുഷ്യർക്ക് ഇവിടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ബിൽഡായി ഓൾറെഡി. അതിന്റെ ലീഡറായിട്ടാണ് മറ്റേയാളിരിക്കുന്നത്. ആര്? നമ്മുടെ ഗണേഷ് കുമാറിന്റെ അപ്പൻ അതിന്റെ ആളായിരുന്നു. ഇപ്പൊ ആരാന്നൊന്നും അറിയില്ല. അപ്പൊ ഈ സാധനമൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയും കൂടി വെച്ചിട്ട് പറയാണ് മറ്റേത് പൂർണ്ണമായിട്ട് അങ്ങനെ എടുത്ത് മാറ്റിയില്ല എന്നാ പറയണത്. പിന്നെ എന്താ പറയണത്? പിന്നെന്താ പറയുന്നത്? എന്തോ എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞത് സംവരണം മാറ്റണമെന്നാണല്ലോ പറയണത്. അതല്ല പറഞ്ഞത്. പിന്നെന്താ പറയുന്നത്? അയ്യോ, അങ്ങനല്ല അത് പറഞ്ഞേ. പിന്നെന്താ പറയുന്നത്? അതായത് ഇപ്പൊ തനിക്ക് വീണ്ടും ഒരു കാര്യം കൂടെ വരും. ഇതിന് ഈ മുന്നോക്കത്തിൽ പിന്നോക്കവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മുന്നോക്കത്തിൽ അത് പറഞ്ഞേ അതെന്ത് വ്യത്യാസം? പിന്നോക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ പിന്നോക്കം ആയത്? അപ്പൊ മുന്നോക്കക്കാരൻ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. തനിക്കെന്താ മനസ്സിലാവാത്തത്? ഈ പറയുന്ന ജീവിത സാഹചര്യം മോശമാകുന്നവരെ നോക്കിയാൽ മതി. അതിന് താൻ മുന്നോക്കം ഉണ്ടോ പിന്നോക്കം ഉണ്ടോ? അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അവിടെ ജാതി അടിസ്ഥാനത്തിലല്ല നോക്കണ്ടേ. ജാതി അടിസ്ഥാനത്തിൽ വോട്ടിന് ഇലക്ഷൻ ആളെ നിർത്താന്ന്. അതാ അവിടെയാ പ്രശ്നം ഇരിക്കുന്നത്. തനിക്ക് ഇതിന്റെ പ്രശ്നം അതല്ല. പ്രശ്നം പട്ടിണിയും സൗകര്യക്കുറവാണ്. അല്ലാതെ തനിക്ക് മുന്നോക്കം പിന്നോക്കം അവിടെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ജാതി അടിസ്ഥാനത്തിൽ ഇലക്ഷൻ ആളെ നിർത്തുന്ന CPM പോലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ, ഞാൻ അതാ പാർട്ടിയുടെ മാത്രം കാര്യം പറയുന്നുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരെ ജാതി അടിസ്ഥാനത്തിലും മതത്തിന്റെ അടിസ്ഥാനത്തിലും എറണാകുളത്ത് ലാറ്റിൻ കാത്തലിക് നിർത്തുക, അങ്കമാലി ആകുമ്പോൾ അത് റോമൻ കാത്തലിക് ആവുക, ചാലക്കുടി ആകുമ്പോഴേക്കും അത് റോമൻ കാത്തലിക് ആവും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ താനൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ പരിപാടി അവതരിപ്പിക്കുന്ന രീതി ഇവിടെ മൊത്തം പരിപാടിക്കകത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സംവിധാനം തന്നെ മൊത്തത്തിൽ മാറണം. നമ്മൾ ഇത് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അവിടെ അതല്ല, അതാ മാറണ്ട്. തനിക്കിപ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലോ എനിക്ക്. ഈ സാധനം ഇതുവരെ ഉള്ളത് ഓക്കെയാ, ഇവിടെ ഇത് ഓടും, ഈ തലമുറ വരെ ഓടും. പക്ഷെ 2K കഴിഞ്ഞിട്ട് ഇത് ഓടിക്കാൻ പാടാ. അവിടെ ഇത് വരുത്തുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളില. മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന് പറയുന്നത് അതെന്ത് പിന്നോക്കം? ഇതിന് താഴോട്ട് വേറൊരു പിന്നോക്കം. ഇതെല്ലാം ഈക്വാളിറ്റി എവിടെ വരുന്നത് വെച്ചാൽ പിന്നോക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈക്വാളിറ്റി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആഹാരം ഇല്ലാത്തവനും വീടില്ലാത്തവനും വീട്ടിൽ കറണ്ട് ഇല്ലാത്തവനും മാത്രമാണ്. അതിന് ജാതി ഒരു പ്രശ്നമല്ല. പട്ടിണി കിടക്കുന്നവന് ജാതി ഇല്ല. അതിന് വയ്യാതെ കിടക്കുന്നവനും ജാതി ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വയ്യാത്തൊരുത്തിനെയും ജാതി നോക്കിയിട്ടൊക്കെ ഒരാൾക്ക് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് മണ്ടത്തരമായിരിക്കും? പട്ടിണി കിടക്കുന്നവന് ജാതി നോക്കിയിട്ട് ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നതോ, ഒരുത്തം വയറിറങ്ങിയിരിക്കുമ്പോൾ അവന് വീണ്ടും കൊണ്ട് കൊടുക്കുക, അത് ശരിയല്ലത്. ആ പ്രൊസീജിയർ ഇവിടെ നടക്കുന്നുണ്ട്. അത് തന്നെ ഞാനും പറഞ്ഞത്. നേരത്തെ പറഞ്ഞ വേറെ ഇൻകോമ്പറ്റൻസി വരും. ഇൻകോമ്പറ്റൻസി മനസ്സിലായി. താൻ ഈ പറഞ്ഞ സാധനത്തിന്റെ ഇതിന്റെ കോർ സാധനം ഇരിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യത്തിനകത്തൂടെ അടക്കം ജാതിയും മതവും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അടക്കം നടത്തുന്നത് ജാതീയമായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലിരുന്നോണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ കുറിച്ച് സംസാരിക്കണം. അല്ലാതെ ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഇലക്ഷൻ അടുത്ത ഇലക്ഷൻ വരുമ്പോ ഈ സാധനം ഒരു 50 വർഷത്തിൽ കൂടുതൽ ഇത് ഓടിക്കാൻ പാടില്ല. ഈ സിസ്റ്റം, അതായത് ഒരു അപ്ബ്രിങ്ങിങ്ങിന് അല്ല, അപ്ബ്രിങ്ങിങ് പോട്ടെ, ഡെവലപ്മെന്റ് അല്ല, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കാറ്റഗറി വിട്, പൈസ കുറഞ്ഞ ആളുകളുണ്ട്, അവരെ ഉയർത്തിക്കൊണ്ട് വരണം എന്ന് പറയുന്നിടത്ത് ഉയർത്തലൊക്കെ നടന്നിട്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ഈ ഇത്രയും കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ടും ഇവിടെ ഫെയിലിയറാണ്. കേരളത്തിലെ ഇന്ത്യ മൊത്തം ഫെയിലിയർ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫെയിലിയർ. എന്റെ അജു, ഇത് ഇങ്ങനെ ഒരു സംഭരണം വെച്ചിട്ട് തനിക്ക് മനസ്സിലാവും. തനിക്കിപ്പോ കൊറോണ എന്ന് പറഞ്ഞ അസുഖം വന്നു, താൻ ഇപ്പോഴും കൊറോണയ്ക്ക് മരുന്ന് കണ്ടിരിക്കുക എന്ന് പറയുന്നവരുണ്ട്. ഞാനത് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതായത് ഇവിടെ ഈ ഇന്ത്യയിൽ മനുഷ്യർ ഇപ്പൊ ഈ പറയുന്ന SC STക്കാർക്ക് സംവരണം കൊടുത്തിട്ടും അങ്ങനെ ഒരു സംവരണം കിട്ടുന്നുണ്ടെന്നും അത് നമുക്ക് കിട്ടുന്നതാണെന്നും മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത മനുഷ്യരവിടെ ഉള്ളത് ഇന്ത്യ മുഴുവൻ. മനസ്സിലാവും. ഇത് എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണോ താൻ വിചാരിക്കുന്നത്? ഇത് പോയി ചോദിച്ച് മേടിക്കാൻ അറിയുന്നതാണോ വിചാരിക്കുന്നത്? അപ്പോഴും അത് തന്നെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ്. ജാതീയമായിട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അവിടെ തെറ്റിയില്ലേ? അപ്പൊ പ്രശ്നമുണ്ട്. അപ്പൊ എന്നാ പിന്നെ സംവരണം കൂടി എടുത്തു മാറ്റിയാലേ ബാക്കിയെല്ലാം തെറ്റിയിരിക്കാണല്ലോ എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. അത് അവിടെ എങ്ങനെ വീണ്ടും ഓൾറെഡി തെറ്റിയല്ലോ.
തെറ്റിയാണ് ഈ നമ്മുടെ ജാതീയമായിട്ടാണ് നമ്മളിവിടുത്തെ സംവിധാനം വർക്ക് ചെയ്യുന്നത്. ഞാൻ തന്നെ പറയുന്നുണ്ട് തെറ്റിയെന്ന് അല്ലേ? ആണല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജാതീയമായിട്ടാണ് സംവിധാനം വർക്ക് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇങ്ങനത്തെ സംവിധാനത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പറയുന്ന മനുഷ്യർക്ക് ഇത് ഇങ്ങനെ പോലും ചോദിച്ച് മേടിക്കാനുള്ള കഴിവില്ലാത്ത മനുഷ്യർ, അവർക്ക് ഇതിങ്ങനെ ഒരു സാധനം ഭരണഘടനക്കകത്ത് എഴുതി വെച്ചുകൊണ്ട് മാത്രം കിട്ടുന്ന, മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ ഇവരെ ഇവിടെ ജീവിക്കാൻ പോലും ഇവർക്ക് എവിടുന്നൊക്കെ മാറ്റിവിടും, അവിടെ നിന്നൊക്കെ മാറ്റിവിടും. പ്രത്യേക നിയമങ്ങളും വകുപ്പുകളും ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് തല്ലുകൊണ്ട് ചാവാതെയൊക്കെ ഇത്രയൊക്കെ സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇപ്പോഴും പിടിച്ചുകൊണ്ട് റേപ്പ് ചെയ്ത് കൊല്ലുമെന്ന് നോർത്ത് ഇന്ത്യയില്. നോർത്ത് ഇന്ത്യൻ ആണോ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവർക്ക് ലഭിക്കുന്ന ഈ സംവരണം എന്ന് പറയുന്ന സാധനം കൂടി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? ഇവരെന്ന് പറയുന്ന ആരെയാന്നൂടെ പറ. ഈ SC ST എന്താ അവിടെയാണ് ഞാൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി ഇത് ഫെയിലിയറാ. ഈ സിസ്റ്റം ഇവര് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയ സാധനം തോറ്റു, സമ്മതിച്ച് പറയുന്നത്. അവിടെ വീണ്ടും ഒരു ആഡ് ഓൺ ഫെയിലിയർ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന. ഇതിൽ നിന്നും കുറച്ചുകൂടെ മുകളിലോട്ട് വന്നിട്ട് പിന്നെയും കാസ്റ്റിന്റെ പേര് മാത്രം കുറച്ചു നേരം കൺസിഡർ ചെയ്യുമ്പോൾ ഡബിൾ ഫെയിലിയർ ആവും. എന്താന്ന് അറിയാമോ? ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാന പ്രശ്നം സത്യത്തിൽ തനിക്ക് നടക്കാൻ വയ്യാത്ത ഒരാളാന്ന് വിചാരിക്കുക, തന്നെ ആ വീൽ ചെയറിൽ ഒന്നിക്കൊണ്ട് പോവാ. അങ്ങനെ പോലെ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ് ജയിക്കാൻ വേണ്ടി പറയുന്ന പോലെ ഇപ്പോ അങ്ങനെയല്ല. അതായത് ഈ പറഞ്ഞ പോലെ മനുഷ്യര് ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണത്. ഇവിടെ ജാതീയമായിട്ടാണ് എല്ലാ പരിപാടി ഓടുന്നത്. അജു, എന്റെ പൊന്നടാ, അങ്ങനെ ഓടുന്നത് അവിടെ അതിനെന്താ? അപ്പൊ അങ്ങനെയുള്ള അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് ഈ മിനിമം ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. അവരവരൊക്കെ ഉണ്ട് ഇവിടെ. അതെന്തുകൊണ്ടാ പറയണേന്ന് പറയാം. താൻ ഈ പറയുന്ന സാധനം താനപ്പോ മറ്റേത് കാണുന്നുണ്ട്. ഏത്? താൻ ഈ ദരിദ്ര അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത വട തിന്ന ബ്രാഹ്മണർ താൻ കാണുന്നുണ്ടല്ലോ. അത് തനിക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റാത്ത എന്താ? പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ 100 പേര്, അതിൽ 98% ആൾക്കാരും താൻ പറഞ്ഞ പോലത്തെ ആൾക്കാര് ഈ ആനുകൂല്യങ്ങളോട് നിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് അതുമില്ല ഇതുമില്ല. അയാളെ കൺസിഡർ ചെയ്യണം. ഒന്ന് പറയുന്നേക്ക്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ 2 പേർക്ക് കിട്ടാതെ പോകുന്ന സാധനത്തിന്റെ അതേ സാധനം ഇപ്പുറത്തൊരു കൂട്ടരുണ്ടെന്ന് കരുതുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ റിസർവേഷനിൽ നിന്നിട്ട് നല്ലപോലെ പൈസയുള്ള ഈ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും കൊണ്ട് ഇവന് കിട്ടേണ്ട പൈസയെ കൊടുക്കുന്നത്. അത് ശരിയല്ല, അത് ഡബിൾ ഫെയിലിയറാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ജാതി അധിഷ്ഠിതമാണ് നമ്മുടെ സമൂഹം എന്നുള്ളതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി വേറെ രീതി ഇല്ല, അത് വിട്. അത് വിടല്ലേ, അതങ്ങനെ വിട്ട് വെറുതെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിന്റെ കാര്യം ഞാൻ പറയാം. താൻ തളർന്നു കിടക്കുകയാണ്. തന്നെ പറയുന്നേക്ക് എക്സാമ്പിൾ വേണമല്ലോ. അതായത് തനിക്ക് നടക്കാൻ പറ്റുന്നില്ല, തന്നെ 2 പേര് തോളത്തുടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം തനിക്ക് കാലിന് ബലമില്ലാത്തതോ നട്ടലിന് വല്ലതും പറ്റിയതോ ആവാം. എല്ലാം വേണ്ട, തനിക്ക് നടക്കാനുള്ള ശേഷി അറിയത്തില്ല, പഠിച്ചില്ല. എങ്ങനെ വേണേലും 2 പേര് താങ്ങിക്കൊണ്ട് നടക്കുവാണ്. അത് ഒരു പ്രത്യേക ജാതിക്കാരനാണ് ഈ തളർന്നു കിടക്കുന്നത് പറയുന്നതൊക്കെ. എന്നിട്ട് താൻ നല്ലപോലെ ഓടാൻ കഴിവായി അല്ലേ, അയാളുടെ മകൻ ഓടുന്നുണ്ട്. അയാൾ എന്തിനു 2 പേര് വീണ്ടും താങ്ങിക്കൊണ്ടിങ്ങനെ നടക്കുന്നേ? കാല് വയ്യാത്തൊരുത്തിന് അവിടെ നിലത്ത് കിടന്ന് എഴയുക. അവനെ കൺസിഡർ ചെയ്യാതെ ഈ നടക്കാൻ കപ്പാസിറ്റി ഉള്ളവനെ എന്തിനാ പിന്നെ തോളത്ത് താങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കറക്റ്റ് ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അല്ലാതെ താൻ വിചാരിക്കുന്ന പോലെ കുറെ പാവപ്പെട്ടവരെ അങ്ങ് നശിപ്പിക്കണം, അതല്ല ഞാൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ബ്രാഹ്മണൻ വരുന്ന അവിടെയാ തളർന്നു കിടക്കുക, അയാൾ എഴയുക. ഇല്ല ജെനറ്റിക്സ് ഇല്ല ഇതിനകത്ത് അങ്ങനൊന്നും ഇല്ല. ഇല്ലില്ല അങ്ങനൊന്നും ഇല്ല, അതില്ല. ആ സിസ്റ്റത്തിൽ അതില്ല. ഞാൻ പറഞ്ഞ സിസ്റ്റത്തിൽ ഇതൊന്നും ഇല്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, ഇനി അപ്പുറത്ത് ഈ പറയുന്ന സർക്കാരും സംവിധാനങ്ങളും ഉണ്ട്, ഇത് മുഴുവൻ അങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടുന്ന് തുടങ്ങേണ്ട ഒരു വല്ല പരിപാടി. താൻ ഇവിടെ മാത്രം ഇപ്പുറത്തോട്ട് കടന്നു വന്നിട്ട് ഇത് മാത്രമാണ് പ്രശ്നം എന്നുള്ളത്. ഇത് ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, വേണ്ട ഞാൻ പറയാം. ഇനി ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ ഒരു രീതി ഞാൻ പറയട്ടെ എങ്ങനെയാന്ന്. ഈ പരിപാടി ഒരു സമൂഹത്തെ എടുക്കുക. കേരളം മൊത്തം 4 കോടി ജനമുണ്ടെന്ന് വിചാരിക്കുക. ഈ 4 കോടി ജനത്തിനെയും രക്ഷപ്പെടുത്താൻ റോബോട്ടിക്സ് ആൻഡ് AI ഏർപ്പാടാക്കുക. എന്നിട്ട് പറയാൻ പോകുന്നത് അവർക്ക് കൊടുക്കുന്ന കമാൻഡ് ഇവിടുന്ന് കുറച്ച് പേർക്ക് സൗകര്യമില്ലാത്തവരെന്തോ അത് എന്ത് വേണം എടുത്തോട്ടെ, അവരെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം
എന്ന് പറഞ്ഞാൽ ആ റോബോട്ട് ഓരോരുത്തരുടെ ജാതി നോക്കിയിട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇനി വേറെ ഔട്ട്സോഴ്സ് ചെയ്യണം. എന്തെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവർ വന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ട് പഠിച്ചിട്ട് ആൾക്കാർക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ആർക്കാണ് ന്യൂട്രീഷൻ വേണ്ടത്, ആർക്കാണ് ബുക്ക് വേണ്ടത്, ആർക്കാണ് കമ്പ്യൂട്ടർ വേണ്ടത് എന്ന് നോക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ ജാതി അടിസ്ഥാനത്തിൽ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. റോബോട്ടിനെ കൊണ്ട് പറ്റത്തില്ല, എഐക്കും പറ്റത്തില്ല. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് എ ഉണ്ട്, റോബോട്ടിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. തനിക്ക് ഇന്നെന്നല്ല, ഒരു 2 തലമുറ മുന്നേ തൊട്ട്, 2 തലമുറയല്ല, 1 തലമുറ മുന്നോട്ട് പറ്റും. കാരണം ഡാറ്റാബേസ് എന്ന സാധനം വന്നിട്ടുണ്ട്. ഓരോരുത്തരും ഡേറ്റ എടുക്കാൻ പറ്റും. അതിനെ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് പൊളിറ്റിക്സും വെച്ച് സ്റ്റേറ്റ് ഒക്കെ ഇതിനകത്ത് സ്റ്റേറ്റിന്റെ കേസ് വിടാം. ഞാൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടൊരു മാർഗമുണ്ട്. നേരത്തെ എഐക്ക് മുന്നേ ഡാറ്റാബേസ് ഉണ്ടായി, അപ്പോഴും ആരും കറക്റ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ കറക്റ്റ് ചെയ്യാൻ നോക്കിയാൽ ഡാറ്റാബേസ് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നറിയോ, റിക്വയർമെൻറ്റ്സ് എടുക്കും, ഒരാൾക്ക് എന്താ വേണ്ടത്, അപ്പോൾ ഇല്ലാത്ത ഫില്ല് ചെയ്യുക. തനിക്ക് 10 കോളം ഞാൻ തരാം. ഒരാളുടെ പേര് ഡെന്നിസ്, ഇവിടെ അജു, തൊട്ടപ്പുറത്ത് വിഷ്ണു, ജിഷ്ണു, ഇങ്ങനെ നിൽക്കുക. എടുത്തു വെക്കുമ്പോൾ ഇയാൾക്ക് വീട്, ഡ്രസ്സ്, ഫുഡ്, അപ്പന് ഇത്ര സാലറി, ആരൊക്കെ വയ്യാതെ ഉണ്ട്, അപ്പനമ്മ, വല്യമ്മ, ആരൊക്കെ വീട്ടിലുണ്ട്, ഇത്രയൊക്കെ എടുക്കുമെന്ന് വിചാരിച്ചോ. ഇങ്ങനെ അത് പോകുന്നത് ഒരു കുടുംബത്തുള്ള കാര്യങ്ങൾ. 3 പേരെ ഉള്ളെങ്കിൽ 3 പേരെ എടുക്കാം. അതിനകത്ത് 100 രൂപ സാലറി ഉള്ള ആളുണ്ട്, 500 രൂപ സാലറി ഉള്ള ആളുണ്ട്, 1,00,000 രൂപ സാലറി ഉള്ള ആളുണ്ട്. ഇതിനകത്ത് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ കോളം ഇല്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കാസ്റ്റ് ഒരിക്കലും ഇതിനകത്തൊരു ബന്ധമുള്ള കാര്യമല്ല. ഡയറക്റ്റ്ലി ഒരു ഇൻവോൾവ്മെൻറ്റും ഒരു മനുഷ്യൻ്റെ ഒരിടത്തും ഇല്ല അതിന്. അത് പിന്നെ ഉണ്ടാക്കാന്നേ ഉള്ളൂ. ഈ പറയുന്നത് എനിക്ക് താന്ന ജാതിയാന്ന് തോന്നിപ്പോയാൽ തന്നെ ഞാൻ താന്ന ജാതിയാണ്. അതിന് താൻ പല രീതി ഒരാളെ താത്തി കെട്ടാൻ പറ്റും. അതിന് ജാതി മാത്രമല്ല, താന്ന ആവും. തനിക്ക് താന്ന ജാതി ആവണ്ട, തനിക്ക് വേണമെങ്കിൽ കളർ കുറഞ്ഞാലും താക്കാൻ പറ്റും, മണ്ണും കൂടിയാലും താക്കാൻ പറ്റും. അതുകൊണ്ട് തോന്നല, അത് ആ തോന്നൽ വിട്ടേക്കണം. അത് സൈക്കോളജിക്കലാ. ഒരാൾക്ക് മാത്രം തോന്നുന്നല്ലത്, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് മുഴുവൻ. എല്ലാ തടിയന്മാർക്കും ഈ പ്രശ്നമില്ല. തടിയനും പ്രശ്നമുണ്ട്, ഞൊണ്ട് കണ്ണ് കാണാത്ത ആൾക്കാർക്കും പ്രശ്നമുണ്ട്. എല്ലാ കണ്ണ് കാണാത്തൊരു ഒരുപോലല്ല. അതുകൊണ്ട് അത് വിട്. ഇല്ല, അങ്ങനല്ല, അത് സൈക്കോളജിക്കലാ, അത് വിട്ടേക്ക്. അത് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ അത് ഒരു പ്രശ്നം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കോളമായിട്ട് എടുക്കുവാണെങ്കിൽ കാശിനെ ഒഴിവാക്കിയിട്ട് വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതിനകത്ത് ഐക്യു വരും, ഈക്യു വരും, എല്ലാം വരും. ഇതിനെയാണ് പരിഹരിക്കുന്നത്. അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. താൻ അപ്പോഴും ഈ കാസ്റ്റെ പിടിച്ചിരിക്കും, ഇപ്പുറത്ത് മറ്റവനെ പിടിച്ചിരിക്കും. എന്നാലോ ഞാൻ ഈ പറഞ്ഞ ബ്രാഹ്മണൻ എന്തായെന്ന് അറിയോ, അയാൾ ബ്രാഹ്മണനായി പോയെന്നേ ഉള്ളൂ. അയാൾ കഷ്ടപ്പെടുക, പട്ടിണി പറഞ്ഞേക്കെ. എന്നിട്ട് അയാൾ റാങ്ക് ഹോൾഡറാ, ജോലി കിട്ടിയില്ല. റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് ജോലി കിട്ടി. ഇയാൾ എന്നിട്ട് ലാസ്റ്റ് തന്നെത്താനെ എങ്ങാണ്ടൊക്കെ പഠിച്ച് കുറേ കഷ്ടപ്പെട്ട് പുള്ളിയുടെ തിരിപ്പുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. പഠിക്കാൻ കഴിവുണ്ടോ അയാൾക്ക് ഫുഡ് ആൻഡ് ഇത് കൊടുക്കണം. അയാൾ തന്നെ പഠിച്ചാൽ കയറിക്കോട്ടെ. അപ്പോൾ അതിനെന്താ, ആ മനുഷ്യനെ കൊണ്ട് എന്തോരം പ്രയോജനം എന്നറിയോ. അയാൾ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അയാൾ സൂപ്പറായിട്ട് പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. അയാൾ പഠിപ്പിക്കുന്ന പിള്ളേർക്കും സൂപ്പറാണ്. ഞാൻ കാസ്റ്റ് വൈസ് കാണാൻ പാടില്ല. ബ്രാഹ്മണൻ പ്രത്യേകം എടുത്തു പറയാൻ കാര്യം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരെ അതിനകത്ത് പെട്ടിട്ടുള്ളൂ. ആ പെട്ടവർ ഭയങ്കര പെടലാണ് വിട്ടേക്കുന്നത്. കുറച്ച് പേരെ വിട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ പല കാസ്റ്റിലുണ്ട് ഇതുപോലെ. അപ്പർ ക്ലാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനിസിൻ്റെ ഇടയിലുണ്ട് ഈ പ്രശ്നം. പിന്നെ ഏതാ ഹയർ ഹിന്ദു ഏത് കാസ്റ്റിലാണേലും ഇതിനകത്ത് പെടാത്ത ആൾക്കാർക്ക് ഇതേപോലെ പലയിടത്തും കയറാൻ പറ്റുന്നില്ല. മനസ്സിലായോ? എന്നാൽ താഴെ ആലോചിച്ച് നോക്ക്, മാർക്ക് കുറഞ്ഞാൽ കുഴപ്പമില്ല, ജോലിക്ക് ചെല്ലുമ്പോൾ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഇതിനകത്ത് പ്രശ്നമില്ല. അവിടെ പ്രശ്നം വരുന്നത് എവിടെ? അത് ടോട്ടൽ ഒരു നേഷന്റെ പ്രൊഡക്ടിവിറ്റി കുറയും. അവിടെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. ഇല്ല, ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല. തനിക്ക് സർജറി ചെയ്യാൻ പേടിക്കും. അത് മനസ്സിലായി. ഞാൻ പറയുന്നത് ഈ വിഷയം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ വിഷയം അങ്ങ് ഏറ്റവും തുടക്കം മുതൽ ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യണം. ഇത് ഇതിന്റെ ഡേറ്റാബേസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതല്ല പറഞ്ഞു. ഗവൺമെന്റ് അടക്കം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ താനിത് എങ്ങനെയാണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്? ഇത് മാത്രം മാറ്റിക്കോളാനാ പറയണേ. അത് മാറ്റുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യണം അറിയോ? എലക്ഷൻ നടക്കുന്നത് എങ്ങനെയാന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഇതുപോലൊരു പ്രൊപ്പോസൽ ആര് വെച്ചാൽ ഇവിടെ നടക്കത്തൊന്നുമില്ല. അതിന്റെ ഏറ്റവും കൂടുതൽ പണി കാണിക്കുന്നത് ഇതേ കാറ്റഗറിയിലുള്ള 2 കൂട്ടരും കണക്കാ. മനസ്സിലായി? ഇവര് നാട് നന്നാക്കാൻ ചെയ്യുന്ന അല്ല ഇത്. ആദ്യം മനസ്സിലായിരിക്കും, ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ചോദ്യമാണ്, അതായത് ഈ രാജ്യത്ത് എലക്ഷൻ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത് ജാതീയമായിട്ടാണ് നടക്കുന്നതെന്ന് തനിക്ക് അറിയാമോ? അതറിയാമോ? ഇത് ഞാൻ ചോദിക്കട്ടെ, അതാണെന്ന് തനിക്ക് അറിയാമോ? ആയിരിക്കാം.
പറയുന്നേക്ക് ഇല്ല ഇല്ല അതറിയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം ഇല്ലില്ല ഞാൻ വേറെ കാര്യം പറയാം. ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമില്ലേ, ഇന്ത്യക്ക് മാത്രമല്ല കോളനൈസ്ഡ് ആയിട്ടിരുന്നേച്ചത്. ഒരുപാട് രാജ്യങ്ങൾ ഇതുപോലെ കോളനൈസ്ഡ് ആകുന്നു, ദാരിദ്ര്യമാകുന്നു. പക്ഷെ ഈ ദാരിദ്ര്യത്തിനൊക്കെ പല രാജ്യങ്ങളും ഇന്ന് ദരിദ്ര രാഷ്ട്രമായിട്ട് തുടരുന്നില്ല. ആ രാജ്യങ്ങളിൽ ഒന്നുമില്ല. അതിപ്പോ ചൈനയിലൊന്നും ചൈന എടുക്കാം, ചൈനയും കൊറിയയൊക്കെ എടുക്കാം ഉണ്ട്. അപ്പൊ ഈ ചൈനക്കില്ലാത്ത പ്രശ്നം, ചൈന പോപ്പുലേഷൻ കൂടുതലാണ്, പലയിടത്തും ഇല്ലാത്തൊരു പ്രശ്നം. ഇപ്പൊ അമേരിക്കയെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ബ്ലാക്കും വൈറ്റും പ്രശ്നമാണ്. പക്ഷെ അവരതിനെ പല രീതിയിൽ ഈ പറഞ്ഞ പോലത്തെ രീതിയിൽ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് ഇപ്പോഴും പ്രശ്നങ്ങളില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ചെറിയ തോതിലുണ്ട്. അവരിത് കറക്റ്റ് ചെയ്ത രീതിയും നമ്മൾ വെച്ചോണ്ടിരിക്കുന്ന രീതിയും നടക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ, ഉണ്ട്. അവിടെ ഈ ബ്ലാക്കിന് ഈ പറയുന്ന പോലെ പ്രത്യേക പരിഗണനയൊക്കെ ഉണ്ട് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷെ സമ്പന്ന വികസിത രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ ഇപ്പോഴും അവിടെ ഒരു വിഷയം വ്യത്യാസം എന്ന് പറഞ്ഞുതരാം. അതെങ്ങനെയാന്ന് വെച്ചാൽ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് അവിടെ അവര് പഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലല്ല. എല്ലാത്തിനെയും ആനയെ കൊണ്ട് മരം കയറ്റുന്ന പരിപാടി അല്ല നടക്കുന്നത്. അണ്ണാൻ മരം കയറും, ആന തടി പിടിക്കും എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ലേ. അവിടെ തനിക്കൊരു കുട്ടി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യത്തിനനുസരിച്ചാണ് പഠിക്കുന്നത്. അവിടുത്തെ സിസ്റ്റം അതാ, എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. പക്ഷെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനല്ല. അവിടെ അവർക്ക് എന്ത് സപ്ലൈ ചെയ്താലും അവർക്ക് കറക്റ്റായിട്ട് കൊടുക്കാനും അറിയാം. അവർ കൊടുത്തേക്കുന്നത് ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റി ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇഷ്ടമുള്ള പോലെ കുട്ടി പഠിക്കുന്നത്. സായിപ്പാന്നും പറഞ്ഞുകൊണ്ട് അവൻ ഒരു മരംവെട്ടുകാരനാവാതിരിക്കത്തൊന്നും ഇല്ല അവിടെ. അതായത് റിസർവേഷൻ എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും അവശേഷിക്കുന്നു. റിസർവേഷൻ ഇവിടെ ഫെയിലിയറാ. അത് വേറെ വിഷയമാണ്. അതിവിടെ എന്താ ഫെയിലിയർ അല്ലാത്ത? അയ്യോ അങ്ങനല്ല ഡെന്നിസേ, ഇവിടുത്തെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നുണ്ടോ? താനിപ്പോ വേറെ രാജ്യത്തെ കാണുമ്പോൾ അവിടുത്തെ പാരലി മറ്റു കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. അവിടെ അപ്പോഴും ഒരു കാര്യമുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഫുഡില്ലാത്ത ഒരു വെളുത്തൊരാൾ കിടന്നാൽ അയാളെ അവഗണിച്ചിട്ട് ഫുഡൊക്കെ ഉള്ള ഒരു ബ്ലാക്കിനെ പിടിച്ചിട്ട് വീണ്ടും അവിടെ പൈസ കൊടുക്കത്തില്ല. അവർക്കത് കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്താൽ ചെയ്യുന്നത്. അല്ലാതെ അവരൊരിക്കലും ബ്ലാക്ക് ആയതുകൊണ്ട് പ്രത്യേകം അങ്ങെടുത്ത് തലയിലോട്ട് വെക്കത്തൊന്നുമില്ല. സൗകര്യങ്ങൾ കൊടുക്കും, അതെല്ലാവർക്കും ഒരുപോലെ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടോ എടാ, അവിടെ ഇപ്പൊ ഒരു വൈറ്റ് ആയതുകൊണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു കാര്യം പറയാം. ഇപ്പൊ റീസെന്റ് ആയിട്ട് അമേരിക്കയിലെ ഏതോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുപോയി. അതായത് ഒരു ഇന്ത്യൻ ഒരുത്തൻ അവൻ ബ്ലാക്ക് ആണെന്ന് ക്ലെയിം ചെയ്തോണ്ട് മനസ്സിലായോ, അവനൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തു. എന്നിട്ട് അവൻ അവിടെ ഒന്ന് പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ആ സാധനം ഒരു ഇന്ത്യൻ ചെയ്തു എന്ന് പറയാം. ആ റിസർവേഷൻ ഉണ്ട് അവിടെ. അത് പറയാൻ വേണ്ടി ഞാൻ അത് പറയാം. അതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞത് തനിക്ക് അപ്പോഴും അതുകൊണ്ട് അമേരിക്കയിലെ അല്ല പറഞ്ഞുതരാം. അവിടുത്തെ വ്യത്യാസം എന്നാന്നറിയോ? താനിവിടെ പഠിച്ച് ഒരു ഇതെടുക്കാതെ അങ്ങോട്ട് കയറ്റി വിടത്തില്ല. മനസ്സിലായി? ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ തള്ളുന്നത് ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് എടുക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ. അവിടെ വെയിറ്റ് എടുക്കുമ്പോൾ ഇയാൾ എന്ത് കാണിച്ചാലും അയാൾ ആ വെയിറ്റ് എടുക്കേണ്ടി വരും. അയാൾ ആ വെയിറ്റ് എടുക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫുഡോ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ അത് അവർ കൊടുക്കാമെന്നാണ് പറയുന്നത്. അല്ല തനിക്ക് താങ്ങിത്തരത്തില്ല. റിസർച്ചും പരിപാടിയൊക്കെ വൃത്തിക്ക് നടത്തിയാൽ ഏത് നാട്ടുകാരനും അതിൽ പോയി കയറാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഒരു റിസർവേഷൻ സംഭവം ഉണ്ടെങ്കിൽ അതിപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിംസിന് ചെറുതായിട്ടൊക്കെ അവർ ഇത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അറബ് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കിട്ടും. പക്ഷെ അവിടെയും താനൊരു കാര്യം മനസ്സിലാക്കണം, ഇതുപോലെയല്ല. ഇവിടെ ജോലി ചെയ്യുമ്പോഴും താങ്ങിക്കൊടുക്കാം, അത് നടക്കത്തില്ല. അത് ഈ രാജ്യം നശിക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം പ്രൊഡക്ടിവിറ്റി കുറയും. ആസ് എ നേഷൻ പ്രൊഡക്ടിവിറ്റി കുറയും. ഈ പറയുന്ന പ്രശ്നം ഇവിടെ മാത്രമല്ല ഉള്ളത്, ഇത് ത്രൂ ഔട്ട് ഉള്ള പ്രശ്നമാണ്. അല്ല ത്രൂ ഔട്ട് പ്രശ്നം ഇല്ലടോ, മുതൽ ഇങ്ങോട്ട് മനുഷ്യരുടെ ഇടയിൽ എല്ലാവരും ഇവിടെ ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത് അവർ ഡിവിഷന് തയ്യാറുമാണ് ഇവിടെ ഉള്ളവർ. ഇവരത് മാറ്റാൻ ശ്രമിക്കുന്നില്ല. ഈ ഒരു ക്ലാസ്സും അത് മാറ്റാൻ ശ്രമിക്കത്തില്ല. സൗകര്യമുള്ളവർ എപ്പോഴും സൗകര്യം കൂട്ടിക്കൊണ്ടിരിക്കും. തനിക്ക് താൻ വിചാരിച്ച പോലെ എന്തോ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി കോളനിയുടെ കാര്യം പറയാം. ഒരു കോളനി ജനിച്ച് ഒരാള് അയാൾ അവിടുന്ന് പൈസ അയക്കഴിഞ്ഞാൽ തിരിച്ചാൽ കോളനിക്ക് പോകത്തില്ല. അയാൾ അവരെ ആരെയും സഹായിക്കുന്നില്ല. എനിക്കറിയാമല്ലോ അങ്ങനെയുള്ളവർ, തനിക്കും അറിയാമല്ലോ, തനിക്ക് ആരാണ്ട് അറിയാമല്ലോ അങ്ങനെയൊക്കെ. അവരൊന്നും പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അവരെന്താ ബുദ്ധിമുട്ട് കണ്ടില്ലേ? എല്ലാരും ഈ ബുദ്ധിമുട്ടിൽ കൂടെ വന്നവരാണല്ലോ. ആളുകൾ ചിലപ്പോ അങ്ങനെ മാറി പോകുന്നുണ്ടാവും. അപ്പൊ മറ്റവർ ഇവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാവും. അവരല്ല ഉള്ളത്. ഇവിടെ ഉള്ളത് ഇന്നുള്ളത് സൗകര്യങ്ങളില്ലാത്ത ആൾക്കാരും സൗകര്യങ്ങളുള്ളവരേ ഉള്ളൂ. അതിന് ജാതിയില്ല. അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അത് ഡേറ്റാബേസ് തുടങ്ങിയപ്പോൾ തൊട്ട് എടുക്കണ്ട. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന സ്റ്റേറ്റ് അടക്കം എല്ലാം ഇങ്ങനത്തെ ഒരു സംവിധാനത്തിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം മാത്രം ഇതിനകത്ത് മാറ്റണമെന്നാണ് പറയണത് അല്ലേ? അങ്ങനെ ഒരു സാധനം മാറ്റുക എന്ന് പറഞ്ഞാൽ മാറ്റുമല്ല ചെയ്യുന്നത്, അത് മാറ്റി എന്നല്ല പറയുന്നത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അത് കുറച്ചും കൂടി കൃത്യമായിട്ട് എത്തണം.
കൃത്യത വരുത്തേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാറ്റഗറി ഡാറ്റാബേസ് എടുത്തപ്പോൾ തന്നെ കിട്ടിയേനെ. പക്ഷെ ഇവരത് ചെയ്തിട്ടില്ല. ഇവർ കറപ്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ആ സിസ്റ്റത്തിന്റെ കറപ്ഷൻ ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്യുന്നത് പൊളിറ്റിക്കലി ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് എടുക്കത്തില്ല ഇവര്. റിസർവേഷൻ വെച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ട്. അത് തന്നെ ഞാനിപ്പോഴും ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവാത്ത ഈ സ്റ്റേറ്റ് അടക്കം എല്ലാം ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ അത് മതാടിസ്ഥാനത്തിലും ജാതിയിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സംവരണം മാത്രമാണ് മാറ്റിക്കുക, അതാണ് ഫിക്സ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്ന സാധനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പുറത്തുണ്ടെന്നത് ബാക്കി എല്ലായിടത്തും ഇത് ഉണ്ടോ? എല്ലായിടത്തും ഇരുന്നോട്ടെ. പക്ഷെ ഒരു മനുഷ്യൻ ജനിച്ചു വളർന്ന് ഒരു ജോലി സമ്പാദിക്കുന്ന ഒരു സ്ഥലം വരത്തില്ലേ, അവിടെ വേണ്ട. അത് ശരി. കല്യാണം കഴിക്കുന്നിടത്ത് വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫങ്ഷൻസോ ഇവരുടെ ആഘോഷങ്ങളോ അതൊരു കൂട്ടർ മാറി ഇരുന്ന് വല്ല കഥ പറയുവോ, അവിടെ ഒന്നും ഇത് പ്രശ്നമല്ല. പക്ഷേ ഒരു കുട്ടി, ആ കുട്ടി ജനിച്ചു വളരുന്നത് ഒരു സൗകര്യമില്ല, വീട്ടിൽ കറണ്ട് ഇല്ലാത്തടത്ത് വിളക്ക് വെളിച്ചത്തിരുന്ന് പഠിക്കാൻ പാടില്ല, അത് ഒരു നേരം പട്ടിണി കിടക്കാൻ പാടില്ല, അത് ഏത് ജാതിപ്പെട്ട ആളിലും ഏത് മനുഷ്യനാണ്, അത് പട്ടിയാണെങ്കിൽ പോലും കിടക്കാൻ പാടില്ല. മനസ്സിലായി? അതിന് മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമൊന്നും വേണ്ട. തനിക്ക് ഇവിടെ തെരുവുനായാണെങ്കിലും അതിന് ഫുഡ് കിട്ടിയിരിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് വേണ്ടത് പുസ്തകമാണെങ്കിൽ അത് കിട്ടണം. അല്ലാതെ അതിനകത്ത് ഈ ജാതിക്കാരന് പുസ്തകം അവന് മാത്രമേ കൊടുക്കാവുന്നൊരു പരിപാടി ഇല്ല. അത് കഴിഞ്ഞു. ആ സിസ്റ്റത്തിൽ ഒരു പ്രോഡക്റ്റ് വരേണ്ട ടൈം കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത് കുഴപ്പമില്ല. തനിക്ക് ഇത് കറക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞേ, ഇത് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാ കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ ഗവൺമെന്റ്. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. സിസ്റ്റം കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് സംവരണ സീറ്റിലല്ലാതെ മത്സരിക്കാൻ പറ്റാത്ത ഒറ്റ മിനിറ്റ്, ഈ സംവരണ സീറ്റിലല്ലാതെ മത്സരിക്കാൻ പറ്റാത്ത ഈ SC/ST പെടുന്ന മനുഷ്യർക്ക് സംവരണം കൂടി ഇല്ലെങ്കിൽ, പറയട്ടെ സംവരണം കൂടി ഇല്ലെന്ന് വിചാരിക്കാം. പറയട്ടെ സംവരണം ഇല്ലെന്ന് ആര് പറഞ്ഞു? താൻ പറഞ്ഞത് ഈ സംവരണം എടുത്ത് വേറെ 2 പേർക്ക് കൊടുക്കുവല്ലേ ചെയ്യുന്നേ? ശരി, 98% ആൾക്കാർക്ക് പറഞ്ഞോട്ടെ. അതായത് ഈ പറയുന്ന ജാതി അടിസ്ഥാനത്തിലല്ലേ ഉള്ളൂ. ജാതി അടിസ്ഥാനത്തിലെ കാര്യം ഞാൻ കേട്ടോ ഈ പറയുന്ന ജാതീയമായ സംവരണം കൂടി ഇല്ലെന്ന് വിചാരിക്കാം. ഈ ഗവൺമെന്റിനകത്തോ ഈ സർക്കാർ സംവിധാനത്തിനകത്തോ ഈ ജോലിയുടെ കാര്യം താൻ പറഞ്ഞത് ശരി, താൻ ഇനിയിപ്പോ പറയുന്നതിനകത്ത് ശരികൾ കണ്ടെത്തി നമുക്ക് ശരി വെക്കാൻ വേണമെങ്കിൽ. പക്ഷെ മറ്റേ ഏരിയയിലുണ്ടല്ലോ, ഏത് ഈ പറയുന്ന സർക്കാരിനകത്തോ ഗവൺമെന്റിനകത്തോ ഇവരുടെ പ്രസൻസ് പോലും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു മനുഷ്യര് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ലാതെ ഇവിടെ യാതൊരു എന്തിനു പറയുന്നു, ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും സംവരണ സീറ്റ് അല്ലാതെ ഒരു വാർഡില് ഒരു സീറ്റ് കിട്ടില്ല ഒരു ദളിതന്. ഇത് റിയാലിറ്റിയാണ് അജു, അതൊക്കെ റിയാലിറ്റിയാണ്. അത് താനീ ഇതിനകത്ത് ഇറങ്ങി ഇടപെടാത്തോണ്ടുള്ള പ്രശ്നമാണ്. ഇലക്ഷൻ അതായത് ഇന്ന് രാവിലെ വരെ നാളെ ഇലക്ഷൻ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ചർച്ച ചെയ്തത് ഇന്ന ആള് സ്ഥാനാർത്ഥിയാന്നായിരിക്കും. മനസ്സിലാവുണ്ടോ? നാളെ രാവിലെ ആണ് മാറുന്നത്. മനസ്സിലാവുണ്ടോ? ഈ ഫ്ലിപ്പ് ഇങ്ങനെ ഉള്ള കലാപരിപാടികളൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ജാതീയമായിട്ട് നടന്നിട്ടുള്ള പരിപാടികളാണ്. നടക്കുന്നുണ്ട് ഇവിടെ, അത് എക്സിസ്റ്റ് ചെയ്യുന്നു. അവിടെയാണ് പ്രശ്നം. ഇവിടെ അതുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം, ഇത് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റത്തേ ഇല്ലല്ലേ? മാറ്റാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ അടക്കം മാറ്റം. അതാ പറഞ്ഞത്, എങ്ങനെ മാറ്റാൻ പറ്റും? കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും. ഞാൻ പറഞ്ഞ രീതി മാറ്റാൻ പറ്റും, അതുകൊണ്ടാ പറഞ്ഞു. എവിടെ താൻ പറഞ്ഞ രീതി മാറ്റാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മാറ്റം കൊണ്ടുവരേണ്ടി വരും, സർക്കാർ സംവിധാനത്തിനകത്ത് മാറ്റം കൊണ്ടുവരേണ്ടി വരും. ഞാൻ കാര്യം പറയട്ടെ, വോട്ട് ചെയ്യുന്നതിന് തനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ജാതി അടിസ്ഥാനത്തിൽ വോട്ടില്ലല്ലോ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നുണ്ടോ? എന്നാ പിന്നെ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടാണോ? എറണാകുളത്ത് ഒരു നായര ഇലക്ഷൻ നിർത്തട്ടെ. തന്നോട് കാര്യം, ബ്രാഹ്മൺ പോപ്പുലേഷൻ ആണോ ഇവിടെ SC/ST പോപ്പുലേഷൻ ആണോ കേരളത്തിൽ കൂടുതൽ? കേരളത്തിൽ കൂടുതൽ SC/ST പോപ്പുലേഷൻ ആണല്ലോ. അപ്പൊ പിന്നെന്താ മൈനോറിറ്റി? അപ്പൊ ആരാ? മൈനോറിറ്റി. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനോറിറ്റി, ഇപ്പൊ ഇവിടെ മുസ്ലിങ്ങൾ മൈനോറിറ്റി ആണോ? അല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ മൈനോറിറ്റി. അപ്പൊ താൻ കണ്ടത് അപ്പൊ അവിടെ ആരെയാ കൺസിഡർ ചെയ്യേണ്ടത്? മൈനോറിറ്റി ആണോ കൺസിഡർ ചെയ്യേണ്ടത്? അപ്പൊ ഏതിനാ കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പൊ മൈനോറിറ്റി ഗ്രൂപ്പ്, ഇപ്പൊ ബ്രാഹ്മിൻസ് മൈനോറിറ്റിയാ, അവരെ കൺസിഡർ ചെയ്യേണ്ടത്? സ്പെഷ്യൽ കൺസിഡറേഷൻ വേണ്ടേ? മൈനോറിറ്റി അവര് എല്ലാവരും പിന്നോക്കം ജീവിക്കുന്നവരാണെന്നാണോ പറയുന്നത്? മൈനോറിറ്റിയും ഒരു പ്രശ്നമാണ്. എടോ, ഹിന്ദുത്വ രാജ്യം അല്ലല്ല, BJP ഭരിച്ചിട്ട് കാര്യമില്ല. ഇവരിപ്പോ ഈ പരിപാടി കേരളത്തിലെ കാര്യം ഞാൻ ചോദിച്ചത്. കേരളത്തിലെ കാര്യം ഇല്ല, കമ്മ്യൂണിറ്റി അത്ര വലിയ കമ്മ്യൂണിറ്റി അല്ല. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഈഴവ കമ്മ്യൂണിറ്റിയാ. അത് കഴിഞ്ഞിട്ട് വരുന്നത് വേറെ പലരും വരും. പക്ഷെ എന്നാലും ബ്രാഹ്മിൻസ് വളരെ കുറവാണ്.
അവർക്കപ്പോൾ ചോദിക്കാനും പറയാൻ ആരില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് വോട്ട് കുറവായതുകൊണ്ടാണ്. അവരിപ്പോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടി പോയാൽ അവരിവിടെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ഉണ്ട്. എന്ത് അയ്യോ, അയാളെ ഞാൻ പറഞ്ഞില്ല, ഒരാളെ ഞാൻ കണ്ടു, ഒരാൾ മതി. ഇവിടെ ലക്ഷക്കണക്കിന് കിടക്കുന്ന മനുഷ്യരുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഡെന്നിസേ, താൻ കാണുന്ന പ്രശ്നം എവിടാന്നറിയോ, ഒരാള് മതി. തനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞ 1000 പേര് ഇല്ലെന്നല്ല, ഒരാൾ ഉണ്ടെന്നാ പറഞ്ഞു. അല്ലേ? ആ ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പുറത്തെ മാറ്റുന്നില്ല, അത് മാറ്റിയില്ലല്ലോ. താൻ എന്തീ പറഞ്ഞത്? അതായത് താൻ മനസ്സിലാക്കുന്ന രീതി, താൻ അതിന്റെ പ്രശ്നങ്ങൾ പറയുന്നു. ഇത് രണ്ടും ഒരാ പ്രശ്നം ഒന്നാന്നാ പറഞ്ഞത്. ഒന്നല്ലെന്നേ. അയ്യേ, അതാണ് പ്രശ്നം. അത് ആ രണ്ടായിട്ട് കാണുന്ന ഒരു രീതി നമുക്ക് പഠിപ്പിച്ചേക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്നറിയോ, ഇത് രണ്ടായിട്ട് കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് കാണുന്നതെന്നറിയോ? അത് തനിക്ക് അങ്ങനെ പഠിച്ചേക്കുന്നോണ്ടാ. തനിക്ക് ഇതിന്റെ സൊല്യൂഷൻ അറിയത്തില്ല. സംവിധാനം എങ്ങനെയാ? അല്ലല്ല, ഈ സംവിധാനം എങ്ങനെയാന്ന് ഇവിടെ ഇലക്ഷൻ അടക്കം. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഞാൻ ചോദിച്ചോട്ടെ, തനിക്ക് ഈ ഞാൻ പറഞ്ഞ ഏരിയ ഇത് ഈക്വൽ ആയിട്ട് ഡീൽ ചെയ്താൽ പറഞ്ഞ സാധനമൊക്കെ ശരിയാണ്. ഞാൻ അതിനൊന്നും പൂർണ്ണമായിട്ട് അത് വിട്, അതിനെപ്പറ്റി അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ ഈക്വൽ ആയിട്ട് ഡീൽ ചെയ്താൽ തനിക്ക് മനസ്സിലാക്കുന്നത് ഒരു കൂട്ടില്ലാണ്ടാവുകയും ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് അയാളെ ഇങ്ങനെ കൊണ്ടുവരികയും ചെയ്യുന്നതാണോ മനസ്സിലാക്കിയത്? അല്ല, അതൊന്നുമല്ല ഞാൻ മനസ്സിലാക്കിയത്. താൻ ഇതിനെ നോക്കി കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. താൻ ഈ പറഞ്ഞ സാധനം എനിക്ക് മനസ്സിലായി. അത് ഒരാൾ പോലും ഒരു സ്റ്റേറ്റിന്റെ കീഴിൽ പട്ടിണി നടക്കാൻ പാടില്ല താൻ ഈ പറയില്ല. അതുകൊണ്ട് ഇനി അതിന്റെ പ്രോഡക്റ്റ് പറഞ്ഞുതരാം. ഇതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ ഇതിന് എന്താണ്. സെക്കൻഡ് ഇപ്പൊ താൻ ഈ പറഞ്ഞ സാധനത്തിന്റെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിസൾട്ട് ഫെയിലിയറാ. ഇനി ഞാൻ പറഞ്ഞ രീതിക്ക് അതൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തനിക്കിപ്പോൾ 2K കിഡ്സ് എന്ന് പറയുന്ന കിഡ്സിന്റെ കാര്യം എടുക്കാം. ഒരു പബ്ലിക് ഒപ്പീനിയൻ നാളെടുത്താൽ തന്നെ പലർക്കും ഈ പരിപാടി അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഈ ജാതി അടിസ്ഥാനം എന്താണ്? ജാതി എന്ന സാധനം ഇല്ല. ഒന്നാമത് അതിന്റെ കാര്യം കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. ജാതി അടിസ്ഥാനത്തിൽ തൊഴിൽ ഇങ്ങനത്തെ പരിപാടികളില്ലല്ലോ. അപ്പൊ അതിന്റെ ബേസ് ഇല്ല. പിന്നെ കുറച്ച് പേരിന് അത് ഇതൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നാളെ എന്ന് പറയുന്ന ദിവസം ഇതറിയാത്ത കുറച്ച് പിള്ളേരുണ്ട് ഇവിടെ. അവര് നേരത്തെ സാധനം ഇല്ല, ഏതാണെന്നറിയോ? പല വീടുകളിലുള്ള മറ്റേതില്ല, മറിച്ചില്ല, ആചാരങ്ങളില്ല, തൊഴിലുകൾ അതിനടിസ്ഥാനത്തിലല്ല, അങ്ങനെ ഒന്നുമല്ല. ഈ പുതിയ ഒരു കൂട്ടരുടെ ഇടയിൽ അവർക്ക് ആകെ അറിയാവുന്നൊരു സെപ്പറേഷൻ, അല്ലെങ്കിൽ അവർക്കുള്ളൊരു ഭിന്നിപ്പ്, അല്ലെങ്കിൽ ഈ ഭിന്നിപ്പ് ഉണ്ടാക്കത്തില്ല ആൾക്കാരുടെ ഇടയിൽ. അതിനകത്ത് ഒരു സാധനം വരും. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 4 കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സാധനമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 2 രീതി വരും. ഒന്ന്, ശരിയാ, അയാൾക്കില്ലാത്തതാണ്, അയാളെ സഹായിക്കണം. വേറെ അവനെ സഹായിക്കേണ്ട ആവശ്യമില്ലെങ്കിലും സഹായിക്കുന്നു. ഒരു ചെറിയ അകൽച്ച ഉണ്ടാക്കി. ഈ ആളും ആ ആളും തമ്മിലൊരു അകൽച്ച ഉണ്ട് ഓൾറെഡി. ഇത് 3 ഇങ്ങനൊരു ട്രയാങ്കിൾ പോലെ ആയിപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു കൂട്ടർ ജാതിപരമായിട്ട് കുഴപ്പമില്ല, മറ്റേക്ക് ജാതി കുറവാണ്, പക്ഷെ നല്ല പൈസയുണ്ട്. ഇവിടെ ജാതി ഇല്ല, പൈസയില്ല. പിന്നെ ഇപ്പുറത്ത് പുതിയൊരാൾ വന്നേക്കുന്നു, ജാതി ഉണ്ട്, കാശില്ല. അപ്പോൾ ഇങ്ങനെ 4 സാധനത്തിന് താൻ കാണുന്നുണ്ടല്ലോ. ആ ഭിന്നിപ്പിനകത്ത് ഈ കാറ്റഗറിയിലുള്ളതാണ് ആ കാറ്റഗറിയിലുള്ളതെന്ന് വളരെ പറഞ്ഞെടുത്ത് മാത്രമേ ഇനി ഒരു ഭിന്നിപ്പുള്ളൂ. അല്ലാതൊരു ഭിന്നിപ്പില്ല പിള്ളേരുടെ ഇടയിൽ. അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നു. പിന്നെ ജോലി സാധ്യത വരുന്നത്, അത് താൻ ഇവിടെ നിന്ന് കട്ട് ചെയ്യുകയെന്ന് വിചാരിക്കുക. ഇവിടെ ഈ സാധനം കട്ട് ചെയ്ത് ഇതില്ല, അതിനെപ്പറ്റി അറിയത്തില്ല, അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല, ഒരു പേപ്പറിലും ഇതില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പുതിയ തലമുറ അവർ മനസ്സിലാക്കുന്നത് എന്താ പറയുക, അവർ പഠിക്കും. ഇങ്ങനെ ആ വീട്ടിൽ എന്താ ഇല്ലാത്തതെന്ന് ഇവർ പഠിക്കണം, നമ്മളും പറഞ്ഞിരിക്കണം. അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ സപ്ലൈ ചെയ്യണം. പോരാത്തതിന് ഇവിടെ ആ മറ്റേ സിസ്റ്റത്തിനകത്ത് ഒരു മാറ്റം വരണം, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ചെറിയൊരു മാറ്റം വരണം. അവരുടെ താല്പര്യത്തിനെ പഠിപ്പിക്കണം. അതാ പറഞ്ഞ തെറ്റായിട്ടുള്ള സിസ്റ്റം ഫോളോ ചെയ്യണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അത് പറഞ്ഞുകൊണ്ടിരിക്കലല്ല നമ്മുടെ പരിപാടി. ഞാൻ അങ്ങനെ പറയത്തില്ല. എനിക്കിതിനകത്ത് മനസ്സിലായ കാര്യം ഇതാണ്. ഞാൻ ഒരിക്കലും ഇത് കറക്റ്റാന്ന് പറയുകയോ അംഗീകരിക്കുകയോ ചെയ്യത്തില്ല, ഒരിക്കലും. ഞാൻ പറയുന്നത് അതായത് നമ്മള് ഒരു വിഷയം ശരിയാക്കണം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു എന്തെങ്കിലും ശരിയാക്കണമെന്ന് ആദ്യം ഒരെണ്ണം എടുത്ത് കളയേണ്ടി വരും. തെറ്റുണ്ടോ തിരുത്തേണ്ടി വരും, അല്ല ശരിയാകത്തില്ലല്ലോ. ശരിയാക്കേണ്ടത് എവിടുന്ന് മുതലാണെന്നുള്ളൊരു ചോദ്യം വരും അവിടെ. ആദ്യം ശരിയാക്കേണ്ടത് ഇതാണ്. ഫിനാൻഷ്യലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി പോട്ടെ, വേണ്ട, കുറച്ചുകൂടെ അങ്ങ് എടുക്കണം. കുറച്ച് പേർക്ക് ഇതേപോലെ കിട്ടിയവർക്കൊന്നും പോരെന്നങ്ങ് വിചാരിക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്, അവർ ഇന്ന കാസ്റ്റിൽപ്പെട്ടവരാണ്, മൈനോറിറ്റിയും മെജോറിറ്റിയും ഒക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക, അവർ അതും എടുത്തോട്ടെ.
പക്ഷെ ഇപ്പുറത്തേക്കുന്ന ആളെ സഹായിക്കണ്ടേ? വയ്യാത്ത ഒരാളുണ്ട് എടുക്കണ്ടേ? ഇവിടെ പുതിയ സംവിധാനം ഉണ്ടാക്കിയത്, വലിയ സംവിധാനം അത്. എന്നാൽ ആ സംവിധാനത്തിലും പ്രശ്നമുണ്ട്. അവിടെയും ഇപ്പൊ ഈ മുന്നോക്കത്തിൽ പിന്നോക്കം എന്ന് താൻ പറഞ്ഞ ടേം തന്നെ തെറ്റാ. പിന്നോക്കം എന്ന് പറഞ്ഞാൽ ഒറ്റ പിന്നോക്കേ ഉള്ളൂ. അതായത് ഈ മുന്നോക്കം എന്ന് പറയുന്നത് നമ്മൾ അതൊരു ടേം മാത്രമാണത്. അങ്ങനെ സാധനം ഇല്ല. അതായത് ഒരാൾക്ക് പൈസ ഇല്ലാണ്ടായ പൈസ ഇല്ലെന്നാ താനീ പറയുന്ന സാധനം നമ്മൾ ഇനിയിപ്പോ സയന്റിഫിക് ആയിട്ട് കാണേണ്ട വരും അങ്ങനെയാണെങ്കിൽ മൊത്തം പരിപാടിയിലെ. അങ്ങനെയല്ല കാണുന്നത്. അല്ല ബയോളജിക്കലായിട്ട് കാണുന്നത്. അതായത് ഇല്ലല്ലോ ഇതിനകത്ത്. അല്ലെന്ന് ജനറ്റിക് ഞാനീ പറയുന്ന സാധനം ഇനി എടുക്കാൻ പറ്റുന്ന ഒറ്റ ജെനറ്റിക്സും വിട് പോട്ടെ, ഈ സാധനം പരിണാമപരമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തിനാ അവിടോട്ട് പോകുന്നത്? പിന്നെ എങ്ങനെ എടുക്കാൻ പറ്റും? അങ്ങനെ സംഖ്യകളെ എന്തിനാ കുറ്റം പറയാൻ പറ്റത്തില്ല. സംഖ്യ ആകുന്ന അതുകൊണ്ടാണ്. ഇവിടെ ആരെയും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുകയല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഡാറ്റാബേസ് എടുത്ത സമയം തൊട്ട് ഇത് കറക്ഷൻ പോസിബിളാ. ഇനി ഡാറ്റാബേസ് നടക്കത്തില്ല, കാരണം മനുഷ്യനാന്ന് പറയാം. ഇത് റോബോട്ടിനെ ഏൽപ്പിക്കും. ഫണ്ട് വന്നിട്ട് അത് ലാപ്സ് ആയി പോവാന്ന്, അത് അവർക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാ എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ അത് ഇനിയിപ്പോ ഉള്ളതും കൂടി അങ്ങോട്ട് ഉള്ളത് കട്ട് കിട്ടുന്ന പോലും ഇല്ല. കട്ട് ചെയ്യത്തില്ല, ഒരു സാധനവും കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്ന സ്ഥലം ഞാൻ പറയാം. അതായത് ഞാൻ ഇപ്പൊ വേറെ ഉദാഹരണം പറയാം. ഇടുക്കിയിലുള്ള ഈ നമ്മുടെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെങ്കൊച്ച് 2017-18 ആണ്. ഇവൾക്ക് മറ്റേ ഗവൺമെന്റ് ഒരു ദളിത് സ്റ്റുഡന്റാ. ഇവക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലാപ്ടോപ്പ് വാങ്ങാനുള്ള ഇവളുടെ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഗവൺമെന്റ് ഈ പഞ്ചായത്ത് വെക്ക് എന്തോ ദാനം ചെയ്യുന്ന പോലെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇട്ട് കറക്കുവാണ്. നീ പോയിട്ട് പിന്നെ വാ, ഇന്നില്ല, പോയിട്ട് അടുത്ത ബുധനാഴ്ച വാ എന്നും പറഞ്ഞ് ഇവിടെ ഇട്ട് ചുറ്റിക്കാണ്. അത് ആ സമയത്ത് ഒരു പ്രശ്നമായതാണ്. അതൊരു ചർച്ചയാവുകയും അത് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ചർച്ചയാവുകയൊക്കെ ചെയ്തു. ഒരു പ്രത്യേക ഏരിയയിൽ മാത്രമേ ചർച്ചയാവുള്ളൂ എന്നുള്ളൂ, ബാക്കിയുള്ളവരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഈ വിഷയം അല്ല, ഞാനിത് എന്തുകൊണ്ടാണ് പറയണേന്ന് അറിയാമോ? ഇത് എന്തുകൊണ്ടാണ് പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാതി ബോധം എന്ന് പറഞ്ഞ സാധനം ഇവിടെ മനുഷ്യരുടെ മനസ്സിലുണ്ടു. ഈ സാധനം ഉണ്ട്. താൻ ഈ 2K കിഡ്സിന്റെ കാര്യം പറയുമ്പോ നമുക്ക് 2K കിഡ്സിന്റെ അടുത്ത് സംസാരിക്കാൻ നമുക്ക് മൈക്കായിട്ട് ഇറങ്ങി നോക്കാം. അത് നോക്കാം. പക്ഷെ കാര്യം എന്താണെന്നറിയോ, ഇനി അതായത് ഒരാളുടെ അവകാശം ആയിക്കോട്ടെ, ഞാനിത് എന്തുകൊണ്ട് പറയണേന്നറിയാം. അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇല്ലത്. അല്ല, ഇത് അങ്ങനെയാണെങ്കിൽ സിസ്റ്റം പ്രശ്നമാണ് ഇവിടെ. ഞാനതാ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നോട്. അതായത് ഈ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, താനിത് എവിടെ ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാന്നറിയാമോ? ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യരോട് ഇത്തരത്തിൽ ഇടപെടുന്ന ഒരു സമൂഹമാണത്. മനസ്സിലാവുണ്ടോ? ആണോ? എന്നാ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്തേക്കാം. മനുഷ്യരോട് ഇത്തരത്തിൽ പെരുമാറുന്ന ഒരു സമൂഹമാണത്. അതുകൊണ്ട് ഇതവിടെ അവസാനിപ്പിച്ചു. ഗുഡ് നൈറ്റ്. ഒന്നുമില്ല, സേവ് ആകാതിരിക്കത്തൊന്നുമില്ല. 2 മണിക്കൂറായി. എന്താണല്ലോ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റും.